നമസ്കാരം. ഗ്രാനി ക്വീൻ ആ ഹൈറപ്സിനോട് ആവശ്യപ്പെട്ട ആ നിമിഷത്തിനെ ഹൈറപ്സ് അത് സമ്മതിക്കുകയായിരുന്നു. ഗ്രാനി ക്വീനിന്റെ ആ പ്രിയപ്പെട്ട വളർത്തു മകനെ അവർ കൂടുതൽ ശക്തനാക്കി മാറ്റാമെന്നാണ് ഗ്രാനി ക്വീനോട് പറഞ്ഞത്. ഗ്രാനി ക്വീൻ സന്തോഷത്തോടെ കൈകൂപ്പിക്കൊണ്ട് ഹൈറപ്സിനോട് പറഞ്ഞു, താങ്ക് യു. ഏയ് ഗ്രാനി, ഞങ്ങൾ എന്തിനാ ഈ കാര്യം ചെയ്യുന്നതെന്ന് നീ ആലോചിച്ചായിരുന്നു? ഹൈറപ്സ് അങ്ങനെ പറഞ്ഞപ്പോ ഗ്രാനി അറിയാനുള്ള ആകാംക്ഷയോടുകൂടി ആ ശബ്ദം കേട്ട ഭാഗത്തേക്ക് നോക്കുമ്പോൾ അതിലൊരാൾ ഗ്രാനിയോട് പറഞ്ഞു, ഗ്രാനി, ഈ പ്രവചനങ്ങൾ നിനക്കും അറിയാം. 10,000 year old ഹബ്സ് ഈ ഭൂമിയിൽ പ്രത്യക്ഷപ്പെടുമെന്ന് പ്രവചിച്ചത് നീയും ശ്രദ്ധിച്ചു കാണുമല്ലോ. അതേ ഹൈറപ്സ്, ഞാൻ ശ്രദ്ധിച്ചായിരുന്നു. ഞാൻ അതിനുവേണ്ടി പോയപ്പോഴാണല്ലോ മാർക്ക് ഫെല്ലർ അത് പിടിച്ചെടുത്തത്. ഗ്രാനി, ആ പ്രവാചകൻ ഒരു കാര്യം കൂടി പ്രവചിച്ചിരിക്കുകയാണ്. ഹൈറപ്സ്, എന്താ ആ പ്രവചനം? ഗ്രാനി ക്വീൻ അദ്ദേഹത്തിന്റെ പ്രവചനം അനുസരിച്ച് അടുത്ത വർഷത്തിന്റെ തുടക്കത്തിൽ മാർഷൽ സെയിന്റ് ജനിക്കും. മാർഷൽ സെയിന്റോ? അറിയാതെ ഗ്രാനി ക്വീൻ ചോദിച്ചു പോവുകയാണ്. അതേ ഗ്രാനി ക്വീൻ മാർഷൽ സെയിന്റ് ജനിക്കാൻ പോവുകയാണ്. ഗ്രാനി ക്വീൻ അമ്പരപ്പോടെ ആ ഹൈറപ്സിന്റെ ശബ്ദം കേൾക്കുന്ന ഭാഗത്തേക്ക് നോക്കിയിട്ട് അവരോട് ചോദിച്ചു, ഹൈറപ്സ്, ആരായിരിക്കും പുതിയ മാർഷൽ സെയിന്റ്? ഗ്രാനി ക്വീൻ വാർത്ത കേട്ടപ്പോ ഞങ്ങളും അതാണ് ആലോചിച്ചത്. ഇപ്പൊ പീക്ക് ലെവൽ മാർക്വസായി നിൽക്കുന്ന അനവധി ആളുകളുണ്ട്. ബ്ലാക്ക് കുടുംബത്തിന്റെ ജിനാവയും നിന്റെ വളർത്ത് മകൻ ബ്ലാക്കിയൊക്കെ പീക്ക് ലെവൽ മാർക്വസുകളാണല്ലോ. ഇവർക്ക് മുന്നേ പീക്ക് ലെവൽ മാർക്വസായ ലാരി ഹോംസും അതുപോലെ ജിയാങ് ഹേയൊക്കെ ഉണ്ട്. ഇവർക്ക് പുറമെ ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിലായി അനവധി ആളുകൾ വേറെയും ഉണ്ട്. ഇവരിൽ ആരെങ്കിലും ആകും പുതിയ മാർഷൽ സെയിന്റ് എന്നാണ് ഞങ്ങൾ ആദ്യം കരുതിയത്. പക്ഷെ ഇപ്പോ വിലയിരുത്തുമ്പോൾ ഞങ്ങൾക്ക് തോന്നുന്നത് പുതിയ മാർഷൽ സെയിന്റ് ഇവരാരും ആകില്ല, അത് മാർക്ക് ഫെല്ലർ ആകുമെന്നാണ്. മാർക്ക് ഫെല്ലർ മാർഷൽ സെയിന്റ് ആകുമോ? അറിയാതെ ഗ്രാനി ക്വീൻ ചോദിച്ചു പോവാണ്. അതേ ഗ്രാനി ക്വീൻ, കഴിഞ്ഞ 2.5 വർഷത്തെ മാർക്ക് ഫെല്ലറുടെ വളർച്ച അങ്ങനെ ചിന്തിക്കാൻ ഞങ്ങൾ പ്രേരിപ്പിക്കുകയാണ്. നമ്മുടെ ഈ പൈറോയിലെയോ അല്ലെങ്കിൽ അനുബന്ധ രാജ്യങ്ങളിലെയോ ഒരു മാർഷൽ ആർട്ടിസ്റ്റിന്റെ വളർച്ചയും മാർക്ക് ഫെല്ലറുടെ വളർച്ചയുമായി കമ്പയർ ചെയ്യാൻ പറ്റുന്ന സാഹചര്യത്തിലല്ല. മാർക്ക് ഫെല്ലർ സകലരെയും ഞെട്ടിച്ചിരിക്കുകയാണ്. ഞങ്ങൾക്ക് ഉറപ്പാണ് മാർഷൽ സെയിന്റ് ആകാൻ പോകുന്ന വ്യക്തി അതുകൊണ്ട് തന്നെ മാർക്ക് ഫെല്ലർ ആകും. ഹൈറപ്സ് അക്കാര്യങ്ങൾ വ്യക്തമായി പറഞ്ഞതും ഗ്രാനി ക്വീൻ നിശബ്ദയായി ആ ശബ്ദം കേട്ട ഭാഗത്തേക്ക് നോക്കിയിരിക്കുകയാണ്. ഹൈറപ്സ്, അപ്പോ നമ്മൾ എന്ത് ചെയ്യും? അവൻ മാർഷൽ സെയിന്റ് ആയാൽ അത് നമുക്ക് ശരിക്കും ബുദ്ധിമുട്ടാവുമല്ലോ. ഗ്രാനി ക്വീൻ, അതാണ് കാര്യം. ഇപ്പൊ തന്നെ അവൻ നമുക്ക് വലിയ ബുദ്ധിമുട്ടുണ്ടാക്കുന്നുണ്ട്. അവൻ മാർഷൽ സെയിന്റായി മാറിയാൽ നമ്മുടെ ബുദ്ധിമുട്ട് കൂടും. അവനെ മാർഷൽ സെയിന്റ് ആക്കാതിരിക്കാനാണ് നിന്റെ വളർത്തുമകൻ ബ്ലാക്കിക്ക് ഞങ്ങൾ കൂടുതൽ ശക്തി നൽകാൻ തീരുമാനിച്ചത്. അത് കേട്ടപ്പോഴാണ് ഗ്രാനി ക്വീനിക്ക് കഥ മനസ്സിലായത്. വെറുതെ ബ്ലാക്കിയെ ശക്തനാക്കി മാറ്റുന്നതല്ല, മാർക്ക് ഫെല്ലറെ അവസാനിപ്പിക്കാൻ ഹൈറപ്സ് തത്വത്തിൽ തീരുമാനിച്ചിരിക്കുകയാണ്. അതിന് പറ്റിയ ടൂളായിട്ടാണ് അവർ യഥാർത്ഥത്തിൽ ബ്ലാക്കിയെ കാണുന്നത്. ആ കാര്യം മനസ്സിലായപ്പോൾ ഒരു വേദന ഗ്രാനി ക്വീന്റെ ഉള്ളിലുണ്ടായി. അവർ ബ്ലാക്കിയെ സ്വന്തം മകനായിട്ടാണ് കാണുന്നത്. ഗ്രാനിക്ക് അറിയാവുന്ന ഒരു കാര്യമുണ്ട്. ഈ ജിങ്ദു മാർഷൽ ആർട്സ് അസോസിയേഷനിൽ ടൂളുകൾ ഇഷ്ടംപോലെ കിട്ടും. ടൂളിന്റെ ജോലി കഴിഞ്ഞാൽ പിന്നെ ടൂളിനെ ആരും പരിഗണിക്കില്ല. മാർക്ക് ഫെല്ലറെ കൊല്ലുക എന്ന ഒറ്റ ഉദ്ദേശത്തോടു കൂടി ബ്ലാക്കിയെ ട്യൂൺ ചെയ്തെടുത്ത് ബ്ലാക്കിയെ ഉപയോഗിച്ച് മാർക്ക് ഫെല്ലറെ കൊന്നു കഴിഞ്ഞാൽ പിന്നെ ബ്ലാക്കിയെ ഹൈറപ്സ് പരിഗണിക്കില്ല എന്നുള്ള കാര്യം ഗ്രാനി ക്വീനിന് നന്നായിട്ട് അറിയാം. പക്ഷെ ഈ സാഹചര്യത്തിൽ ഗ്രാനി ക്വീനിന് ഹൈറപ്സിന്റെ ആ ഇംഗിതത്തിനൊപ്പം നിൽക്കാനല്ലാതെ വേറൊന്നിനും പറ്റില്ല. ശരിക്കും ആ മുറിയിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങുമ്പോൾ ഗ്രാനി ക്വീനിന് ഉള്ളിൽ സന്തോഷമുണ്ട്. വരാൻ പോകുന്ന മാർക്ക് ഫെല്ലറും ബ്ലാക്കിയും തമ്മിലുള്ള ആ ഫൈറ്റിൽ ബ്ലാക്കിക്ക് വിജയിക്കാനുള്ള എല്ലാ സംവിധാനങ്ങളും ഹൈറപ്സ് ചെയ്തു കൊടുക്കും. അതേസമയത്ത് അവളെ സങ്കടപ്പെടുത്തുന്നതും ആ ഒറ്റ കാര്യമാണ്. ഹൈറപ്സിന്റെ സഹായത്തോടു കൂടി മാർക്ക് ഫെല്ലറെ ബ്ലാക്കി തോൽപ്പിച്ചാൽ ഉറപ്പായും ബ്ലാക്കി ഹൈറപ്സിന്റെ ഒരു ഉപകരണമായി മാറും. അവനെ ഇതുപോലുള്ള ആക്ടിവിറ്റീസിന് മാത്രം ഉപയോഗിക്കാൻ അവർ ബോധപൂർവ്വം ശ്രമിക്കും. അങ്ങനെ സംഭവിച്ചാൽ ഗ്രാനിക്ക് നഷ്ടമാകുന്നത് അവരുടെ വളർത്തു മകനെയാണ്. ഗ്രാനി ക്വീൻ അതിനെക്കുറിച്ച് ആലോചിച്ചുകൊണ്ടാണ് ബ്ലാക്കിയുടെ മുറിക്ക് നേരെ നടക്കുന്നത്. ഈ സമയത്ത് മാർക്ക് ഫെല്ലറും മീശയും ഷിയാവുവും അവിടെ വസതിയിൽ പല കാര്യങ്ങളും പറഞ്ഞിരിക്കുകയാണ്. മാർക്ക് ഫെല്ലർ ഷിയാവുവിനോട് സംസാരിച്ചുകൊണ്ടിരിക്കുന്ന കണ്ടതും മീശ പുറത്തിറങ്ങി. മീശയ്ക്ക് ഇപ്പോൾ ആ സ്ഥലമൊക്കെ ഒന്ന് അരിച്ചു പറക്കാനുള്ള ഒരു സ്വാതന്ത്ര്യമുണ്ട്. മീശ ഒരു സ്ഥലത്തും അങ്ങനെ അടങ്ങിയിരിക്കത്തില്ല. മീശ എല്ലാ സ്ഥലവും ഇങ്ങനെ വെറുതെ നിരീക്ഷിച്ചുകൊണ്ടിരിക്കും. ശരിക്കും ഒരു പുരാവസ്തു ഗവേഷകൻ എന്ന നിലയിൽ സകല സ്ഥലങ്ങളെയും ആ കണ്ണോടുകൂടി കാണുക എന്നുള്ളത് മീശയുടെ ഒരു രീതിയാണ്. ഏകദേശം വൈകുന്നേരം ആയപ്പോൾ മീശ മടങ്ങി മാർക്കിന് അടുത്തെത്തി. മാർക്ക്,
ഞാനേ ഒരു കാര്യം ശ്രദ്ധിച്ചിരുന്നു, അത് പറയാനാ ഞാനിപ്പോ നിന്റെ അടുത്തേക്ക് വന്നത്. മീശ കാര്യം പറയാം. മാർക്ക്, ഇന്ന് ഈ പകൽ ഞാൻ ഈ അക്കാഡമിയിൽ കാണാത്തത് രണ്ടേ ആളുകളെയാണ്. ആരെ? ആ ഗ്രാനി കുഞ്ഞിനെ കണ്ടില്ല, അവരുടെ ആ വളർത്തുമകൻ ബ്ലാക്കിയും ഞാൻ കണ്ടില്ല. ബാക്കി എല്ലാ ആളുകളും അക്കാഡമിയുടെ വിവിധ ഭാഗങ്ങളിൽ വിവിധ തരത്തിലുള്ള ആക്ടിവിറ്റീസുമായി കണക്ട് ആയി നിൽക്കുന്നത് മീശ കണ്ടിരുന്നു. മീശ എല്ലാ സ്ഥലവും അരിച്ചു പറക്കി നടക്കുന്ന ആളാണല്ലോ. മീശ അവരവിടെ എവിടെയെങ്കിലും കാണും. അതല്ല മാർക്ക്, അവര് എന്തോ രഹസ്യമായി പ്ലാൻ ചെയ്യുകയാണെന്ന് എനിക്കൊരു തോന്നൽ. മീശ പറഞ്ഞ കാര്യം കേട്ടതും മാർക്ക് മീശയോട് പറഞ്ഞു, നമ്മൾ അതിനെക്കുറിച്ച് ആലോചിച്ച് ടെൻഷൻ അടിച്ചിട്ട് ഒരു കാര്യവുമില്ല. മീശ, നമുക്കൊരു കാര്യം ചെയ്യാം, ഒന്ന് കറങ്ങാൻ പോയാലോ? മാർക്ക് മീശയോട് അങ്ങനെ പറഞ്ഞിട്ട് മീശയും ഷിയാവൂനെയും കൊണ്ട് ടൗണിൽ ഒന്ന് കറങ്ങാന്ന് വിചാരിച്ചിറങ്ങി. അവര് പല സ്ഥലത്തും ഇറങ്ങി നടന്ന് റെസ്റ്റോറൻറ്റിലൊക്കെ കയറി ഭക്ഷണമൊക്കെ കഴിച്ച് നടക്കുകയാണ്. അവസാനം അവരെത്തിച്ചേർന്നത് ഒരു വലിയ ഷോപ്പിംഗ് മാളിലാണ്. ഷോപ്പിംഗ് മാളിൽ വിവിധ ആക്ടിവിറ്റീസ് ഉണ്ട്. ശരിക്കും ആ ഷോപ്പിംഗ് മാളിനകത്ത് കളിക്കാനുള്ള അനവധി സംവിധാനങ്ങളുണ്ട്. ഷിയാവൂന് ഒരു എന്റർടൈൻമെന്റ് ആയിക്കോട്ടെ എന്ന് കരുതിയാണ് യഥാർത്ഥത്തിൽ മാർക്ക് ഫെല്ലർ ആ ഗെയിം സെക്ഷനിലേക്ക് ഷിയാവുമായി എത്തിയത്. പക്ഷെ അവിടെ എത്തിയപ്പോൾ ഷിയാവൂന് അതിലൊന്നും ഒരു താല്പര്യമില്ല. അവൾ മാർക്കിനോട് പറയുകയും ചെയ്തു, മാർക്ക്, അതൊക്കെ കൊച്ചുകുട്ടികൾ കളിക്കുന്ന സ്ഥലങ്ങളല്ലേ, എനിക്ക് അതൊന്നും വേണ്ട. മാർക്കിനെ കിട്ടുമ്പോഴൊക്കെ ഇതുപോലുള്ള കളിസ്ഥലങ്ങളിൽ മാർക്കുമായി പോകുന്ന ശീലമുള്ള ഷിയാവു അങ്ങനെ പറഞ്ഞത് കേട്ടപ്പോൾ മാർക്കിന്റെ മുഖത്ത് ശരിക്കൊരു അതിശയം. ഷിയ ഇത് തികച്ചും മെച്ചുവർ ആയിരിക്കുകയാണ്. സാധാരണ പെൺകുട്ടികളുടെ ഒരു തരത്തിലുമുള്ള എന്റർടൈൻമെന്റ് ആക്ടിവിറ്റീസിലും അവർക്ക് ഒരു താല്പര്യവുമില്ല. ആ താല്പര്യമില്ലായ്മ അവൾ കാണിക്കുമ്പോൾ സ്വാഭാവികമായ ഒരു ടെൻഷൻ മാർക്ക് ഫെല്ലർക്കും അതുപോലെ മീശയ്ക്കും ഉണ്ട്. ഷിയ അനുദിനം മാറുകയാണ്. അവർ ആ ഷോപ്പിംഗ് മാളിൽ ആ ഗെയിംസ് സോണിൽ നിന്ന് മാറി മറ്റ് സ്ഥലങ്ങളിലൂടെയൊക്കെ കറങ്ങി നടക്കുമ്പോൾ മീശ മാർക്കിനോട് പറഞ്ഞു, മാർക്ക്, ഇവിടെ ഈ ഷോപ്പിംഗ് മാളിന്റെ 5ാമത്തെ നിലയിൽ മാർഷൽ ആർട്ടിസ്റ്റുകൾക്കുള്ള ഒരു സെക്ഷൻ ഉണ്ട്, അങ്ങോട്ട് പോണോ? മീശ, ഇവിടെ വന്നിട്ട് നമ്മൾ അത് കാണാതിരിക്കേണ്ട കാര്യമില്ല, നമുക്ക് അങ്ങോട്ട് പോവാം. അങ്ങനെ മാർക്ക് പറഞ്ഞതും മാർക്കും മീശയും ഷിയും കൂടി ആ 5ാമത്തെ നിലയിലേക്ക് എസ്കലേറ്റർ വഴി കടന്നില്ലുകയാണ്. അവരെ കടന്നു പോകുന്ന നിലകളിലൊക്കെ വെറൈറ്റി ഓഫ് ആക്ടിവിറ്റീസ് ഉണ്ട്. അതിലൊന്നും തന്നെ ഷിക്ക് താല്പര്യമില്ലാത്തതുകൊണ്ട് അവര് അവസാനം ആ മാർഷൽ ആർട്ടിസ്റ്റുകൾക്കുള്ള സാധനങ്ങൾ വിൽക്കുന്ന മുകളിലത്തെ നിലയിലെത്തി. 5 നിലയുള്ള ഷോപ്പിംഗ് മാളാണ്. അതിന്റെ ഏറ്റവും ടോപ്പ് ഫ്ലോറിലാണ് മാർഷൽ ആർട്ടിസ്റ്റുകളുമായി ബന്ധപ്പെട്ട ഉപകരണങ്ങളൊക്കെ ഉള്ളത്. വളരെ വിശാലമായ ഒരു ഷോപ്പിലേക്കാണ് അവരെത്തിയത്. ആ 5ാം നിലയിൽ അനവധി വേറെ സാധനങ്ങൾ വിൽക്കുന്ന ഷോപ്പുകളുണ്ട്. പക്ഷെ അവരെത്തിയിരിക്കുന്ന ഷോപ്പ് മാർഷൽ ആർട്ടിസ്റ്റുകൾക്ക് വേണ്ടി മാത്രമുള്ളതാണ്. ഒരുപാട് സാധനങ്ങൾ വിൽപ്പനയ്ക്കുണ്ട്. അവിടേക്ക് മാർക്ക് ഫെല്ലറും മീശയും ഷിയാവും കൂടെ കടന്നതും മീശ അവിടെയുള്ള സാധനങ്ങളൊക്കെ ഒന്ന് നോക്കി. ഒരുപാട് മാജിക്കൽ ആർട്ടിഫാക്റ്റുകളാണ് അവിടെ ഉള്ളത്. ഇന്റേണൽ സ്ട്രെങ്ത് മാസ്റ്റേഴ്സിന് ഉപയോഗിക്കാൻ കഴിയുന്ന ആയുധങ്ങൾ മുതൽ മാർക്വിസ്റ്റുകൾക്ക് ഉപയോഗിക്കാൻ കഴിയുന്ന ആയുധങ്ങൾ വരെ അവിടെയുണ്ട്. പല ശൈലിയിലുമുള്ള മാന്ത്രിക ഉപകരണങ്ങൾ കണ്ടതും മാർക്ക് അവിടെയുള്ള ആ കടയുടെ ഓണറോട് ചോദിച്ചു, ഇവയൊക്കെ എങ്ങനെയാ നീ കിട്ടിയത്? ഇതൊക്കെ പുരാവസ്തുക്കളല്ലേ? എല്ലാം പുരാവസ്തുക്കളൊന്നും അല്ല, പലതും ഉണ്ടാക്കിയതാണ്. മാന്ത്രിക ഉപകരണങ്ങൾ ഉണ്ടാക്കാൻ കപ്പാസിറ്റിയുള്ള ആളുകളെ കൊണ്ട് ഉണ്ടാക്കിപ്പിച്ച ഉപകരണങ്ങളും അവിടെ ഉണ്ടെന്ന് അർത്ഥം. ചിലതൊക്കെ പുരാവസ്തുക്കളുടെ ഭാഗമായി കിട്ടിയതുമാണ്. അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ അവിടെ ഉണ്ട്. മാർക്ക് ഫെല്ലറും മീശയും ഷിയാവും കൂടി ഓരോ സാധനങ്ങളും അങ്ങനെ നിരീക്ഷിച്ചു വരുമ്പോൾ മീശയുടെ ശ്രദ്ധയിൽ ശരിക്കും ചുവപ്പ് നിറത്തിലുള്ള ഒരു പാവല് പെട്ടു. പഴുത്ത് തൊടുത്തു നിൽക്കുന്ന ഒരു പാവൽ. അങ്ങനെ അത് കാണുമ്പോൾ ആർക്ക് തോന്നും? മീശ ആ പാവല് കയ്യിലെടുത്തു. ഒരു വല്ലാത്ത തിളക്കം ആ പാവലിനുണ്ട്. മീശ ആ കടക്കാരനോട് ചോദിച്ചു, ഇതിനെന്താ വില? അത് കേട്ടതും കടക്കാരൻ പറഞ്ഞു, $100 million. ആ പാവലിന് $100 million ആണെന്ന് കേട്ടപ്പോ ശരിക്കും മാർക്കും മീശയും ഞെട്ടിയും തന്നെ പറയാം. ഷീയും പെട്ടെന്ന് കൗതുകത്തോടെ ആ പാവലിലേക്ക് നോക്കി. ഒരു പാവയ്ക്ക, പക്ഷെ ആ പാവയ്ക്ക് നല്ല വിളഞ്ഞ പഴുത്തിരിക്കുകയാണ്. ശരിക്കും അൺബിലീവബിൾ ആയിട്ടുള്ള ഒരു വിലയാണ് ആ കടക്കാരൻ പറഞ്ഞത്. അങ്ങനെ അയാൾ വില പറഞ്ഞതിന്റെ കാരണം പെട്ടെന്ന് ആ മാർക്കിന് മനസ്സിലായത്. മാർക്ക് അയാളോട് ചോദിച്ചു, അല്ല, നിങ്ങളിത് വിലയ്ക്ക് കൊടുക്കില്ലല്ലേ? നിനക്കിപ്പോ കാര്യം മനസ്സിലായി. നിങ്ങളുടെ കയ്യിൽ ഈ സാധനത്തിന് പറ്റിയ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമുക്ക് എക്സ്ചേഞ്ച് ചെയ്യാം. ആ കടയ്ക്കകത്ത് നടക്കുന്ന കച്ചവടം എല്ലാം അങ്ങനെയാണ്. അവിടെ ഒരു സാധനവും വില കൊടുത്താൽ കിട്ടത്തില്ല. നമ്മുടെ കയ്യിലുള്ള ഏതെങ്കിലും സാധനങ്ങൾ അവിടെ കൊടുത്താൽ അതിന് പകരം മറ്റൊരു സാധനം എടുക്കാം. ഒരു ബാർട്ടർ സിസ്റ്റം. ആ കാര്യം മനസ്സിലായതും മീശ അയാളുടെ മാന്ത്രിക നിലവറയിൽ നിന്ന് ഓരോ സാധനങ്ങളായി
പുറത്തെടുത്ത് വെച്ചു തുടങ്ങി. മീശ പറവറ സാധനങ്ങൾ എടുത്ത് പുറത്തു വെക്കുകയാണ്. അത് കണ്ട ആ കടക്കാരൻ ശരിക്കും ഞെട്ടി എന്ന് പറയാം. ഏയ്, ഇതെവിടുന്നാ ഇത്രയും സാധനങ്ങളിലേക്ക്? നിങ്ങൾക്ക് ഇതുപോലെ ഷോപ്പുണ്ടോ? ഒരുപാട് ചോദ്യങ്ങളാണ് അയാൾ തുടർച്ചയായി ചോദിച്ചത്. മീശ എടുത്തു വെച്ച സാധനങ്ങളൊക്കെ കണ്ട് ആ കടക്കാരൻ ആവേശത്തിലായെന്ന് മനസ്സിലായതും മീശ ആ കടക്കാരനോട് പറഞ്ഞു, നിങ്ങൾക്ക് ഇതിൽ നിന്ന് ഇഷ്ടപ്പെട്ട സാധനം എടുക്കാം. നിങ്ങളുടെ ആ പാവയ്ക്കയ്ക്ക് പകരമായി ഇതിലേതാണ് നിങ്ങൾക്ക് വേണ്ടെന്ന് വെച്ചാൽ എടുക്കാം. മീശ കുറച്ചുകൂടി വ്യക്തമായി കാര്യം പറഞ്ഞതും ആ കടക്കാരൻ മീശ നിരത്തി വെച്ചിരിക്കുന്ന സാധനങ്ങൾ സൂക്ഷ്മമായി നിരീക്ഷിച്ചു തുടങ്ങി. അയാൾക്ക് അതിനകത്തുനിന്ന് ഇഷ്ടപ്പെട്ട ഏതെങ്കിലും സാധനം എടുക്കാമെന്ന് അയാൾ തീരുമാനിച്ച ആ നിമിഷത്തിൽ ഒരു ശബ്ദം, ഏയ് ഒന്ന് നിന്നേ. ശബ്ദം കേട്ട് എല്ലാവരും തിരിഞ്ഞു നോക്കുമ്പോൾ സുമുഖനായ ഒരു ചെറുപ്പക്കാരൻ അങ്ങോട്ട് നടന്നു വരികയാണ്. അവന്റെ കൂടെ അവന്റെ സഹായികളും ഉണ്ട്. ആ ചെറുപ്പക്കാരൻ നടന്ന് അവരുടെ അടുത്ത് വന്നു. ഈ സാധനങ്ങളെക്കാൾ മെച്ചപ്പെട്ട ഒരു സാധനം ഞാൻ നൽകാം. അങ്ങനെ പറഞ്ഞിട്ട് അയാളുടെ മാന്ത്രിക നിലവറയിൽ നിന്ന് ഒരു കത്തി എടുത്ത് ആ കടക്കാരന്റെ കയ്യിലേക്ക് കൊടുത്തു. ഒരു അടിപൊളി കത്തി, ശരിക്കും അൺബിലീവബിൾ എന്ന് പറയാൻ കഴിയുന്ന പ്രകടശേഷിയുള്ള ഒരു കത്തി. ആ കടക്കാരൻ ആ കത്തി തിരിച്ചും മറിച്ചും നോക്കണ കണ്ടതും ആ ചെറുപ്പക്കാരൻ കടക്കാരനോട് പറഞ്ഞു, ഇത് ഒരു ഡിവൈൻ കത്തിയാണ്. ഇതിന്റെ പ്രകടശേഷി എത്രത്തോളം ഉണ്ടെന്ന് ഞാൻ കാണിച്ചു തരാം. അങ്ങനെ പറഞ്ഞിട്ട് അയാളുടെ നിലവറയിൽ നിന്ന് ഒരു ചെറിയ കല്ലെടുത്ത് അവിടെയുള്ള ഒരു ടേബിളിന്റെ മുകളിലേക്ക് വെച്ചു. ആ കല്ല് കണ്ട മാർക്ക് ഫെല്ലർ അമ്പരപ്പോടെ അറിയാതെ കല്ലിലേക്ക് നോക്കി പോവുകയാണ്. ജിങ്ദു മാർഷൽ ആർട്സ് അസോസിയേഷന്റെ ആ ജയിലറകൾ നിർമ്മിച്ചിരിക്കുന്നത് ആ കല്ലുകൊണ്ടാണ്. ബ്ലാക്ക് ഗോൾഡ് സ്റ്റോൺസ്. ബ്ലാക്ക് ഗോൾഡ് സ്റ്റോൺസ് ശരിക്കും കട്ടിയുള്ള ഒരു പദാർത്ഥമാണ്. ആ കട്ടിയുള്ള സ്റ്റോൺ മേശപ്പുറത്ത് വെച്ചതിന് ശേഷം ആ ചെറുപ്പക്കാരൻ ആ കടക്കാരന്റെ കയ്യിൽ നിന്ന് ആ കത്തി വാങ്ങിച്ചിട്ട് സാവധാനം ആ കല്ലിൽ ഒന്ന് വെട്ടി. ജസ്റ്റ് ചെറുതായിട്ടൊന്ന് വെട്ടിയതേ ഉള്ളൂ. ആ നിമിഷത്തിൽ ആ ബ്ലാക്ക് ഗോൾഡ് സ്റ്റോൺ 2 കഷ്ണമായി അങ്ങ് മുറിഞ്ഞു. ശരിക്കും അമ്പരപ്പിക്കുന്ന ഒരു കാഴ്ച. ബ്ലാക്ക് ഗോൾഡ് സ്റ്റോൺ മുറിക്കാൻ കപ്പാസിറ്റിയുള്ള ഒരു ഡിവൈൻ കത്തിയാണ് ആ ചെറുപ്പക്കാരൻ അവിടെ കൊണ്ടുവന്നിരിക്കുന്നത്. ആ കത്തിയുടെ പ്രഹരശേഷി കണ്ട ആ കടക്കാരന്റെ കണ്ണങ്ങ് തെളിഞ്ഞു. കടക്കാരനോടായി ആ വന്ന ചെറുപ്പക്കാരൻ പറഞ്ഞു, ഞാൻ എന്നെ പരിചയപ്പെടുത്തിയില്ലല്ലോ. എന്റെ പേര് യാങ് ലൂമാൻ. ഞാൻ പവലിയൻ ഓഫ് ഹെവൻലി സീക്രട്സ് എന്നാ വരുന്നത്. പവലിയൻ ഓഫ് ഹെവൻലി സീക്രട്സ് എന്ന് കേട്ടപ്പോ ആ കടക്കാരന്റെ മുഖത്ത് ശരിക്കും ഒരു അമ്പരപ്പ്. അപ്പൊ നിങ്ങൾ ഹെവൻലി സീക്രട്സിലെ പവലിയൻ മാസ്റ്ററുടെ? അതെ, എന്റെ അച്ഛനാണ് ഹെവൻലി സീക്രട്സിന്റെ പവലിയൻ മാസ്റ്റർ. ഡിവൈൻ ആൽക്കെമിസ്റ്റ് പവലിയൻ മരുന്നുണ്ടാക്കുന്ന ഒരു വലിയ സ്ഥാപനമാണ്. ഇവിടെ ഈ ഹെവൻലി സീക്രട്സ് എന്ന് പറയുന്നത് ആയുധങ്ങൾ ഉണ്ടാക്കുന്ന സ്ഥാപനമാണ്. 2 സ്ഥാപനങ്ങളുടെ തലവന്മാരെ വിളിക്കുക പവലിയൻ മാസ്റ്റേഴ്സ് എന്നാണ്. പവലിയൻ ഓഫ് ഹെവൻലി സീക്രട്സിന്റെ തലവൻ സാക്ഷാൽ ലൂമാന്റെ മകനാണ് അവിടെ എത്തിയിരിക്കുന്ന ചെറുപ്പക്കാരൻ എന്ന് കേട്ടതും ആ കടക്കാരന്റെ മുഖം ശരിക്കും വികസിച്ചു. ആയുധങ്ങൾ ഉണ്ടാക്കുന്നതിൽ, മാന്ത്രിക ഉപകരണങ്ങൾ ഉണ്ടാക്കുന്നതിൽ വല്ലാത്തൊരു ഖ്യാതിയുള്ള ഒരു പ്രസ്ഥാനമാണ് ഈ പവലിയൻ ഓഫ് ഹെവൻലി സീക്രട്സ്. അവിടുത്തെ യങ് മാസ്റ്ററാണ് ഇപ്പോ ആ കടക്കാരന്റെ മുന്നിൽ നിൽക്കുന്നത്. കടക്കാരൻ സന്തോഷത്തോടുകൂടി ആ ചെറുപ്പക്കാരനോട് പറഞ്ഞു, ഓക്കെ, അങ്ങനെയാണെങ്കിൽ ആ പാവയ്ക്ക് ഞാൻ നിങ്ങൾക്ക് തരാം, ഈ കത്തിക്ക് പകരമായിട്ട്. അത് കേട്ടതും ചെറുപ്പക്കാരൻ ചിരിച്ചുകൊണ്ട് ആ കത്തി ഹാൻഡ് ഓവർ ചെയ്യാൻ പോയതും മാർക്ക് ഫെല്ലർ ആ കടക്കാരനോട് പറഞ്ഞു, നിൽക്കെ. മാർക്ക് അങ്ങനെ പറഞ്ഞതും ആ ചെറുപ്പക്കാരൻ കൗതുകത്തോടെ മാർക്കിനെ നോക്കി. എന്താ, ഇതിനേക്കാൾ മെച്ചപ്പെട്ട എന്തെങ്കിലും സാധനം നിങ്ങളുടെ കയ്യിലുണ്ടോ? അങ്ങനെ ചെറുപ്പക്കാരൻ ചോദിച്ചതും മാർക്കിന്റെ നിലവറയിൽ നിന്ന് ആ ഡിവൈൻ പർപ്പിൾ പിൽ പുറത്തെടുത്തു. 10,000 ഇയർ ഓൾഡ് ഹെൽസിനെ ആറ്റി കുറുക്കി മാർക്ക് 8 ഗുളികൾ ഉണ്ടാക്കി. അതിൽ 6 എണ്ണവും മാർക്ക് കഴിച്ചിരുന്നു. 2 എണ്ണം ബാലൻസ് ഉണ്ട്. ആ ബാലൻസ് ഉള്ള 2-ൽ നിന്ന് 1 മാർക്ക് പുറത്തെടുത്തത്. പർപ്പിൾ നിറത്തിലുള്ള ആ ഗുളിക മാർക്ക് ആ കടക്കാരന്റെ കയ്യിലേക്ക് വെച്ചു. മാർക്ക് അയാളോട് പറഞ്ഞു, ഇത് ഡിവൈൻ പർപ്പിൾ പിൽ. ഇതിന്റെ ഉപയോഗത്തെക്കുറിച്ച് ഞാൻ പ്രത്യേകിച്ച് പറയേണ്ട കാര്യമൊന്നുമില്ലല്ലോ. ഈ പില്ലിന് പകരം എന്തായാലും ഈ കത്തിയോ ഇവിടെ ഇരിക്കുന്ന ഒന്നും ആവില്ല എന്ന് എനിക്കറിയാം. എനിക്ക് ആ പാവയ്ക്ക് വേണം. ഈ സമയത്ത് ശരിക്കും ഞെട്ടിയത് ആ ചെറുപ്പക്കാരനാണ്. അവന്റെ കൈവശമുള്ള നല്ലൊരു സാധനമാണ് ആ പാവയ്ക്ക് പകരമായി അവൻ കൊടുക്കാൻ കൊണ്ടുവന്നത്. ഇപ്പൊ ഇതാ ആ കത്തിയേക്കാൾ സംഭവബഹുലമായ ഒരു സംഭവം ഇതാ ഒരാള് അവതരിപ്പിക്കുകയാണ്. ആ ചെറുപ്പക്കാരൻ പെട്ടെന്ന് മാർക്ക് ഫെല്ലർ ചോദിച്ചു, ഏയ്, നിങ്ങളെന്താ ഈ കാണിക്കുന്നത്? ഞാൻ വാങ്ങാൻ പോയ സാധനം വെറും ഒരു പില്ല് കാണിച്ച് വാങ്ങിക്കാൻ പോവുകയാണ്. ആരാ നിങ്ങൾ? അങ്ങനെ ആ ചെറുപ്പക്കാരൻ ചോദിച്ചതും മീശ ആ ചെറുപ്പക്കാരനെ അവഗണിച്ചിട്ട് കടക്കാരനോട് പറഞ്ഞു, ഇത് ഡിവൈൻ ആൽക്കെമിസ്റ്റ് പവലിയനിലെ എൽഡറാണ്. ഡിവൈൻ ആൽക്കെമിസ്റ്റ് പവലിയൻ എൽഡറോ? ഡിവൈൻ പർപ്പിൾ പിൽ ഉണ്ടാക്കാൻ ഡിവൈൻ ആൽക്കെമിസ്റ്റ് പവലിയന് മാത്രമേ പറ്റൂ. അവിടെയുള്ള സീനിയർ ആയിട്ടുള്ള ഒരു ആൽക്കെമിസ്റ്റ് ആണ്
ഇപ്പോൾ ആ കടക്കാരന്റെ മുന്നിൽ നിൽക്കുന്നതെന്ന് കടക്കാരന് മനസ്സിലായി. കടക്കാരൻ അതിശയത്തോടെ മീശയോട് ചോദിച്ചു, അപ്പോൾ ഇദ്ദേഹത്തിന്റെ പേര്? ഇത് മാർക്ക് ഫെല്ലർ. മാർക്ക് ഫെല്ലർ എന്ന പേര് സകലരും കേട്ടിട്ടുള്ള പേരാണ്. മാർക്ക് ഫെല്ലറോ? അറിയാതെ കടക്കാരൻ ചോദിച്ചു പോവുകയാണ്. അയാൾ അങ്ങനെ ചോദിച്ചതും മാർക്ക് ആ കടക്കാരനോട് പറഞ്ഞു, ഈ പില്ല് മതിയാകില്ലേ ഈ പാവയ്ക്ക് പകരമായിട്ട്? ഉറപ്പായിട്ടും. ആ ഹെവൻലി സീക്രട്സിന്റെ യങ് മാസ്റ്ററെ അവഗണിച്ചുകൊണ്ട് ആ കടക്കാരൻ ആ ഗുളിക കയ്യിൽ വാങ്ങിച്ചിട്ട് ആ പാവയ്ക്ക് മാർക്ക് ഫെല്ലറുടെ കയ്യിലേക്ക് കൊടുത്തു. ഈ കാഴ്ച കണ്ട യങ് മാസ്റ്റർ ലൂമാൻ മാർക്കിനോട് പറഞ്ഞു, ഏയ് മാർക്ക് ഫെല്ലർ, നിങ്ങൾ ശരിക്കും തെറ്റാണ് ഈ ചെയ്യുന്നത്. സുഹൃത്തെ, ഇവിടെ ഈ കടയിൽ ഒരു നിയമമുണ്ട്. കടക്കാരന് സാധനങ്ങൾ വിൽക്കാൻ താല്പര്യമുള്ള ആർക്ക് വേണമെങ്കിലും സാധനം വിൽക്കാം. അയാൾക്ക് ആ സാധനം വിൽക്കാൻ അയാൾക്ക് ഇഷ്ടപ്പെട്ട എന്തെങ്കിലും ഒരു സാധനം കിട്ടിയാൽ മതി. എൻ്റെ ഗുളിക അയാൾക്ക് ഇഷ്ടപ്പെട്ടു, അയാൾ അതിന് പകരമായി അയാളുടെ കടയിലുള്ള ഒരു സാധനം എനിക്ക് നൽകി. ഇവിടെ തെറ്റ് എന്താണെന്നാണ് എനിക്ക് മനസ്സിലാവാത്തത്. മാർക്ക് ഫെല്ലർ വളരെ ശാന്തമായി അങ്ങനെ പറഞ്ഞതും ആ ചെറുപ്പക്കാരൻ മാർക്ക് ഫെല്ലറോട് പറഞ്ഞു, ഏയ് മാർക്ക് ഫെല്ലർ, നിങ്ങളെക്കുറിച്ച് ഞാൻ കേട്ടിട്ടുണ്ട്. നിങ്ങൾ ഈ ന്യൂ സെലസ്റ്ററിലെ അരിസ്റ്റോക്രാറ്റിക് കുടുംബങ്ങളുമായിട്ടൊക്കെ ഉടക്കുന്ന കാര്യം എനിക്കും അറിയാം. നിങ്ങൾ ജിങ്ദു മാർഷൽ ആർട്സ് അസോസിയേഷനുമായി പ്രശ്നമുണ്ടാക്കുന്നതും എനിക്കറിയാം. അവരോടൊക്കെ ഉടക്കുന്ന ശൈലിയിൽ ഞങ്ങൾ ഹെവൻലി സീക്രട്സിനോട് ഉടക്കാനാണ് നിങ്ങൾ ഉദ്ദേശിക്കുന്നതെങ്കിൽ മിസ് മാർക്ക് ഫെല്ലർ, നിങ്ങൾ ബുദ്ധിമുട്ടും. ശരിക്കും ഒരു ഭീഷണി അവൻ്റെ ആ ശബ്ദത്തിലുണ്ട്. അത് മനസ്സിലാക്കിക്കൊണ്ട് തന്നെ മാർക്ക് ഫെല്ലർ അവനോട് പറഞ്ഞു, ഏയ് നീ ആരാ എന്നൊന്നും എനിക്ക് അറിയത്തില്ല, ആരാന്ന് എനിക്ക് അറിയുകയും വേണ്ട. ഇവിടെ ഞാൻ ഈ പാവയ്ക്ക വാങ്ങിച്ചു കഴിഞ്ഞു. ഈ പാവയ്ക്ക എൻ്റെ സ്വന്തമാണ്. ഇതിനു വേണ്ടിയാണ് നീ എന്നോട് സംസാരിക്കാൻ ശ്രമിക്കുന്നതെങ്കിൽ സോറി, എനിക്ക് കേൾക്കാൻ താല്പര്യമില്ല. അത് കേട്ടതും യങ് മാസ്റ്റർ ഓഫ് ഹെവൻലി സീക്രട്സ് ലൂമാൻ, യങ് മാസ്റ്റർ ലൂമാൻ മാർക്കിനോട് പറഞ്ഞു, മാർക്ക് ഫെല്ലർ, ഞാൻ വീണ്ടും പറയുന്നു, ഞാൻ ആഗ്രഹിച്ച ആ പാവയ്ക്ക എനിക്ക് നീ നൽകിയാൽ നിനക്ക് വേറെ സാധനങ്ങൾ ഞാൻ നൽകാം. അതല്ല ധിക്കാരമായിട്ട് നീ അത് കൊണ്ടുപോകാനാണ് ഉദ്ദേശിക്കുന്നെങ്കിൽ മാർക്ക് ഫെല്ലർ, നീ അനുഭവിക്കും. ശരിക്കൊരു ഭീഷണി തന്നെ ലൂമാൻ മുന്നോട്ട് വയ്ക്കുകയാണ്. ലൂമാൻ ഒന്ന് നോക്കിയിട്ട് മാർക്ക് ഫെല്ലർ ഒന്നും പറയാതെ മീശയ്ക്കും ഷീക്കൊപ്പം പുറത്തേക്ക് നടന്നു. ശരിക്കും ഒരു ദേഷ്യം ലൂമാന് വരുന്നുണ്ട്. പക്ഷെ അവൻ തൽക്കാലം മാർക്ക് ഫെല്ലറെ ആക്രമിക്കാമെന്ന് മടിച്ചതാണ്. ഒരു മാർക്യൂസായ ലൂമാന് മാർക്ക് ഫെല്ലറെ നേരിടാൻ പറ്റും, അതവൻ അറിയാം. പക്ഷെ ആ കടക്കകത്ത് വെച്ച് ഒരു ആക്രമണം മാർക്ക് ഫെല്ലർക്ക് നേരെ വേണ്ട എന്നൊരു തോന്നൽ അവനുണ്ട്. അവൻ്റെ കൂടെയുള്ള ചെറുപ്പക്കാരും ഒക്കെ ലൂമാന്റെ അതേ മൈൻഡ് സെറ്റ് ഉള്ളവരാണ്. മാർക്ക് ഫെല്ലറും മീശയും ഷെയും കൂടി ആ വാതിൽ കഴിഞ്ഞ് പുറത്തേക്ക് പോകുമ്പോൾ ലൂമാൻ കൂടെയുള്ളവരോട് പറഞ്ഞു, അവനെ വെറുതെ വിടരുത്, അവനെ ഒരു പാഠം പഠിപ്പിക്കേണ്ടിയിരിക്കുന്നു. അങ്ങനെ ലൂമാൻ പറഞ്ഞതും ലൂമാന്റെ കൂടെയുള്ള ചെറുപ്പക്കാരൊക്കെ ആ കാര്യം അംഗീകരിക്കുകയാണ്. എന്തായാലും മാർക്ക് ഫെല്ലറും ഷിയാവും മീശയും കൂടി തിരിച്ച് അവരുടെ ആ മാൻഷനിലെത്തി. ജിങ്ദു മാർഷൽ ആർട്സ് അക്കാഡമിയുടെ ആ കോമ്പൗണ്ടിനകത്തുള്ള അനവധി വീടുകളിൽ ഒന്നാണ് മാർക്ക് ഫെല്ലർ താമസിക്കുന്ന വീട്. മാർക്ക് ഫെല്ലറിന്റെ വീടിന് സമീപത്താണ് ജിനിയാവോയുടെ ആ വസതി ഉള്ളത്. മാർക്ക് ഫെല്ലർ വീട്ടിലെത്തിയതും മീശ മാർക്ക് ഫെല്ലറോട് ചോദിച്ചു, മാർക്ക്, ആ പാവയ്ക്ക എടുത്ത് ഒന്ന് നോക്കട്ടെ. മീശ നേരത്തെ തന്നെ വളരെ കൗതുകത്തോടുകൂടി ആ പാവയ്ക്ക നോക്കുന്നത് മാർക്ക് കണ്ടിരുന്നു. അതുകൊണ്ട് തന്നെ മാർക്ക് ഒന്നും പറയാതെ ആ പാവയ്ക്ക എടുത്ത് മീശയുടെ കയ്യിലേക്ക് കൊടുത്തു. മീശയുടെ കയ്യിലേക്ക് ആ പാവയ്ക്ക കിട്ടിയതും മീശ കൗതുകത്തോടെ ആ പാവയ്ക്കയുടെ പുറത്ത് പതുക്കെ ഒന്ന് തൊടുകയാണ്. ശരിക്കും അയാൾ ആ പാവയ്ക്ക് പതുക്കെ തലോടി തുടങ്ങിയപ്പോൾ ആ പാവയ്ക്ക് പതുക്കെ പ്രകാശിച്ചു തുടങ്ങുകയാണ്. ആ പാവയ്ക്കയോട് മീശയ്ക്കുള്ള താല്പര്യം കണ്ടതുകൊണ്ടാണ് യഥാർത്ഥത്തിൽ മാർക്കിന്റെ കയ്യിലിരുന്ന ആ ഡിവൈൻ പർപ്പിൾ പില്ല് കൊടുത്ത് ആ പാവയ്ക്ക വിലയ്ക്ക് വാങ്ങിച്ചത്. വിലയ്ക്ക് വാങ്ങിക്കുന്ന സമയത്തും മാർക്കിന് ആ പാവയ്ക്കയുടെ ശേഷി എന്താണെന്ന് ശരിക്കും അറിയില്ലായിരുന്നു എന്നാണ് സത്യം. അതുകൊണ്ട് തന്നെയാണ് മാർക്ക് കൗതുകത്തോടെ മീശയുടെ ആ പ്രവൃത്തി നോക്കിയത്. ആ പാവയ്ക്കിൽ നിന്ന് പ്രകാശം വരുന്ന കണ്ടതും ഷീക്കും മാർക്കിനും ഒരേപോലെ അത്ഭുതം. മാർക്ക് മീശയോട് ചോദിച്ചു, മീശ, ഇതെന്താ സംഭവം? മാർക്ക്, ഇത് ശരിക്കും ഡിവൈനാണ്. ഡിവൈനോ? അതെ, ഇത് ദൈവികമായ ഒരു സംഭവമാണ്. കണ്ടാൽ പാവയ്ക്കാണെന്ന് പറയും, പക്ഷേ യഥാർത്ഥത്തിൽ ഇത് അതിശക്തമായ പവറുള്ള ഒരു സംഭവമാണ്. അതിശക്തമായ പവറോ? അതെ മാർക്ക്, ഇതിന്റെ പവർ എത്രയും നമുക്ക് പറയാൻ കഴിയില്ല. മാർഷൽ സെയിന്റ് വെപ്പണേക്കാൾ പവറാണോ? പെട്ടെന്ന് മാർക്ക് ചോദിച്ചു പോയാണ്. മാർക്ക്, മാർഷൽ സെയിന്റ് വെപ്പണെന്നും ഇതിനു മുന്നിൽ ഒന്നുമല്ല. മാർഷൽ സെയിന്റ് വെപ്പണേക്കാൾ ശക്തമായ
പവറാണ് ആ പാവയ്ക്കൊക്കെ ഉള്ളതെന്ന് കേട്ടപ്പോൾ മാർക്ക് ഫെല്ലർക്ക് അങ്ങോട്ട് വിശ്വസിക്കാൻ പറ്റുന്നില്ല. മാർക്ക് മീശയോട് പറഞ്ഞു, മീശ അങ്ങനെയാണെങ്കിൽ നമുക്കൊന്ന് ടെസ്റ്റ് ചെയ്യാം. മാർക്ക്, ഇത് ഉപയോഗിക്കുന്ന ആളിൻ്റെ കപ്പാസിറ്റി അനുസരിച്ച് ഇതിൻ്റെ ശക്തിയിൽ മാറ്റം ഉണ്ടാവും. മാർക്ക് ഇത് ഉപയോഗിച്ച് നോക്ക്. വേണ്ട വേണ്ട മീശ ഉപയോഗിച്ചാൽ മതി. മീശ ആ പാവയ്ക്കയുടെ ശക്തി ഏറ്റവും നേരെ ഒന്ന് തിരിച്ചു വിടും. മാർക്ക് എന്തായി പറയുന്നത്? ഈ പാവയ്ക്ക് അതിശക്തമാണ്, ഇതിന്റെ ശക്തിയെ തടുക്കാൻ മാർക്കിന് പറ്റത്തില്ല. മീശ അതൊക്കെ ഞാൻ നോക്കിക്കൊള്ളാം. മാർക്ക് ശ്രദ്ധിക്കണേ. അങ്ങനെ മീശ പറഞ്ഞിട്ട് മീശ അല്പം പുറകോട്ട് മാറി. മീശ ഷിയോട് പറഞ്ഞു, ഷിയ മാറിക്കേ. മീശയുടെ പുറകിലേക്ക് ഷിയെ മാറ്റിയതിനു ശേഷം മീശ ആ പാവയ്ക്ക് കയ്യിലെടുത്തു. മാർക്കിനോടായി മീശ പറഞ്ഞു, മാർക്ക് ശരിക്കും പവർഫുൾ ആണ്, ബി കെയർഫുൾ. അങ്ങനെ വീണ്ടും മീശ പറഞ്ഞതും മാർക്കിന്റെ ബോഡിക്ക് ചുറ്റുമായി ആ സെയിൻലി ടെക്നിക്ക് ആക്ടിവേറ്റ് ചെയ്തു. അതും ലെവൽ 3. മീശ ശരിക്കും കാര്യമായി മാർക്കിനെ ഉപദേശിക്കുന്നതുകൊണ്ട് ഒരു റിസ്ക് എടുക്കാനും മാർക്ക് തയ്യാറായിരുന്നില്ല. മാർക്കിന്റെ ബോഡിക്ക് ചുറ്റുമായി ആ 3 സുവർണ വലയങ്ങൾ പൂർത്തീകരിച്ചതും ശരിക്കും ശക്തമായ ഒരു ഡിഫൻസ് മാർക്കിന് ഉണ്ടായിക്കഴിഞ്ഞു. ആ ഡിഫൻസ് ഉണ്ടായിക്കഴിഞ്ഞതും മാർക്ക് മീശയോട് പറഞ്ഞു, മീശ ആക്ടിവേറ്റ് ചെയ്തു. അങ്ങനെ മാർക്ക് പറഞ്ഞതും മീശ ആ പാവയ്ക്ക് ഒന്ന് മുന്നോട്ട് നീക്കി. ശരിക്കും ആ പാവയ്ക്ക് മുന്നോട്ട് നീക്കിയത് ആ പാവയ്ക്കിൽ നിന്ന് ശക്തമായ ഒരു പ്രകാശം മാർക്ക് ഫെല്ലർക്ക് അതിവേഗം പാഞ്ഞു വന്നു. ആ പ്രകാശം മാർക്കിന്റെ അടുത്തേക്ക് പോകുമ്പോൾ ശരിക്കും ഷീയുടെയും അതുപോലെ മീശയുടെയും കണ്ണു മങ്ങി എന്ന് പറയാം. അത്ര പ്രകാശമാണ് മാർക്ക് ഫെല്ലർക്ക് നേരെ ഇടിച്ചത്. മാർക്ക് ഫെല്ലറുടെ ബോഡിക്ക് ചുറ്റുമുള്ള ആ ഗോൾഡൻ സെയിൻലി ടെക്നിക്കിന്റെ മുന്നിലേക്ക് ആ പ്രകാശം വന്ന് ഇടിച്ചതും ശരിക്കും ഒരു വലിയ തരംഗം തന്നെ അതിന്റെ ഫലമായിട്ടുണ്ടായി. ആ പ്രകാശവും ശബ്ദ തരംഗങ്ങളും അതിവേഗം ചുറ്റും വ്യാപിച്ചതോടുകൂടി മാർക്ക് ഫെല്ലർ താമസിക്കുന്ന ആ വസതി തവിട് പൊടിയായി താഴേക്ക് വീണു. അതേ വേഗതയിൽ ആ പ്രകാശവും ശബ്ദവും തൊട്ടടുത്തുള്ള ആ ബിൽഡിങ്ങിലേക്ക് ഇടിച്ചു കയറി. തൊട്ട് അടുത്തുള്ള ബിൽഡിംഗ് ജിനിയാവോ ബ്ലാക്കിന്റെ ബിൽഡിംഗ് ആണ്. ആ ബിൽഡിങ്ങും പെട്ടെന്ന് തകർന്ന് താഴെ വീണു. ആ ബിൽഡിങ്ങിനകത്തുണ്ടായിരുന്ന ജിന്യാവോയും അയാളുടെ ശിഷ്യന്മാരും ഭയന്ന് വീടിന് പുറത്തേക്ക് ഓടി വരുമ്പോൾ അവർ കാണുന്നത് സമീപത്തുള്ള മാർക്കിന്റെ വീടും തകർന്നു കിടക്കുന്നതാണ്. അവിടെ മാർക്ക് ഫെല്ലറും മീശയും ഷിയാവുമാണ് നിൽക്കുന്നത്. എന്താണ് സംഭവിച്ചതെന്ന് ജിന്യാവോയ്ക്ക് ഒരു പിടിയില്ല. ജിന്യാവോ ഉറക്കെ മാർക്കിനോട് ചോദിച്ചു, മാർക്ക് എന്തായത്? ജിന്യാവോ അങ്ങനെ ചോദിക്കുമ്പോഴാണ് ശരിക്കും മാർക്ക് ഫെല്ലറും മീശയും ഷിയൊക്കെ സ്വബോധത്തിലേക്ക് മടങ്ങി വരുന്നത്. കണ്ണഞ്ചിക്കുന്ന വേഗതയിലാണ് യഥാർത്ഥത്തിൽ അവിടെ പലതും സംഭവിച്ചത്. ചുവരുകളും ചുറ്റുമുള്ള സംഭവങ്ങളൊക്കെ തകർന്ന് തരിപ്പണമായിരിക്കുകയാണ്. മാർക്ക് ഫെല്ലറും മീശയും ഷിയും ചുറ്റും ഒന്ന് കണ്ണോടിച്ചു. അവരുടെ ആ വസതി ഇത് തകർന്ന് തരിപ്പണമായി കിടക്കുകയാണ്. മാർക്ക് നീ എന്താ ചെയ്തേ? ജിന്യാവോ വീണ്ടും ചോദിക്കുകയാണ്. മാർക്ക് ജിന്യാവോടെ പറഞ്ഞു, ഒന്നുമില്ല. മാർക്ക് നീ എന്റെ വീട് നശിപ്പിച്ചിരിക്കുകയാണ്. ജിന്യാവോ അതിന് നഷ്ടപരിഹാരം വേണമെങ്കിൽ അത് ചോദിച്ച പോരെ, ബഹളമുണ്ടാക്കേണ്ട കാര്യം എന്താ? മാർക്ക് ഇങ്ങനെ എടുത്ത് ചോദിച്ചപ്പോ ജിന്യാവോ ശരിക്കും വിറയ്ക്കുകയാണ്. പക്ഷെ ആ സമയത്ത് ജിന്യാവോയ്ക്ക് മാർക്കിനടുത്തേക്ക് പാഞ്ഞെന്ന് മാർക്കിനൊന്ന് ഇടിക്കണമെന്നുണ്ട്. പക്ഷേ അയാൾക്ക് ഒരു മടി. അതിന്റെ കാരണം മാർക്കിന്റെ അടുത്ത് നിൽക്കുന്ന ഷിയ ഊവാണ്. 2 ദിവസം മുമ്പ് അയാൾ ഷിയെ ആഞ്ഞെന്ന് അടിച്ചതിന്റെ റിസൾട്ട് അയാൾ അനുഭവിച്ചതാണ്. ഒരു ഭയം ഷിയെ കാണുമ്പോൾ ജിന്യാവോയ്ക്ക് അനുഭവപ്പെടുന്നുണ്ട്. ജിന്യാവോയും അയാൾ ശിഷ്യന്മാരും എന്ന് ചെയ്യണമെന്നറിയാതെ നിൽക്കുമ്പോൾ മാർക്ക് ഫെല്ലർ മീശയും ഷിയും വിളിച്ചുകൊണ്ട് ആ പൊളിഞ്ഞ വീടിന്റെ ഒരു ഭാഗത്തേക്ക് മാറി. ആ ഭാഗത്ത് നിന്നാൽ ജിന്യാവോയ്ക്കും ടീമിനും അവരെ കാണാൻ പറ്റും. ശരിക്കും ആ വീടിങ്ങനെ പൊളിഞ്ഞു വീണ് കിടക്കുകയാണ്. ആ പൊളിഞ്ഞു വീണ് കിടക്കുന്ന ഭാഗത്തേക്ക് മാറിയ മാർക്ക് ഫെല്ലർ മീശയോട് പറഞ്ഞു, മീശ ഈ പാവയ്ക്ക് മീശ വെച്ചു. മാർക്ക് എന്തായി പറയുന്നത്? ഇത് ശരിക്കും ശക്തിയുള്ള ഒരു മാന്ത്രിക സംഭവമാണ്. ഇത് മാർക്ക് ശരിക്കും ഉപയോഗപ്പെടുന്ന സാധനമാണ്. മീശ എനിക്ക് ഉപയോഗപ്പെടുമോ എന്നുള്ളതല്ല വിഷയം. ഞാനിത് മീശയ്ക്ക് തരാൻ വേണ്ടി വാങ്ങിച്ചതാണ്. അത് കേട്ടപ്പോൾ മീശ വല്ലാണ്ടായി. മീശയ്ക്ക് അറിയാം ആ 10,000 year old ഹെർബ്സിൽ നിന്ന് ഉണ്ടാക്കിയെടുത്ത ആ പർപ്പിൾ നിറത്തിലുള്ള ഡിവൈൻ പില്ല് കൊടുത്തിട്ട് മാർക്ക് ആ പാവയ്ക്ക് വാങ്ങിച്ചതെന്ന്. ലോകത്ത് അപൂർവം ആളുകൾക്ക് മാത്രം ഉണ്ടാക്കാൻ കഴിയുന്ന ആ ഡിവൈൻ പില്ലിന് ഒരുപാട് ഉപയോഗമുണ്ട്. ആ ഗുളിക കൊടുത്ത് വാങ്ങിയ ആ പാവയ്ക്ക് ശരിക്കും മാർക്കിന് അർഹതപ്പെട്ടതാണ്. പക്ഷെ മാർക്ക് മീശയോട് തീർത്തു പറയുകയാണ്, മീശ തന്നെ ഇത് വെച്ചേക്ക്. അത് കയ്യിൽ വാങ്ങിച്ച മീശ അല്പനേരം ആ പാവയ്ക്കൽ നോക്കി നിന്നിട്ട് മാർക്കിനോട് പറഞ്ഞു, മാർക്ക് നിനക്ക് ശരിക്കും ഇതിന്റെ വില എന്താണെന്ന് അറിയില്ല, അതുകൊണ്ടാ നീ എനിക്കിത് നൽകിയത്. മീശ
അതിന് എന്ത് വിലയുണ്ട് എന്നുള്ളത് എൻ്റെ പ്രശ്നമല്ല. ഞാനത് എൻ്റെ സുഹൃത്തിന് നൽകിയതാണ്. അതെൻ്റെ ഉപഹാരമാണ്. മാർക്ക് അങ്ങനെ തീർത്ത് പറഞ്ഞപ്പോൾ മീശ ഒരു നിമിഷം നിശബ്ദനായി നിന്നു. അതിനുശേഷം മാർക്കിനോട് പറഞ്ഞു, മാർക്ക്, സത്യത്തിൽ ഞാൻ നിന്നോട് ഒരുപാട് കടപ്പെടുകയാണ്. രണ്ടുപേരും പരസ്പരം വിട്ടുവീഴ്ചയ്ക്ക് തയ്യാറാകുന്ന നല്ലൊരു സൗഹൃദ കാഴ്ചയാണ് ഷിയാവു അവിടെ കണ്ടത്. ആ ദിവസം പെട്ടെന്നങ്ങ് കടന്നുപോയി. അവര് താമസിക്കാനായി മറ്റൊരു വീട് അവിടുത്തെ അക്കാഡമി ഉദ്യോഗസ്ഥരുടെ സഹായത്താൽ കണ്ടുപിടിച്ചു. അവർ സ്വാഭാവികമായിട്ട് എന്ത് സംഭവിച്ചു എന്നൊക്കെ തിരക്കി. എങ്ങനെയോ ആ വീട് ഇടിഞ്ഞു വീണു എന്നാണ് അവർ അത് നൽകിയ മറുപടി. അതിനകത്ത് അവർ പ്രാക്ടീസ് ചെയ്തതിൻ്റെ ഫലമായിട്ട് വീട് ഇടിഞ്ഞു എന്ന് പറയാൻ അവർക്ക് പറ്റത്തില്ലല്ലോ. പിറ്റേ ദിവസം ഏകദേശം ഒരു ഉച്ച കഴിഞ്ഞപ്പോൾ മാർക്ക് ഫെല്ലർക്ക് ഒരു കോള് വന്നു. കോള് വിളിച്ചത് ഷിയ ഹാങ് ആണ്. ഷിയ ഹാങ് മാർക്കിനോട് പറഞ്ഞു, മാർക്ക്, നീ എങ്ങോട്ടെങ്കിലും രക്ഷപ്പെട്ടോ? ഏയ് ഷിയ, എന്താ നീ പറയുന്നേ? മാർക്ക്, ആ ഗ്രാനിക്കുൻ ബ്ലാക്കി കൊണ്ട് എങ്ങോട്ടോ പോയിട്ടുണ്ട്. എനിക്ക് ഉറപ്പാണ് ബ്ലാക്കിയുടെ ശക്തി വർദ്ധിപ്പിക്കാനാണ് ഗ്രാനിക്കുൻ ബ്ലാക്കിയെ കൊണ്ടുപോയതെന്ന്. മാർക്ക്, ബ്ലാക്കിക്ക് ശക്തി കൂടിയാൽ അത് പ്രശ്നമാകും. ഷിയ ഹാങ് ശരിക്കും സംഭവങ്ങൾ വിലയിരുത്തിയിട്ടാണ് മാർക്കിനോട് അങ്ങനെ പറഞ്ഞത്. ഷിയ ഹാങ് അത് പറഞ്ഞതും മാർക്ക് ഷിയ ഹാങ്ങിനോട് ചോദിച്ചു, അല്ല ഷിയ, എന്താ പറയാൻ കാരണം? മാർക്ക്, ഒരു ദിവസം മുമ്പേ ഗ്രാനിക്കുൻ കോൺഫറൻസ് റൂമിൽ വെച്ച് ഹൈറപ്സിനോട് സംസാരിച്ചിരുന്നു. ആ സമയത്ത് ആ കോൺഫറൻസ് ഹാളിലേക്ക് അടക്കാൻ എനിക്ക് അനുവാദം ഉണ്ടായിരുന്നില്ല. ഗ്രാനിക്കുൻ ആ ഹൈറപ്സിനോട് സംസാരിച്ചതിന് ശേഷമാണ് ഗ്രാനിക്കുനെ കാണാതായത്. ഗ്രാനിക്കുനെ മാത്രമല്ല ബ്ലാക്കിയും. അവർ രണ്ടുപേരും ഹൈറപ്സ് പറഞ്ഞ ഏതോ സ്ഥലത്തേക്ക് പോയിരിക്കുകയാണ്. ബ്ലാക്കിയും കൊണ്ട് ഗ്രാനിക്കുൻ പോയത് ബ്ലാക്കിയുടെ ശക്തി വർദ്ധിപ്പിക്കാനാകണം. അക്കാര്യത്തിൽ എനിക്ക് ഒരു സംശയമൊന്നുമില്ല. ഗ്രാനിക്കുൻ ബ്ലാക്കിയുടെ ശക്തി വർദ്ധിപ്പിക്കാനായി ഏതോ ഒരു രഹസ്യ സങ്കേതത്തിലേക്ക് പോയിരിക്കുകയാണ്. ആ രഹസ്യ സങ്കേതത്തിലേക്ക് പോകുന്നതിന് മുന്നേ അവർ ഹൈറപ്സിനോട് സംസാരിച്ചിട്ടുമുണ്ട്. ഈ കാര്യങ്ങൾ ഷിയ ഹാങ്ങിന് അറിയാം. അതാണ് ഷിയ ഹാങ് മാർക്കിനോട് പങ്കുവച്ചത്. ഷിയ ഹാങ് പറഞ്ഞ കാര്യങ്ങളെ കേട്ടതിന് ശേഷം മാർക്ക് ഷിയ ഹാങ്ങിനോട് പറഞ്ഞു, ഷിയ, ഒരു കാരണവശാലും ഞാൻ ഇവിടെ നിന്ന് ഒളിച്ചോടില്ല. എനിക്ക് ലഭിക്കുന്ന ഏക ചാൻസാണ് ബ്ലാക്കിയുമായിട്ടുള്ള ആ ഫൈറ്റ്. മാർക്ക് പറഞ്ഞുകൊണ്ട് വരുന്നത് എന്താണെന്ന് ഷിയ ഹാങ്ങിന് നന്നായിട്ട് അറിയാം. മാർക്കിനെ ബ്ലാക്കിയെ തോൽപ്പിച്ചാൽ മാത്രമേ എമിലി ബ്ലാക്കിനെ കാണാനുള്ള അവസരം കിട്ടൂ. എമിലി ബ്ലാക്ക് അടയ്ക്കപ്പെട്ടിരിക്കുന്ന സ്ഥലത്തേക്ക് മാർക്കിന് പ്രവേശനം കിട്ടണമെങ്കിൽ മാർക്ക് ബ്ലാക്കിയെ തോൽപ്പിക്കണം. അക്കാര്യം മാർക്കിനും അറിയാം, അതുപോലെ ഷിയ ഹാങ്ങിനും അറിയാം. അത് അറിഞ്ഞിട്ട് തന്നെയാണ് ഷിയ ഹാങ് മാർക്കിനോട് അവിടുന്ന് രക്ഷപ്പെടാൻ ആവശ്യപ്പെട്ടത്. പക്ഷെ മാർക്ക് തീർത്തു പറഞ്ഞതോടുകൂടി ആ വിഷയം അവിടെ അവസാനിച്ചു. അടുത്ത 2 ദിവസം അതിവേഗം കടന്നുപോയി. 3-ാം ദിവസം രാവിലെ സകല ജനങ്ങളും ആ ജിങ്ദു മാർഷൽ ആർട്സ് അസോസിയേഷന് സമീപത്തുള്ള ജിങ്ദു മൗണ്ടനിലേക്ക് വന്നിരിക്കുകയാണ്. അതിമനോഹരമായ ഒരു മലയാണ് ഈ ജിങ്ദു മൗണ്ടൻ. ന്യൂസ് സെലസിന് ആദ്യത്തെ പേര് തന്നെ ജിങ്ദു എന്നാണ്. ഈ ജിങ്ദു മൗണ്ടനുമായി കണക്ട് ചെയ്തുകൊണ്ടാണ് അങ്ങനെ ഒരു പേരുണ്ടായത് തന്നെ. പിന്നീട് രാജ്യ തലസ്ഥാനമായി ജിങ്ദു പട്ടണത്തെ മാറ്റിയപ്പോഴാണ് പേര് ന്യൂ സെലസ്റ്റർ ആകുന്നത്. ആ ജിങ്ദു മൗണ്ടനിലേക്ക് എല്ലാ മേഖലകളിൽ നിന്ന് ആളുകൾ ഒഴുകിയെത്തുകയാണ്. ഒഴുകിയെത്തുന്ന ആളുകളെല്ലാം തന്നെ മാർഷൽ ആർട്സുമായി ബന്ധപ്പെട്ടവരാണ്. മാർഷൽ ആർട്സ് അക്കാഡമിയുടെ എല്ലാ ആളുകളും രാവിലെ തന്നെ എത്തിക്കഴിഞ്ഞു. വിൽമൗണ്ട് ശരിക്കും ആവേശത്തിലാണ്. എത്തിയ ആളുകളുടെ കൂട്ടത്തിൽ സാക്ഷാൽ ഹാൻ വിൽമൗണ്ടുമുണ്ട്. ഹാൻ വിൽമൗണ്ട് എത്തിയപ്പോൾ അവിടെയുള്ള ജനത്തെ കണ്ട് അവൻ ആകെ ഞെട്ടിയെന്ന് പറയാം. ഒരു 10,000 ആളുകളെങ്കിലും അവിടെ തടിച്ചു കൂടിയിട്ടുണ്ട്. ജിങ്ദു മാർഷൽ ആർട്സ് അസോസിയേഷന്റെ ചരിത്രത്തിൽ ഇത്രയും ആളുകൾ തടിച്ചു കൂടുന്ന ഒരു ഫൈറ്റ് ആദ്യമാണ്. നേരത്തെ ബ്ലാക്കിയും ജിയാങ് ഹെയും തമ്മിലുള്ള ആ ഫൈറ്റ് കാണാൻ പോലും ഇത്രയും ആളുകൾ എത്തിയിട്ടുണ്ടായിരുന്നില്ല. ഇതിപ്പോ ഒരു സംഭവമായിരിക്കുകയാണ്. പൈറോയിലെ മുഴുവൻ മാർഷൽ ആർട്ടിസ്റ്റുകളും ന്യൂസ് സെലസിലെ ആ ജിങ്ദു മലയിലേക്ക് എത്തിയിരിക്കുകയാണ്. വിശാലമായ ഒരു ഫൈറ്റിംഗ് ഏരിയയാണ് അവിടെ ഉള്ളത്. ആ ഫൈറ്റിംഗ് ഏരിയയുടെ 4 ഭാഗത്തുമായി മല അങ്ങനെ നിരന്നു കിടക്കുകയാണ്. ആ മലയുടെ പല ഭാഗത്തായി ആളുകൾ നിരന്നിരിക്കുകയാണ്. അതിരാവിലെ തന്നെ എത്തിയ ആളുകളുണ്ട്. ഒരു കാരണവശാലും അവിടെ നടക്കാൻ പോകുന്ന ഫൈറ്റ് മിസ്സാകരുതെന്ന് നിർബന്ധമുള്ള ആളുകളാണ് ഒഴുകിയെത്തിയിരിക്കുന്നത്. ഈ കാഴ്ച കണ്ട ഹാൻ വിൽമൗണ്ട് വളരെ അസ്വസ്ഥനാവുകയാണ്. ഈ കാഴ്ച സ്വാഭാവികമായും മാർക്ക് ഫെല്ലറുമായി കണക്റ്റഡ് ആണ്. മാർക്ക് ഫെല്ലർ അവനേക്കാൾ ഒരുപാട് ദൂരം വളർന്നിരിക്കുന്നുവെന്ന് പറയാതെ പറയുകയാണ് ആ ആൾക്കൂട്ടം. മാർക്ക് സകല സ്ഥലത്തും തന്നെ ഇതാ തോൽപ്പിക്കുകയാണ്. എമിലി ബ്ലാക്കിന്റെ കൺമുമ്പിൽ വെച്ച് അവനെ ചവിട്ടി അരയ്ക്കണമെന്നാണ് യഥാർത്ഥത്തിൽ ഹാൻ വിൽമൗണ്ട് കരുതിയിരുന്നത്. പക്ഷെ സംഭവിച്ച കാര്യം അവൻ ആലോചിക്കാൻ പോലും പറ്റാത്തതാണ്. അവന്റെ എമിലി ബ്ലാക്കിനെ മുന്നിലിട്ട് മാർക്ക് ഫെല്ലർ അവനെ പട്ടി തല്ലിപ്പോലെ തല്ലുകയായിരുന്നു. ഒരു തവണയല്ല,
2 തവണ. ഒരു പ്രാവശ്യം ബ്ലാക്ക് കുടുംബത്തിന് വസതി വെച്ചും, രണ്ടാമത്തെ തവണ ആ ജയിലിനകത്ത് വെച്ചും അവന് പൊതിരെ തല്ലി കിട്ടി. ആ സംഭവങ്ങളൊക്കെ ഹാൻ വിൽമോണ്ടിന്റെ മനസ്സിലേക്ക് ഇങ്ങനെ കടന്നു വരികയാണ്. ഈ സമയത്ത് അവിടെ അനവധി ആളുകളുണ്ട്. യാവോ മെങ്ങും കോങ് യാനിക്കും ഹു സഹോദരന്മാരും ഹുയങ് ഒക്കെ ഉണ്ട്. എല്ലാവരും ഈ ആൾക്കൂട്ടം കണ്ട് അങ്ങനെ അന്തം വിടുകയാണ്. യാവോ മെങ് ഹു സഹോദരന്മാരോട് പറഞ്ഞു, ആ ഗ്രാനി ക്വിൻ ശരിക്കും ഒരു പണി എടുത്തിട്ടുണ്ട്. മാർക്ക് ഫെല്ലറുമായിട്ടുള്ള ആ ഫൈറ്റ് കാണാൻ ആളുകൾ ഒരുപാട് ഉണ്ടാകണമെന്ന് ഗ്രാനി ക്വിൻ ഏതാണ്ട് തീരുമാനിച്ചുറപ്പിച്ചതാണ്. അവരുടെ വളർത്തു മകന്റെ ശരിക്കും ഒരു പ്രസിദ്ധമായ വിജയം അവിടെ സംഭവിക്കാൻ പോവുകയാണ്. ബ്ലാക്കി ഈ പൈറോയില് നമ്പർ 1 ആണെന്ന് ലോകത്തോട് വിളിച്ചു പറയാൻ പോവുകയാണ്. അതുകൊണ്ട് തന്നെ ആളുകളൊക്കെ അവിടെ ഉണ്ടാകണമെന്ന് ഗ്രാനി ക്വിൻ തീരുമാനിച്ചുറച്ചതിന്റെ അടിസ്ഥാനത്തിൽ അവർ വൻ പബ്ലിസിറ്റി കൊടുത്തിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെയാണ് ആളുകളൊക്കെ ഒഴുകിയെത്തിയിരിക്കുന്നത്. ജിനോവ ബ്ലാക്കും സ്ഥലത്തെത്തിയിട്ടുണ്ട്. ജിനോവയും അവിടെയുള്ള ആൾക്കൂട്ടത്തെ കണ്ട് ശരിക്കും ഞെട്ടി തന്നെ പറയാം. വൻതോതിലുള്ള ആൾക്കൂട്ടം പെട്ടെന്ന് ആവേശഭരിതരാകുകയാണ്. അതിന്റെ കാരണം മലയുടെ മുകളിൽ ബ്ലാക്കി പ്രത്യക്ഷപ്പെട്ടതാണ്. ബ്ലാക്കി നേരത്തെ തന്നെ എത്തിയിരുന്നുവെന്നും അവൻ ആ മലയുടെ മുകളിൽ കയറി നിൽക്കുകയാണെന്നും അപ്പോഴാണ് ആളുകൾക്ക് മനസ്സിലായത്. മലയുടെ മുകളിൽ ബ്ലാക്കി അങ്ങനെ നിൽക്കുമ്പോൾ അതൊരു വല്ലാത്ത കാഴ്ച തന്നെയാണ്. ശരിക്കും അതിശക്തനായ ബ്ലാക്കി ആ മലയുടെ മുകളിൽ നിൽക്കുന്ന കണ്ടതും താഴെ നിൽക്കുന്ന ഗ്രാനി ക്വിൻ പോലും അറിയാതെ കൈയടിച്ചു പോവുകയാണ്. ഗ്രാനി ക്വിൻ ശരിക്കും നിർനിമേഷിയായി മലയുടെ മുകളിൽ നിൽക്കുന്ന ബ്ലാക്കി അങ്ങനെ നോക്കി നിൽക്കുമ്പോൾ ഒരു ടാക്സി കാറിൽ മാർക്ക് ഫെല്ലറും ഷിയാവും മീശയും വന്നിറങ്ങി. ആ മൂവർ സംഘം ആ ഫൈറ്റ് നടക്കുന്ന ആ പ്രദേശത്തേക്ക് അങ്ങനെ നടന്നു വരുമ്പോൾ ആളുകൾ കൈയടിക്കുന്നുണ്ട്. ഇതാ മാർക്ക് ഫെല്ലറും എത്തി, മാർക്ക് ഫെല്ലറും എത്തി. മാർക്ക് ഫെല്ലറെ കണ്ടതും ഗ്രാനി ക്വിൻ മാർക്കിനോട് പറഞ്ഞു, മാർക്ക്, അങ്ങനെ ആ ദിവസം എത്തിയിരിക്കുകയാണ്. ഇന്ന് നിന്റെ എല്ലാ ജാടയും അവസാനിക്കും. നിന്റെ ധാർഷ്ട്യം അവസാനിപ്പിക്കാൻ എന്റെ ബ്ലാക്കി ഒന്ന് വിരൽ ജോടിച്ചാൽ മതി. അത് കേട്ടതും ഗ്രാനി ക്വിനോടായി മാർക്ക് പറഞ്ഞു, കളകളവി, നിന്റെ ബ്ലാക്കിയുടെ തൊലി ഉരിക്കാനാണ് ഞാൻ വന്നത്. അതിനിടയിൽ ഡയലോഗുമായിട്ട് എൻ്റെ അടുത്ത് വന്നാൽ കളകളവി നീയും അടി വാങ്ങിക്കും. മാർക്ക് ഫെല്ലർ അവരെ ചൊടിപ്പിക്കുക എന്നുള്ളത് ഒരു വ്രതമാക്കി എടുത്തിരിക്കുന്ന വ്യക്തിയാണ്. അവരെ കാണുമ്പോഴൊക്കെയും കള്ളക്കിളവി എന്നല്ലാതെ മാർക്ക് വിളിക്കത്തില്ല. ആ വിളി കേൾക്കുമ്പോഴേ അവരുടെ കാലിൽ ഇങ്ങനെ ചൊറിഞ്ഞു വരും. ശരിക്കും ദേഷ്യം കൊണ്ട് ഗ്രാനി ക്വിൻ ഒന്ന് ചുമക്കുന്നത് കൗതുകത്തോടെ നോക്കി നിൽക്കുകയാണ് മീശ. മീശയുടെ കണ്ണുകളിലെ പുഞ്ചിരി ഗ്രാനി ക്വിനും കണ്ടു. ഈ സമയത്താണ് ജിനോവ ബ്ലാക്ക് അങ്ങോട്ട് വന്നത്. മാർക്ക് ഫെല്ലർ, കൺഗ്രാജുലേഷൻ, ഇത്രയും വലിയൊരു ആൾക്കൂട്ടത്തെ നിന്റെ ഒരു ഫൈറ്റിന് വേണ്ടി സംഘടിപ്പിക്കാൻ നിനക്ക് പറ്റിയല്ലോ, അതൊരു വലിയ സംഭവം തന്നെയാണ്. ജിനോവോ, നിന്നോട് ഫൈറ്റ് ചെയ്യാൻ എനിക്ക് ആൾക്കൂട്ടത്തിനൊന്നും ആവശ്യമില്ല. എന്റെ ഒറ്റ ഇടിക്ക് നീ തികയത്തില്ല. അക്കാര്യം നീ മനസ്സിലാക്കി വെച്ചാൽ കൊള്ളാം. ജിനോവ കാണുമ്പോഴൊക്കെയും ഇപ്പോൾ നിസ്സാരമായിട്ട് ജിനോവയെ കളിയാക്കുക എന്നുള്ളതാണ് മാർക്കിന്റെ ഒരു രീതി. അത് ജിനോവയ്ക്കും അറിയാം. ജിനോവയ്ക്ക് മാർക്കിനോട് എന്തെങ്കിലും പറയണമെന്നുണ്ട്. പക്ഷേ അവന്റെ കണ്ണുകൾ ഷിയെ കാണുമ്പോൾ പെട്ടെന്ന് നിശ്ചലമാകും. പക്ഷെ അവന്റെ ആ ചിന്ത പെട്ടെന്ന് അവൻ ഷിയെ കണ്ടത് അങ്ങ് മാറ്റി. ഷിയവൂനെ ഒന്ന് നോക്കിയതിനു ശേഷം അവൻ മാർക്ക് ഫെല്ലറോട് പറഞ്ഞു, മാർക്ക്, എനിക്ക് സത്യത്തിൽ നീയുമായി ഒന്ന് ഫൈറ്റ് ചെയ്യണമെന്നുണ്ടായിരുന്നു. പക്ഷേ അതിനുള്ള അവസരം എനിക്ക് കിട്ടുമെന്ന് അറിയില്ല. ആ ബ്ലാക്കി നിന്നെ ബാലൻസ് വെച്ചാലല്ലേ എനിക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റൂ. അത് കേട്ടതും ഗ്രാനി ക്വിൻ ചിരിച്ചു. ജിനോവോ, അത് പിന്നെ പ്രത്യേകിച്ച് പറയണോ? ഇവനെ ഇന്ന് ബ്ലാക്കി തീർക്കും. അത് കേട്ടതും മാർക്ക് ഫെല്ലർ തിരിഞ്ഞു നോക്കുമ്പോൾ മുകളിൽ നിൽക്കുന്ന ബ്ലാക്കി കണ്ടു. ബ്ലാക്കി താഴെ നിൽക്കുന്ന മാർക്ക് ഫെല്ലറേയും കണ്ടു. മാർക്ക് ഫെല്ലർ, നീ അവസാനം എത്തിയല്ലേ? ഞാൻ കരുതിയത് നീ ഭയന്ന് ഓടിക്കാണോന്നാണ്. ശരിക്കും മലയുടെ മുകളിൽ കയറുന്നുകൊണ്ട് ഉറക്കെ ആ ബ്ലാക്കി അങ്ങനെ പറയുമ്പോൾ ആ എൻറ്റയർ ഏരിയയിൽ ആ ശബ്ദം ഇങ്ങനെ മുഴങ്ങുകയാണ്. അത് കണ്ടതും മാർക്ക് ഫെല്ലർ കൈ നിവർത്തി ആകാശത്തിൽ ഒരൊറ്റ ഇടി. ശരിക്കും മാർക്ക് കൈ നിവർത്തി ആഞ്ഞു വായുവിലേക്ക് ഇടിച്ചപ്പോൾ ആ വായു ഒരു തരംഗം തന്നെ ഉണ്ടാക്കി. ആ ഇടി ആ വായുവിനെ മുന്നോട്ട് അതിശക്തമായി കൊണ്ടുവന്നിടിച്ചത് ബ്ലാക്ക് നിൽക്കുന്ന ആ മലയിലാണ്. മലയിൽ മാർക്ക് സൃഷ്ടിച്ച വായു വന്ന് ഇടിക്കുമ്പോൾ അത് ശരിക്കും അതിശക്തമായ ഒരു കൊടുങ്കാറ്റായിരുന്നു. അൺബിലീവബിൾ ആയിട്ടുള്ള വേഗതയിൽ ശരിക്കും ശക്തമായ കാറ്റ് അതിനകത്ത് ഇടിച്ചതും ആ മല ഇടിഞ്ഞ് താഴേക്ക് വീണു. ആ നിമിഷത്തിൽ ആ മലയുടെ മുകളിൽ നിൽക്കുന്ന ബ്ലാക്കി താഴേക്ക് ചാടി. അവൻ മാർക്ക് ഫെല്ലറുടെ മുന്നിലേക്കാണ് ചാടിയെത്തിയത്. ഇപ്പോൾ രണ്ടുപേരും മുഖാമുഖമാണ്. രണ്ടുപേരും തമ്മിലുള്ള അകലം വെറും 20 മീറ്ററാണ്.
ബ്ലാക്കി മുന്നിലേക്ക് ചാടിയതും മാർക്ക് ഫെല്ലർ കൈ നിവർത്തിക്കൊണ്ട് മുന്നോട്ട് കുതിച്ചു. ആ നിമിഷത്തിൽ തന്നെ ബ്ലാക്കിയും അതേ ശൈലിയിൽ കൈ നിവർത്തിക്കൊണ്ട് മുന്നോട്ട് കുതിക്കുകയാണ്. മുന്നോട്ട് കുതിക്കുന്നിടയിൽ രണ്ടുപേരും അവരുടെ ആ കൈ ഒന്ന് ചുരുട്ടി പിടിച്ചു കഴിഞ്ഞു. ഒരു ഗെയിം തുടങ്ങുന്നതിന്റെ ഒരു അനൗൺസ്മെന്റ് പോലും ഇല്ലാതെ ഇതാ ഫൈറ്റ് സ്റ്റാർട്ട് ചെയ്യണം. രണ്ടുപേരും അതിവേഗം മുന്നോട്ട് കുതിച്ചതും മീശ ഷിയാവുവിന്റെ കൈ പിടിച്ച് പുറകോട്ടങ്ങ് മാറി. ശരിക്കും ആ ഫൈറ്റിനിടയിൽ ആരും പെടാൻ പാടില്ല. അത്ര ശക്തമായ പ്രഷർ അവർ മുന്നോട്ട് കുതിക്കുമ്പോൾ അവിടെ ഉണ്ടാകുന്നുണ്ട്. പെട്ടെന്നാണ് ആളുകളുടെ ശ്വാസം നിലച്ചത്. ശരിക്കും എല്ലാവരും ഒരു നല്ല ഫൈറ്റ് കാണാൻ വേണ്ടി എത്തിയതാണ്. ഒരു മുന്നറിയിപ്പുമില്ലാതെ ഇതാ ആ ഫൈറ്റിന്റെ നായകന്മാർ അവരുടെ ഫൈറ്റ് സ്റ്റാർട്ട് ചെയ്തിരിക്കുകയാണ്. എന്താണ് സംഭവിക്കുന്നതെന്ന് ആളുകൾക്ക് മനസ്സിലാകും മുമ്പ് രണ്ടുപേരുടെയും കൈകൾ തമ്മിൽ കൂട്ടിമുട്ടിക്കഴിഞ്ഞു. മാർക്ക് ഫെല്ലറുടെയും ബ്ലാക്കിയുടെയും ആ ഫിസിക്കൽ ബോഡികൾ തമ്മിൽ നേരിട്ട് കൂട്ടിമുട്ടുകയാണ്. ശക്തമായ മാർക്ക് ഫെല്ലറുടെ പഞ്ച് അതിശക്തമായ പഞ്ചുമായി ബ്ലാക്കിയുടെ പ്രതിരോധം. രണ്ട് കൈകൾ തമ്മിൽ കൂട്ടിമുട്ടിയതും ശരിക്കും ആ മേഖലയിൽ ശബ്ദ തരംഗവും അതുപോലെ പ്രകാശവും എല്ലാ ഭാഗത്തേക്കും വ്യാപിച്ചു. ശരിക്കും ഒരു തീജ്വാല അവിടെ ഉണ്ടായെന്ന് പറയാം. ആ പൊടിപടലങ്ങളിൽ ശബ്ദവും അടങ്ങിയപ്പോൾ അവർക്ക് ആ കാഴ്ച കാണാം. രണ്ടുപേരും മുഖാമുഖം നിൽക്കുകയാണ്. ഒരു ഇഞ്ച് പോലും ആരും മാറിയിട്ടില്ല. അത് കണ്ടത് മാർക്ക് ഫെല്ലർ കൈ നിവർത്തി ഒരൊറ്റ ഇടി. തൊട്ടു മുന്നിൽ നിൽക്കുന്ന ബ്ലാക്കിക്ക് പ്രതിരോധിക്കാൻ കഴിയുമ്പോൾ മാർക്ക് ഫെല്ലറുടെ ഇടി ബ്ലാക്കിയുടെ പുറത്ത് പതിച്ചു. ഇടിയേറ്റ ബ്ലാക്കി ഏകദേശം 6-7 സ്റ്റെപ്പ് പുറകോട്ട് അതിവേഗതയിൽ നീങ്ങിപ്പോവുകയാണ്. ഒരു 8 സ്റ്റെപ്പായപ്പോൾ ബ്ലാക്കി ഒന്ന് സ്റ്റെബിലൈസ് ചെയ്തു. ബ്ലാക്കി മാർക്കിനോട് പറഞ്ഞു, മാർക്ക്, നീ ശക്തനാണെന്നുള്ള കാര്യം ഒരിക്കൽ കൂടി തെളിയിച്ചിരിക്കുകയാണ്. പക്ഷേ മാർക്ക്, എനിക്ക് മുന്നിൽ നിന്റെ ഈ ശക്തി ഒന്നുമല്ല. അങ്ങനെ പറഞ്ഞുകൊണ്ട് ബ്ലാക്കി അവന്റെ കൈ ഒന്ന് ഒരു എക്സസൈസ് ചെയ്യുന്ന ശൈലിയിൽ ഒന്ന് അനക്കിയതും അവന്റെ ബോഡിക്ക് ചുറ്റുമായി ഒരു കറുത്ത പുക ഇങ്ങനെ ഉണ്ടായി വരികയാണ്. ശരിക്കും നേർത്ത അളവിലാണെങ്കിലും അവന്റെ ബോഡിക്ക് ചുറ്റും ഒരു കറുപ്പ് ഉണ്ടായി വരുന്നത് സകലർക്കും വിസിബിളാണ്. ആ കറുപ്പിനൊപ്പം ഒരു പ്രകാശം ഉണ്ടായി വരികയാണ്. ശരിക്കും കറുപ്പിന്റെ ബൗണ്ടറി പോലെയാണ് ആ പ്രകാശം. ബ്ലാക്കിക്ക് ചുറ്റുമായി കറുപ്പ്, പക്ഷെ ആ കറുപ്പിന് ചുറ്റുമായി ഒരു ബൗണ്ടറി പോലെ ഒരു പ്രകാശമുണ്ട്. മാർക്ക് ഫെല്ലർ കൗതുകത്തോടെ ആ കാഴ്ച അങ്ങനെ നോക്കി നിൽക്കുമ്പോൾ ബ്ലാക്കി മാർക്കിനോട് പറഞ്ഞു, മാർക്ക്, തടുക്കാൻ പറ്റുമെങ്കിൽ തടുത്തോ. അങ്ങനെ പറഞ്ഞുകൊണ്ട് ബ്ലാക്കി മുന്നോട്ട് കുതിച്ച് ശരിക്കും വായുവിലേക്ക് ചാടി ഉയർന്നു. ബ്ലാക്കി അങ്ങനെ ചാടി ഉയരുമ്പോൾ ബ്ലാക്കിയുടെ എൻറ്റയർ ബോഡിയും ഒരു ചുവന്ന ഔട്ട്ലൈൻ കൊണ്ട് വിസിബിൾ ആണ്. ബാക്കി എൻറ്റയർ ബോഡിയും പൂർണ്ണമായും കറുപ്പിലാണ്. ഒരു ഔട്ട്ലൈൻ മാത്രം ആകാശത്ത് കാണാം. ആ ഔട്ട്ലൈൻ ആകാശം താഴേക്ക് താഴ്ന്നു വരികയാണ്. അതേ സമയത്ത് താഴെ നിൽക്കുന്ന മാർക്ക് ഫെല്ലർ ഒന്ന് ചാടി ഉയർന്നു. താഴേക്ക് വരികയായിരുന്ന ആ ബ്ലാക്കി ചാടി ഉയർന്ന മാർക്ക് ഫെല്ലർ ഒരൊറ്റ ഇടി. സെയിം ടൈമിൽ തന്നെ ബ്ലാക്കിയും താഴേക്ക് ഇടിച്ചിരുന്നു. രണ്ടുപേരുടെയും കൈകൾ തമ്മിൽ ആകാശത്ത് വെച്ച് കൂട്ടിമുട്ടുകയാണ്. ശരിക്കും മുകളിൽ നിന്ന് താഴേക്ക് വരുന്ന ബ്ലാക്കിയും താഴ്ന്ന് മുകളിലേക്ക് വരുന്ന മാർക്ക് തമ്മിൽ കൂട്ടിമുട്ടുമ്പോൾ അത് വായുവിലൊരു സ്ഫോടനം ഉണ്ടാക്കിയെന്ന് പറയാം. രണ്ടുപേരും ഇടി കഴിഞ്ഞതും രണ്ട് ഭാഗത്തേക്കായി തെറിച്ചു വീണു. രണ്ടുപേരും അവരുടെ കാലുകളിൽ തന്നെ നിൽക്കുകയാണ്. ഒരു ഇഞ്ച് പോലും അവര് ചരിഞ്ഞിട്ടില്ല. പക്ഷെ ആ സമയത്ത് അവരുണ്ടാക്കിയ ആ ശബ്ദ തരംഗങ്ങൾ ശരിക്കും ചുറ്റുമുള്ള ആളുകളെ പുറകോട്ട് തള്ളിയെന്ന് പറയാം. സകല ആളുകളും വല്ലാത്ത ആവേശത്തിലാണ്. കമന്ററികൾ പല ഭാഗത്തുനിന്ന് വരികയാണ്. ബ്ലാക്കിയും മാർക്കും അവരുടെ റെപ്യൂട്ടേഷൻ കാത്തു സൂക്ഷിക്കുകയാണ്. മാർക്ക് ഫെല്ലർ ബ്ലാക്കിയോട് പറഞ്ഞു, ഏയ് ബ്ലാക്കി, നീ നിന്റെ തുറുപ്പ് ചൂട്ടുകൾ ഇറക്ക്, വെറുതെ സമയം കളയണ്ട. മാർക്ക് ഫെല്ലറെ ചൂടുപിടിപ്പിക്കാൻ വേണ്ടി വെറും ആക്ഷൻ മാത്രമാണ് ബ്ലാക്കി കാണിക്കുന്നതെന്ന് മനസ്സിലാക്കിക്കൊണ്ടാണ് മാർക്ക് ഫെല്ലർ അങ്ങനെ പറഞ്ഞത്. അത് കേട്ടതും ബ്ലാക്കി ഒന്ന് ചിരിച്ചു. ഏയ് മാർക്ക്, ഏത് ഫൈറ്റിന് മുന്നേയും ഒരു വാമപ്പ് വേണമല്ലോ, ഇതുവരെയുള്ളത് അങ്ങനെ കരുതിയാൽ മതി. അങ്ങനെ പറഞ്ഞിട്ട് ബ്ലാക്കി ഒന്ന് തല കുനിച്ചു. തല കുനിച്ച ബ്ലാക്കി രണ്ട് കൈയും തലയുടെ ഇരുഭാഗത്തുമായി പിടിച്ചു. അതിനുശേഷം അവനൊരൊറ്റ കുതിപ്പ്, ശരിക്കും ഒരു ട്രെയിൻ മുന്നോട്ട് ഓടി വരും പോലെ രണ്ട് കൈയും മുന്നോട്ട് കുതിപ്പിച്ചുകൊണ്ട് ബ്ലാക്കി മുന്നോട്ട് ഓടി വരികയാണ്. അതിനൊപ്പം അവന്റെ ബോഡിക്ക് ചുറ്റുമായി ഒരു കറുത്ത പുക കൂടി മുന്നോട്ട് വരികയാണ്. ശക്തമായ കറുപ്പും ചുവപ്പും കലർന്ന ഒരു പ്രകാശം അവനൊപ്പം ഉണ്ട്. നേരത്തെ ആകാശത്തേക്ക് ചാടി ഉയർന്നപ്പോൾ അവന് ചുറ്റുമുണ്ടായ ആ ചുവന്ന വട്ടം പോലെ
ഇപ്പോൾ മുന്നോട്ട് കുതിക്കുമ്പോഴും ആ പ്രകാശം ഒരു അതിർവരമ്പ് സൃഷ്ടിക്കുന്നുണ്ട്. മാർക്ക് ഫെല്ലർ പാഞ്ഞു വരുന്ന ട്രെയിനിനെ നോക്കിയിട്ട് ഒന്ന് മുന്നോട്ട് കുതിച്ച് ശരിക്കും അതിവേഗതയിൽ വീണ്ടും ഒരു ഒറ്റ പഞ്ച്. ഈ സമയത്ത് ബ്ലാക്കിയുടെ ആ ഇരു കരങ്ങളും ഏതാണ്ട് ചേർത്ത് പിടിച്ചിരിക്കുകയാണ്. സകലതും തുളച്ചു കയറി പോകുന്ന ഒരു ശൈലിയിലുള്ള പിടുത്തമാണ് പിടിച്ചിരിക്കുന്നത്. ആ ചേർത്ത് പിടിച്ചിരിക്കുന്ന വിരല് ലക്ഷ്യമാക്കിക്കൊണ്ടാണ് മാർക്ക് ഫെല്ലറുടെ ആ പഞ്ച്. ആ ഇടി ആ വിരൽ തുമ്പുകളിൽ പതിഞ്ഞതും കണ്ണഞ്ചിക്കുന്ന ഒരു പ്രകാശം ഉണ്ടായി. ശരിക്കും എന്താണ് സംഭവിക്കുന്നതെന്ന് ആർക്കും ഒരു പിടിയില്ല. മാർക്ക് ഫെല്ലർക്കും അതുപോലെ ബ്ലാക്കിക്കും ഇടയിലായി പ്രകാശത്തിൻ്റെ ഒരു വിസ്ഫോടനമാണ് ഉണ്ടായിരിക്കുന്നത്. അല്പസമയം കഴിയുമ്പോൾ ആളുകൾക്ക് ചിത്രം വ്യക്തമായി. മാർക്ക് ഫെല്ലറും അതുപോലെ ബ്ലാക്കിയും ആ ഇടി നടന്ന സ്ഥലത്തുനിന്ന് ഏതാനും സ്റ്റെപ്പ് പുറകോട്ട് മാറിയിട്ടുണ്ട്. മാർക്ക് ഫെല്ലർ ബ്ലാക്കിയോട് പറഞ്ഞു, ഏയ് ബ്ലാക്കി, ഇത്രയേ ഉള്ളോ നിന്റെ ഈ കഴിവുകളൊക്കെ? അങ്ങനെ പറഞ്ഞിട്ട് മാർക്ക് ഫെല്ലർ ബ്ലാക്കിക്ക് മറുപടി പറയാൻ സമയം കൊടുക്കാതെ മുന്നോട്ട് ഒന്ന് കുതിച്ചു. എന്താണ് സംഭവിക്കുന്നതെന്ന് ആളുകൾക്ക് മനസ്സിലാക്കും മുമ്പ് മാർക്ക് ഫെല്ലർ ബ്ലാക്കിയുടെ തൊട്ടടുത്തെത്തിയിരുന്നു. തൊട്ടടുത്തെത്തിയ മാർക്ക് ഫെല്ലർ അതിശക്തമായ ഒരു ഒറ്റ ഇടി, ആബ്സല്യൂട്ട് ബിഗിനിങ് സേക്രഡ് ഫിസ്റ്റ് ആണ് മാർക്ക് യഥാർത്ഥത്തിൽ ഈ സമയത്ത് ഉപയോഗിച്ചത്. മാർക്ക് ബ്ലാക്കിയുടെ അടുത്ത് എത്തുമ്പോഴേക്കും മാർക്കിന്റെ വലത് കൈയിൽ ഒരു ഗോൾഡ് പ്രകാശം ഉണ്ടായി കഴിഞ്ഞിരുന്നു. അതിശക്തമായ മാർക്കിന്റെ ആ ഇടി ബ്ലാക്കിയുടെ പുറത്ത് പതിച്ചതും ബ്ലാക്കി പുറകോട്ട് തെറിച്ചു. പുറകോട്ട് തെറിച്ച് ബ്ലാക്കി തൊട്ട് പുറകിലുള്ള ഒരു മൺകൂനെ ഇടിച്ച് തെറിപ്പിച്ചുകൊണ്ട് അതിവേഗം പുറകോട്ട് പോവുകയാണ്. അതിന് പുറകെയുള്ള ഒരു മൺകൂനെയും ബ്ലാക്കി ഇടിച്ചു തെറിപ്പിച്ചു. മൂന്നാമത്തെ മൺകൂനയുടെ അടുത്ത് വന്നാണ് ബ്ലാക്കി ഇടിച്ചു വീഴുന്നത്. ബ്ലാക്കി ആ മൺകൂനയിൽ ഇടിച്ചു വീണതും ആ മൺകൂനയിലെ മണ്ണെല്ലാം കൂടി ഇടിഞ്ഞ് ബ്ലാക്കിയുടെ പുറത്തേക്ക് വീണു. ആ കാഴ്ച കണ്ട ഗ്രാനി ക്വീൻ ഉറക്കെ വിളിച്ചു പോവുകയാണ്, ബ്ലാക്കി! ശരിക്കും ഒരു അമ്മയുടെ സ്നേഹം ആ വിളിയിലുണ്ട്. അവരുടെ വളർത്തു മകൻ എന്ന് അവർ പറയുന്ന ആ ബ്ലാക്കി ഇത് മാർക്ക് ഫെല്ലറുടെ ഇടിയേറ്റ് ഒത്തിരി പുറകോട്ട് തെറിച്ച് പോകുന്ന വഴിക്ക് രണ്ട് മലകൾ, കുഞ്ഞു മലകൾ ഇടിച്ച് തെറിപ്പിച്ചിട്ട് മൂന്നാമത്തെ മൺകൂനിലിടിച്ച് താഴെ വീണിരിക്കുകയാണ്. ഈ കാഴ്ച കണ്ട യാവോ മെങ്ങും അവളുടെ സുഹൃത്തുക്കളൊക്കെ അറിയാതെ പറഞ്ഞു പോവുകയാണ്, മാർക്ക് ഫെല്ലർ എന്തൊരു പവർഫുള്ളായി മാറിയിരിക്കുന്നു. ആ ഡയലോഗ് തൊട്ട് പുറകെ നിൽക്കുന്ന സാക്ഷൽ ഹാൻ വിൽമൗണ്ട് കേൾക്കുകയും ചെയ്തു. അവന് വിശ്വസിക്കാൻ പറ്റാത്ത ഒരു കാഴ്ചയാണ് അവൻ കണ്ടിരിക്കുന്നത്. ബ്ലാക്കി 3 ദിവസം നീണ്ടുനിന്ന യുദ്ധത്തിലൂടെയാണ് അവസാനം ജിയാങ്ഹിയോട് തോൽവി സമ്മതിക്കുന്നത്. ആ യുദ്ധം അവൻ നേരിട്ട് കണ്ടതാണ്. ജിയാങ്ഹി പൈറോലൻ നമ്പർ 1 ആണ്. ആ ജിയാങ്ഹിയോട് 3 ദിവസം പിടിച്ചു നിന്ന ബ്ലാക്കി ഇതാ മാർക്ക് ഫെല്ലറെ ഇടിയേറ്റ് തെറിച്ചിരിക്കുന്നു. മാർക്ക് ഫെല്ലർ തന്റെ സങ്കല്പങ്ങൾക്ക് അപ്പുറത്തേക്ക് വളർന്നിരിക്കുന്നു. ആ ചിന്ത പോലും ഹാൻ വിൽമൗണ്ടിനെ വല്ലാതെ വിഷമിപ്പിക്കുകയാണ്. ശരിക്കും അവൻ വിറയ്ക്കുന്നുണ്ട്. ഒരുപാട് റിയാക്ഷൻസ് അവിടെ ഉണ്ടാകുകയാണ്. ആളുകൾ പല ശൈല അഭിപ്രായം പറയുകയാണ്, ഏയ് ആ ബ്ലാക്കി തീർന്നതാണോ? അങ്ങനെ ചില ആളുകളൊക്കെ ചോദിച്ചപ്പോൾ ബ്ലാക്കി വീണ ഭാഗത്തുനിന്ന് മണ്ണ് അനങ്ങി തുടങ്ങി. ഒരു ശബ്ദത്തോടുകൂടി ബ്ലാക്കി ചാടി എണീറ്റു. ഏയ് മാർക്ക് ഫെല്ലർ, നീ വീണ്ടും ശക്തനാണെന്ന് തെളിയിച്ചു. അത് കേട്ടതും മാർക്ക് മുന്നോട്ട് കുതിക്കുകയാണ്. മുന്നോട്ട് കുതിച്ച മാർക്ക് ഫെല്ലർ ആ മൺകൂനയിൽ നിന്ന് എണീറ്റ് വരികയായിരുന്ന ബ്ലാക്കിയുടെ മുകളിലേക്ക് ചാടി ഉയർന്ന ഒരു ഒറ്റ ഇടി. മുകളിൽ നിന്ന് താഴേക്കാണ് ഇപ്രാവശ്യം മാർക്ക് ഇടിച്ചത്. ഇടിയേറ്റ ബ്ലാക്കി ശരിക്കും ആ മൺകൂനയിലെ മണ്ണിൽ ആഞ്ഞ് ചവിട്ടിയതുപോലെ ആയിപ്പോയി. മാർക്ക് പിന്നെ ഇടിക്കുകയാണ്. ശരിക്കും ആകാശത്തേക്ക് ചാടി ഉയർന്ന മാർക്ക് വീണ്ടും ബ്ലാക്കി തലക്ക് വിലങ്ങി ഇടിച്ചതും ബ്ലാക്കി പതുക്കെ മണ്ണിൽ താന്നു തുടങ്ങുകയാണ്. ആ ഇടിയുടെ ആഘാതത്തിൽ ആ തൊട്ടുപുറകുള്ള മല ഇടിഞ്ഞ് ഏതാണ്ട് ബ്ലാക്കിയുടെ മുകളിലേക്ക് വീണു. ബ്ലാക്കിയുടെ മുകളിലേക്ക് ആ മൺകൂന പൂർണ്ണമായും വീണതും ഗ്രാനി ക്വീൻ ഉറക്കെ വിളിക്കുകയാണ്, ബ്ലാക്കി! ആ ശബ്ദം സ്വാഭാവികമായിട്ടും സകല ആളുകളും കേൾക്കുന്നുണ്ട്. പല തരത്തിലും ഉള്ള ആളുകൾ അവിടെ കൂടിയിരിക്കുന്നു. മുഴുവൻ ആളുകളും ആ എൻ്റെ സീനിലേക്കും നിശബ്ദമായി ശ്വസിക്കാൻ പോലും ആകാതെ അങ്ങനെ നോക്കി നിൽക്കുകയാണ്. ജിയാങ്ഹിയെ 3 ദിവസം വട്ടം കറക്കിയ ബ്ലാക്കിയെ ഇതാ മാർക്ക് ഫെല്ലർ ഇടിച്ച് ആ
തറയിലേക്ക് താഴ്ത്തിയിരിക്കുകയാണ്. മാർക്ക് ഫെല്ലർ ആ മൺകൂനയിലേക്ക് അങ്ങനെ നോക്കി നിൽക്കുമ്പോൾ പെട്ടെന്ന് വീണ്ടും ആ മൺകൂന ഒന്ന് അനങ്ങി. അടുത്ത നിമിഷത്തിൽ ശരിക്കും ആകാശത്തേക്ക് ബ്ലാക്കി ഒന്ന് കുതിച്ചു. ആകാശത്തെ കുതിക്കുന്ന ബ്ലാക്കിയുടെ പുറത്തുനിന്ന് മണ്ണ് സകല സ്ഥലത്തേക്ക് തെറിക്കുകയാണ്. ആകാശത്തേക്ക് ചാടി വന്ന ബ്ലാക്കി മാർക്കിന്റെ തലയ്ക്ക് മുകളിലൂടെ ജമ്പ് ചെയ്ത് മറുഭാഗത്ത് വന്നു. അന്ന് ദേഹം മുഴുവൻ ഇപ്പം മണ്ണാണ്. മാർക്ക് ഫെല്ലർ, ഇനി നമുക്ക് ശരിയായ ഫൈറ്റ് തുടങ്ങാം. ബ്ലാക്കി, നീ നിന്റെ തുറുപ്പുചീട്ടുകൾ പുറത്തെടുക്ക്. ബ്ലാക്കി ഇതുവരെയും അവന്റെ പൂർണ്ണ കഴിവും ഉപയോഗിച്ചിട്ടില്ല എന്നൊരു തോന്നൽ മാർക്കിനുണ്ട്. മാർക്ക് അങ്ങനെ പറഞ്ഞതും ബ്ലാക്കി ശരിക്കും ഒന്ന് ബ്രീത്ത് ചെയ്യാണ്. പെട്ടെന്ന് അവന്റെ പുറത്തുണ്ടായിരുന്ന ആ പൊടിപടലങ്ങളൊക്കെ അങ്ങ് പറന്നു മാറി. അവൻ അതിശക്തമായ ബോഡി പുറത്ത് കാണിച്ചു തുടങ്ങി. അവൻ അങ്ങനെ ബ്രീത്ത് ചെയ്തതും അവൻ ഇട്ടിരുന്ന ഡ്രസ്സ് പതുക്കെ പതുക്കെ പൊട്ടി ഇളകുകയാണ്. അവന്റെ പുറത്തുണ്ടായിരുന്ന ഡ്രസ്സ് പൊട്ടി ഇളകിയതും ശരിക്കും സ്റ്റീൽ ബോഡി പോലെ അവന്റെ ബോഡി ആൾക്കാർക്ക് ദൃശ്യമായി തുടങ്ങി. ഒരു വല്ലാത്ത എണ്ണമിനിപ്പുള്ള ഒരു ബോഡിയാണ് ബ്ലാക്കിയുടെ ബോഡി എന്ന് പറയുന്നത്. ആ ബോഡിയിലേക്ക് അമ്പരപ്പോടെ സകലതും നോക്കുമ്പോൾ മീശ അറിയാതെ പറഞ്ഞു പോവുകയാണ്. ശരിക്കും ശക്തനാണല്ലോ ഈ ബ്ലാക്കി. ലോകത്തിലെ ഏറ്റവും ശക്തമായ ബോഡി ഏതെന്ന് ചോദിച്ചാൽ നിസ്സംശയം പറയാൻ കഴിയുന്ന ഉത്തരം കയോട്ടിക് ബോഡി എന്നാണ്. കയോട്ടിക് ബോഡിയുള്ള മാർക്ക് ഫെല്ലറുടെ ബോഡിയോട് സാദൃശ്യമുള്ള ബോഡിയാണ് ഇപ്പൊ ഇതാ ബ്ലാക്കി മുന്നിൽ പ്രദർശിപ്പിക്കുന്നത്. അതിശക്തമായ മസിലുകൾ അവരുടെ ബോഡിയിൽ തെളിഞ്ഞു കാണാം. ഉരുക്ക് പോലെ ഇരിക്കുകയാണ് ശരീരം. ആ ഷർട്ട് കീറി പറഞ്ഞതും ബ്ലാക്കി ഒന്നുകൂടി ശക്തനായതുപോലെ ഒരു ഫീല് സകലർക്കുമുണ്ട്. ബ്ലാക്കി മാർക്ക് ഫെല്ലർ നോക്കിയിട്ട് കൈ ഒന്ന് അനക്കിയതും അവന്റെ ബോഡിക്ക് ചുറ്റുമായി ഒരു ഓറ ഉണ്ടായി. ആ ഓറ അതിവേഗം അവന്റെ വലത് കൈയിലേക്ക് കേന്ദ്രീകരിക്കുകയാണ്. വലത് കൈയിലേക്ക് ശരിക്കും ഒരു പ്രകാശം വന്നിരിക്കുകയാണ്. ചുവപ്പ് നിറത്തുള്ള ഒരു പ്രകാശം. ഇപ്പൊ ബ്ലാക്കി ശരിക്കും തിളയ്ക്കുന്ന ഒരു ഇരുമ്പ് കഷ്ണം പോലെയുണ്ട്. ദേഹം മുഴുവൻ ചുവന്ന പ്രകാശത്തിൽ അങ്ങനെ ജ്വലിച്ചു നിൽക്കുകയാണ്. ജ്വലിച്ചു നിൽക്കുന്ന ആ ചുവന്ന പ്രകാശം പൂർണ്ണമായും നമുക്ക് കാണണമെങ്കിൽ അവൻ വലത് കൈയിലേക്ക് നോക്കണം. വലത് കൈയിലെ ആ 4 വിരലുകൾ 4 അമ്പുകൾ പോലെ നിൽക്കുകയാണ്. മാർക്ക് ഫെല്ലർ ബ്ലാക്കി അങ്ങനെ നോക്കി നിൽക്കുമ്പോൾ മീശ മാർക്കിനോട് പറഞ്ഞു, മാർക്ക് ബി കെയർഫുൾ. തികച്ചും അപകടകരമായ ഒരു സ്പെല്ലാണ് ബ്ലാക്കി എടുത്തിരിക്കുന്നതെന്ന് മീശയ്ക്ക് തോന്നിയത് കൊണ്ടാണ് മീശ അങ്ങനെ പറഞ്ഞത്. മീശ പറഞ്ഞത് കേട്ടതും മാർക്ക് ഫെല്ലർ പെട്ടെന്ന് സൈൻലി ബോഡി ടെക്നിക് ആക്ടിവേറ്റ് ചെയ്തു. മാർക്ക് ഫെല്ലർക്ക് ചുറ്റും ഗോൾഡൻ കവറുകൾ ഉണ്ടാകുന്നത് വളരെ കൗതുകത്തോടെയാണ് ആളുകൾ കാണുന്നത്. മാർക്ക് ഫെല്ലറുടെ ആ ഗോൾഡൻ കവറിങ് കാണാൻ വേണ്ടി കൂടിയാണ് പലരും അവിടേക്ക് എത്തിയത് തന്നെ. മാർക്ക് ഫെല്ലർ ഫൈറ്റ് ചെയ്യുമ്പോൾ മാർക്കിന്റെ ബോഡിക്ക് ചുറ്റുമായി സുവർണ്ണ വലയങ്ങൾ ഉണ്ടാകുമെന്ന് ആളുകളൊക്കെ പറഞ്ഞ് പലർക്കും അറിയാം. എല്ലാവരും കൗതുകത്തോടെ അങ്ങനെ നോക്കുമ്പോൾ മാർക്ക് ഫെല്ലർക്ക് ചുറ്റുമായി ഓരോ ഗോൾഡൻ കവറിങ്ങിനെ ഉണ്ടായി വരികയാണ്. 3 ഗോൾഡൻ വലയങ്ങൾ മാർക്കിന് ചുറ്റും ഉണ്ടായി. ആ നിമിഷത്തിലാണ് ബ്ലാക്കി ആ വിരലുകളൊന്ന് അനക്കിയത്. ശരിക്കും മാർക്ക് ഫെല്ലർ നോക്കിക്കൊണ്ട് ആ വിരല് ബ്ലാക്കി അനക്കിയതും 4 അതിശക്തമായ അമ്പുകൾ മാർക്കിനെതിരെ പാഞ്ഞു വരികയാണ്. ശരിക്കും ചുവപ്പ് നിറത്തുള്ള അമ്പുകൾ. ആ അമ്പുകൾ വായുവിലൂടെ ഇങ്ങനെ പോകുമ്പോൾ വായുവിന് തീ പിടിക്കുകയാണ്. അത് നല്ല ചുവപ്പ് നിറത്തുള്ള തീ അതിശക്തമായി മാർക്ക് ഫെല്ലറുടെ നെഞ്ചിന് നേരെയാണ് പാഞ്ഞു വരുന്നത്. സെയിൻലി ബോഡി ടെക്നിക് ആക്ടിവേറ്റ് ചെയ്തിരിക്കുന്ന മാർക്ക് ഫെല്ലർ പാഞ്ഞു വരുന്ന ആ 4 അമ്പുകളെ പ്രതിരോധിക്കുന്നതിന് പകരം അറ്റാക്ക് ചെയ്യാനുള്ള മൂഡിലാണ്. ആ അമ്പുകൾ മാർക്കിന് നേരെ എത്തുന്നതിന് തൊട്ട് മുന്നേ മാർക്കിനെ ഇടത് കൈ ഒന്ന് ചലിച്ചു. അതേസമയത്ത് തന്നെ വലത് കൈയും ചലിക്കുകയാണ്. ശരിക്കും ഡബിൾ പഞ്ചാണ് മാർക്ക് നടത്തുന്നത്. ലെഫ്റ്റ് കൈ കൊണ്ടും റൈറ്റ് കൊണ്ടും 2 പഞ്ച്. ആ പഞ്ചുകൾ മാർക്കിന് മുന്നിൽ ഒരു കാറ്റുണ്ടാക്കി. അതിശക്തമായ ആ കാറ്റ് പാഞ്ഞു വരുന്ന ആ അമ്പുകളുമായി കൂട്ടിമുട്ടുകയാണ്. ശരിക്കും ആ സമയത്ത് അത് തമ്മിൽ കൂട്ടിമുട്ടിയപ്പോൾ തറയിൽ നിന്നും മണ്ണിങ്ങനെ കുതിച്ചുയർന്നു. ശരിക്കും ടൺ കണക്കിന് മണ്ണ് ആകാശത്ത് ഇങ്ങനെ കുതിച്ചുയരുമ്പോൾ ഒരു ഭാഗത്ത് ചുവപ്പ് ലൈറ്റും മറുഭാഗത്ത് ഗോൾഡൻ ലൈറ്റുമാണ്. ആ 2 ലൈറ്റുകൾക്കിടയിൽ മണ്ണ് മാത്രമുണ്ട്. 10,000-കണക്കിന് ആളുകൾ കവർ ചെയ്ത് നിൽക്കുന്ന ആ മലയിൽ അവർക്കിപ്പോൾ ആകെ കാണാൻ കഴിയുന്നത് ആകാശത്തേക്ക് ഉയർന്നു പോകുന്ന ആ മണ്ണാണ്. ആളുകൾ അമ്പരപ്പോടെ ആകാശത്തേക്ക് ഉയർന്നിരിക്കുന്ന ആ മണ്ണിലേക്ക് പ്രകാശത്തിലേക്ക് നോക്കുമ്പോൾ ആ പ്രകാശങ്ങൾ തമ്മിൽ മണ്ണിനിടയിലൂടെ കൂട്ടിമുട്ടി. ആ നിമിഷത്തിൽ ആകാശത്തേക്ക് ഉയർന്നുന്ന മണ്ണ് സകല സ്ഥലത്തേക്ക് ചീറിത്തെറിക്കുകയാണ്. ശരിക്കും ടൺ കണക്കിന് ബുള്ളറ്റുകൾ എല്ലാ ഭാഗത്തേക്കും അതിവേഗം പായുന്ന ഒരു പ്രതീതി. ഷിയാവുവിന്റെ അടുത്ത് നിൽക്കുന്ന മീശ പെട്ടെന്ന് ഷിയാവുവിനെ പിടിച്ചു മറച്ചു.
ആ നിമിഷത്തിൽ ആ എൻ്റയർ മേഖലയിലേക്കും ആ മണൽത്തരികൾ ചീറി ചെതുക്കുകയാണ്. ആ മണൽത്തരികൾ ബുള്ളറ്റ് പോലെ പാഞ്ഞു വരുമ്പോൾ പലരും സ്വയരക്ഷയ്ക്കായി അവരുടെ ബോഡിക്ക് ചുറ്റുമായി അവരുടെ സ്പിരിച്വൽ എനർജി റിലീസ് ചെയ്യുന്നുണ്ട്. ചിലരൊക്കെ തറയിലേക്ക് കുനിഞ്ഞു, ചിലരൊക്കെ തൊട്ടടുത്തുള്ള മണൽക്കുനിയുടെ പുറയിലേക്ക് മാറി. ഇതൊക്കെ നിമിഷ നേരം കൊണ്ട് സംഭവിക്കുന്നത്. സകല സ്ഥലത്തും ആ ബുള്ളറ്റുകൾ പോലെ മണൽ തറച്ചു കഴിഞ്ഞതും ആളുകൾ പതുക്കെ തല ഉയർത്തി നോക്കി. അവർക്ക് ആ കാഴ്ച ഇപ്പോൾ വ്യക്തമാണ്. ആകാശത്തുണ്ടായിരുന്ന ആ ലൈറ്റും മണലും ഒക്കെ താഴെ വീണ് കഴിഞ്ഞു. മാർക്ക് ഫെല്ലറും ബ്ലാക്കിയും മുഖാമുഖം നിൽക്കുകയാണ്. ഏയ് മാർക്ക് ഫെല്ലർ, നീ ഫൈറ്റിങ്ങിൽ മിടുക്കനാണെന്ന് എനിക്കറിയാം, നമുക്ക് ഒന്നുകൂടെ നോക്കാം. അങ്ങനെ പറഞ്ഞിട്ട് വീണ്ടും ബ്ലാക്കി അവന് ചുറ്റുമായി ആ ചുവന്ന പ്രകാശം ജ്വലിപ്പിച്ചു തുടങ്ങിയതും മാർക്ക് ഫെല്ലർ മുന്നോട്ട് കുതിച്ചു. എന്താണ് സംഭവിക്കുന്നതെന്ന് ബ്ലാക്കിക്ക് മനസ്സിലാക്കും മുമ്പ് മാർക്ക് ഫെല്ലർ തൊട്ടടുത്ത് എത്തിയെന്ന് മാത്രമല്ല, മാർക്ക് ഫെല്ലർ അബ്സല്യൂട്ട് ബിഗിനിങ് സാക്രിഫൈസ് വെച്ച് ഒരൊറ്റ ഇടി തന്റെ ബോഡിക്ക് ചുറ്റുമായി ആ ചുവന്ന പ്രകാശം വ്യാപിപ്പിച്ചുകൊണ്ടിരുന്ന ബ്ലാക്കി ഇടിയേറ്റ് തെറിച്ചു. നേരത്തെ പോലെ മലകളിൽ ചെന്നിടിച്ച് ബ്ലാക്കി തെറിച്ചു വീഴുമ്പോൾ കൂടെ മാർക്ക് എത്തിയിട്ടുണ്ട്. അവിടെ എത്തി മാർക്ക് തലങ്ങ വിലങ്ങും ഇടി ഉറങ്ങി. ശരിക്കും മാർക്ക് ബ്ലാക്കിക്ക് നേരെ രണ്ട് കൈ കൊണ്ട് പറ ഇടി ഉറങ്ങി. അതിശക്തമായ ബോഡിയാണ് ബ്ലാക്കിയുടേത്. മറ്റാരെങ്കിലും ആയിരുന്നെങ്കിൽ ഈ സമയം കൊണ്ട് ഏതാണ്ട് ഇറച്ചിയായനെ. മാർക്കിന്റെ ഇടി തലങ്ങും വിലങ്ങും ബ്ലാക്കിയുടെ പുറത്തു വീണിട്ടും ബ്ലാക്കിക്ക് വലിയ പരിക്കൊന്നുമില്ല. ഇടിയേറ്റ് ബ്ലാക്കി ആ മണലിടയിലേക്ക് പതുങ്ങി പോകുന്നു മാത്രം. മണ്ണും എല്ലാം കൂടി ഇപ്പോ ബ്ലാക്കിയുടെ മുകളിലേക്ക് വീണ് കിടക്കുകയാണ്. ഗ്രാനിക്വിൻ വീണ്ടും ഉറക്കെ വിളിക്കാനായിട്ട് വാ തുറക്കുമ്പോൾ അവരുടെ വായിൽ ബ്ലാക്കി എന്നുള്ള വാക്ക് അങ്ങ് സ്ട്രക്കായി നിൽക്കുകയാണ്. ശബ്ദം അവർക്ക് പുറത്തേക്ക് വരുന്നില്ല. അവിടെ കണ്ണങ്ങനെ തള്ളി നിൽക്കുകയാണ്. അവിടെ മുഖത്തിപ്പോ സങ്കടമാണോ ദേഷ്യമാണോ എന്നൊന്നും പറയാൻ പറ്റാത്ത അവസ്ഥയാണ്. പക്ഷെ ഈ സമയത്ത് ബ്ലാക്കി വീണ്ടും മണ്ണിന്ന് ചാടി എണീക്കുകയും മുന്നോട്ട് പോകുന്നതിന് പകരം ഒത്തിരി പുറകോട്ട് നീങ്ങുകയും ചെയ്തു. മാർക്ക് ഫെല്ലറുടെ ഇടിയേറ്റ് തകർന്ന് തരിപ്പണമായ ബ്ലാക്കി ഏകദേശം ഒരു 50 അടി പുറകോട്ട് അതിവേഗം ഓടി മാറി. അത് കണ്ടതും മാർക്ക് ഫെല്ലർ ബ്ലാക്കിയോട് പറഞ്ഞു, ഏയ് ബ്ലാക്കി, നീ ഓടി രക്ഷപ്പെടാനാണോ പോകുന്നത്? അങ്ങനെ മാർക്ക് ചോദിക്കുമ്പോൾ ആൾക്കൂട്ടവും അമ്പരപ്പോടെ നോക്കുകയാണ്. ഈ നൂറ്റാണ്ടിലെ യുദ്ധം എന്നൊക്കെ വിളിക്കപ്പെട്ട മാർക്ക് ഫെല്ലർ ബ്ലാക്കി യുദ്ധം ഇതാ മറ്റൊരു ശൈലിയിലേക്ക് മാറുകയാണ്. ബ്ലാക്കി പേടിച്ചോടുകയാണ്. ആളുകൾ അതിനെക്കുറിച്ചൊക്കെ കമന്റ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ മാർക്ക് ഫെല്ലർ കൗതുകത്തോടെ ബ്ലാക്കി ഒന്ന് നോക്കി. ബ്ലാക്കി, നീ എന്താ തോറ്റ് പിന്മാറുകയാണോ? അങ്ങനെ മാർക്ക് ചോദിച്ചതും ബ്ലാക്കിയുടെ മുഖത്ത് ഒരു പുഞ്ചിരി വിരിഞ്ഞു. ശരിക്കും പുഞ്ചിരിച്ചുകൊണ്ട് ബ്ലാക്കി സാവധാനം മാർക്കിനെതിരെ നടന്നു തുടങ്ങി. നേരത്തെ പേടിച്ചോടിയ വ്യക്തിയാണ്, ഇപ്പൊ ഇതാ അവൻ മാർക്കിനെതിരെ നടക്കുകയാണ്. സ്ലോ മോഷനിൽ നടന്നു തുടങ്ങിയ ബ്ലാക്കി പെട്ടെന്ന് ആ നടത്തത്തിന് വേഗത കൂട്ടി. ശരിക്കും അവൻ നടക്കുന്നതിന് വേഗത കൂടുന്നതനുസരിച്ച് അത് ഒരു ഓട്ടമായി അങ്ങ് രൂപം മാറുകയാണ്. അവൻ മാർക്ക് ഫെല്ലർക്ക് നേരെ അതിവേഗം കുതിച്ചു വരുന്ന കണ്ടതും മാർക്കും മുന്നോട്ട് കുതിച്ച മാർക്ക് ഫെല്ലറും ബ്ലാക്കിയും തമ്മിൽ ശരിക്കും അന്തരീക്ഷത്തിൽ വെച്ച് ശക്തമായി ഒന്ന് ഏറ്റുമുട്ടുകയാണ്. രണ്ടുപേരും ചാടി ഉയർന്ന് പരസ്പരം അവരുടെ കൈകൾ കൊണ്ട് ഇടിച്ചപ്പോൾ മാർക്ക് ഫെല്ലർ അനവധി അടി പുറകോട്ട് തെറിച്ചു. ശരിക്കും മാർക്ക് ഫെല്ലറെ എടുത്തെറിയപ്പെടുകയായിരുന്നു. ഇതുവരെ മാർക്കിന്റെ ഇടിയേറ്റ് ദൂരേക്ക് തെറിച്ചു വീണിരുന്ന ബ്ലാക്കി ഒറ്റ ഇടിക്ക് മാർക്കിനെ അനവധി അടി പുറകോട്ട് തെറിപ്പിച്ചു. തെറിച്ച് ദൂരേക്ക് വീണ മാർക്ക് ഫെല്ലർ വീണ സ്ഥലത്ത് നിന്ന് എണീക്കാൻ വേണ്ടി ശ്രമിക്കുമ്പോൾ ആളുകൾ മൊത്തം എന്നത് സ്റ്റണ്ട് ആയതുപോലെയായി. ആർക്കും കൊണ്ട് വിശ്വസിക്കാൻ പറ്റാത്ത ഒരു കാഴ്ചയാണ് അവർ കാണുന്നത്. ഫൈറ്റ് തുടങ്ങിയിട്ട് 10-25 മിനിറ്റായി. ഇതിനിടയിൽ ഒരിക്കൽ പോലും ബ്ലാക്കിക്ക് മാർക്കിന് മുകളിൽ ആധിപത്യം സ്ഥാപിക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. മാർക്ക് ബ്ലാക്കിയെ തലങ്ങും വിലങ്ങി ഇടിക്കുന്നതാണ് ആളിൽ കണ്ടത്. ഇപ്പൊ ഇതാ പെട്ടെന്ന് സീൻ ആകെ എങ്ങും മാറുകയാണ്. മാർക്ക് ഫെല്ലർ പുറകോട്ട് തെറിച്ചിരിക്കുന്നു. എണീറ്റ മാർക്ക് ലേശ കൗതുകത്തോടെ ബ്ലാക്കി ഒന്ന് നോക്കി. ബ്ലാക്കിയുടെ ശക്തിയിൽ വൻ വർധനവ് മാർക്കിന് ഫീൽ ചെയ്തിരിക്കുകയാണ്. മാർക്ക് ബ്ലാക്കിയോട് ചോദിച്ചു, ബ്ലാക്കി, നീ എന്ത് മാജിക് സ്പെല്ലാ ഉപയോഗിച്ചത്? അതിന് മറുപടി പറയാതെ ബ്ലാക്കി മുന്നോട്ട് കുതിക്കുമ്പോൾ ഗ്രാനിക്വിൻ ഉറക്കെ ബ്ലാക്കിയോട് വിളിച്ചു പറയുകയാണ്, ബ്ലാക്കി, അവരെ വെച്ചേക്കേണ്ട, തീർത്തേക്ക്. അത് കേട്ടുകൊണ്ടാണ് ബ്ലാക്കി മുന്നോട്ട് കുതിച്ചത്. മുന്നോട്ട് കുതിക്കുന്ന ബ്ലാക്കിയുടെ ശക്തിയെക്കുറിച്ച് ഏകദേശം ഒരു ധാരണ മാർക്കിന് വന്നിട്ടുണ്ട്.
മാർക്ക് വേഗം മാർക്കിന്റെ ബോഡിക്ക് ചുറ്റുമായി ആ ഗോൾഡൻ സെയിന്റ്ലി ബട്ടൺ ആക്ടിവേറ്റ് ചെയ്തു. അതിവേഗതയിൽ മാർക്കിന്റെ ബോഡിക്ക് ചുറ്റും ആ സുവർണ്ണ വലയങ്ങൾ ഉണ്ടായി. 3 ശക്തമായ സുവർണ്ണ വലയങ്ങൾ. ആ സുവർണ്ണ വലയങ്ങൾ മാർക്കിന്റെ പുറത്തുണ്ടായതും മാർക്ക് തന്റെ ഫുൾ എനർജി വലത് കൈയിലേക്ക് കേന്ദ്രീകരിച്ചു. ആബ്സല്യൂട്ട് ബിഗിനിങ് ഫിസ്റ്റ്. ആ ഫിസ്റ്റ് ആക്ടിവേറ്റ് ചെയ്തതും ബ്ലാക്കി മാർക്കിനടുത്തെത്തിയതും ഒരേ നിമിഷത്തിലാണ്. ബ്ലാക്കി ചാടി ഉയർന്ന ഒരു അക്ഷയിടി. മാർക്ക് ഫെല്ലറും അതുപോലെ തന്നെ ചാടി ഉയർന്ന് തിരിച്ചിരിക്കുകയാണ്. അതിശക്തരായ 2 മാർഷ്യൽ ആർട്ടിസ്റ്റുകൾ അന്തരീക്ഷത്തിൽ ചാടി ഉയർന്ന് അങ്ങനെ ആഞ്ഞിടിച്ചതും ശരിക്കും ഒരു തരംഗം തന്നെ അവിടെ ഉണ്ടായി. എല്ലാ മേഖലയിലേക്ക് ആ തരംഗം ഇങ്ങനെ വ്യാപിക്കുകയാണ്. മാർഷ്യൽ ആർട്ടിസ്റ്റുകളാണെങ്കിലും ശക്തി കുറഞ്ഞ ആളുകൾ ആ തരംഗം ഉണ്ടാക്കിയ പ്രഷറിൽ പിടിച്ചു നിൽക്കാൻ പറ്റാതെ തറയിലേക്ക് വീഴുന്ന കാഴ്ചയും ഇതിനിടയിൽ ഉണ്ടായി. സകലരും അമ്പരപ്പോടെ നോക്കുമ്പോൾ മാർക്ക് ഫെല്ലർ പുറകോട്ട് തെറിച്ചു കഴിഞ്ഞു. പുറകോട്ട് തെറിച്ച് ഒരു മൺകൂനയിലേക്ക് വീണ മാർക്കിന്റെ അടുത്തേക്ക് ബ്ലാക്കി സാവധാനം നടന്നു വരികയാണ്. മാർക്ക് ആ മൺകൂനയിൽ നിന്ന് എണീക്കാൻ ശ്രമിക്കുമ്പോഴേക്കും ബ്ലാക്കി മാർക്കിനടുത്തെത്തിയ ബ്ലാക്കി ചാടി ഉയർന്ന ഒരൊറ്റ ഇടി. ശരിക്കും അയാൾ ചാടി ഉയർന്ന് താഴേക്ക് ഇടിക്കുമ്പോൾ മാർക്ക് ഫെല്ലർ ആ മൺകൂനിൽ നിന്ന് ഇങ്ങനെ എണീക്കുന്ന സമയമാണ്. ആ സമയത്താണ് ബ്ലാക്കിയുടെ അതിശക്തമായ പഞ്ച് മാർക്കിന് നേരെ വരുന്നത്. മാർക്കിന് നേരെ അതിശക്തമായി പഞ്ച് ചെയ്യുമ്പോൾ മാർക്ക് താഴ്ന്ന് എഴിക്കുന്നതിനിടയിൽ മണ്ണ് ചുറ്റും തെറിച്ചു. അതൊന്നും ശ്രദ്ധിക്കാതെ ബ്ലാക്കി അവന് ഇടത് കൈ കൊണ്ടും ആഞ്ഞിടിക്കുകയാണ്. ശരിക്കും ബ്ലാക്കി വായുവിൽ തങ്ങി നിന്നുകൊണ്ടാണ് പഞ്ച് ചെയ്യുന്നത്. വായുവിൽ തങ്ങി നിന്നുകൊണ്ട് ഇടത് കൈ കൊണ്ടും വലത് കൈ കൊണ്ട് ആഞ്ഞ് പഞ്ച് ചെയ്യാണ് ബ്ലാക്കിയുടെ തുരുതുരാവുള്ള പഞ്ചുകൾ ആ മണ്ണിലാ വീഴുന്നത്. മണ്ണിനകത്തുള്ള മാർക്ക് ഫെല്ലർക്ക് വൻതോതിൽ ക്ഷതമേൽക്കുന്നുണ്ടെന്ന് ആ പഞ്ചുകൾ വിളിച്ചു പറയുകയാണ്. അവിടെ നിന്ന് മണ്ണ് ചിതറിത്തെറിക്കുന്നുണ്ട്. ശരിക്കും ദൂരേക്ക് നിൽക്കുന്ന ആളുകൾക്ക് എന്താണ് സംഭവിക്കുന്നതെന്ന് വ്യക്തമായി മനസ്സിലാവില്ല. അത്രയേറെ പൊടിപടൽ ഇപ്പോൾ അവിടെ ഉണ്ട്. അതിനിടയിൽ കൂടിയാണ് മാർക്കിന്റെ ആ ഗോൾഡൻ ലൈറ്റ് മണ്ണിനിടയിൽ കൂടെ കാണുന്നത്. മാർക്കിന്റെ ബോഡിയിലെ ആ ഗോൾഡൻ ലൈറ്റ് മങ്ങുന്ന കാഴ്ച മീശ കൃത്യമായി കണ്ടു. മീശ ഉറക്കെ മാർക്കിനോട് വിളിച്ചു പറഞ്ഞു, മാർക്ക് ശ്രദ്ധിക്കേ, അവൻ ശക്തി നേടിയിരിക്കുകയാണ്, എന്തോ സ്പെല്ല് ഉപയോഗിക്കുകയാണ്, ശ്രദ്ധിക്കേ, ബി കെയർഫുൾ. അങ്ങനെ മീശ വിളിച്ചു പറയുമ്പോൾ മറുഭാഗത്ത് നിന്ന് ഗ്രാനിക്കുൻ ഉറക്കെ വിളിക്കുകയാണ്, ബ്ലാക്കി തീർക്ക. ഈ വിളികൾക്ക് അനുബന്ധമായി ഇവരുടെ രണ്ടുപേരുടെയും ആരാധകരുടെ വിളികളും അതിനിടെ കേൾക്കുകയാണ്. ശരിക്കും ശബ്ദമുഖരിതമായ ഒരു അന്തരീക്ഷം. ആ സമയത്ത് മാർക്ക് ഫെല്ലർ ഒരു പരുവത്തിൽ ആ മണ്ണിനിടയിൽ നിന്ന് ചാടി എണീറ്റു. മാർക്ക് ഫെല്ലർ ചാടി എണീക്കുന്നത് കണ്ടതും ബ്ലാക്കി അല്പം പുറകോട്ട് മാറി. ബ്ലാക്കി മാർക്കിനെ എണീക്കാനുള്ള അവസരം കൊടുക്കുകയാണെന്ന് അർത്ഥം. താൻ മാർക്കിനെ തോൽപ്പിക്കുന്നത് സകലരെയും കാണണം, അതാണ് ബ്ലാക്കിയുടെ ലക്ഷ്യം. ചാടി എണീറ്റ മാർക്കിന്റെ പുറത്തുള്ള ഡ്രസ്സൊക്കെ കീറി പറഞ്ഞിരിക്കുകയാണ്. മാർക്കിന്റെ ബോഡിയിൽ രക്തം ഒലിക്കുന്നുണ്ട്. സെയിൻറ്റ്ലി ബോഡി ടെക്നിക്കിന്റെ പ്രൊട്ടക്ഷൻ ഉള്ള മാർക്ക് ഫെല്ലറുടെ ബോഡിയിൽ സാധാരണഗതിയിൽ തൊടാൻ ബ്ലാക്കിക്ക് പറ്റില്ല. പക്ഷെ ഇപ്പൊ ഇതാ ബ്ലാക്കി മാർക്കിന്റെ ആ പ്രതിരോധം ഭേദിച്ചുകൊണ്ട് മാർക്കിന്റെ ബോഡിയിൽ ക്ഷതമേൽപ്പിച്ചിരിക്കുകയാണ്. ബ്ലാക്കിയുടെ ആ പഞ്ചുകൾക്ക് മാർക്കിന്റെ ബോഡിയിൽ തൊടാൻ പറ്റിയിരിക്കുകയാണ്. അതിന് ഒരുപാട് അർത്ഥമുണ്ട്. മാർക്ക് ഫെല്ലർ ലൈസിങ് കൗതുകത്തോടെ ബ്ലാക്കി ഒന്ന് നോക്കി. ബ്ലാക്കിയും മാർക്കും യഥാർത്ഥത്തിൽ മാർഷൽ മാർക്വിസ്റ്റുകളാണെങ്കിലും 8th ലെവലിലാണ് മാർക്കുള്ളത്, 9th ലെവലിലാണ് ബ്ലാക്കി പീക്ക് ലെവൽ മാർക്വിസ്റ്റായി ബ്രേക്ക് ചെയ്തിട്ടുണ്ട്. മാർക്ക് ബ്രേക്ക് ചെയ്തില്ലെന്നേ ഉള്ളൂ. യഥാർത്ഥത്തിൽ മാർക്കും 9th ലെവലിലാണ്, പക്ഷെ ബ്രേക്ക് ചെയ്ത് ഒഫീഷ്യലായിട്ട് എത്തിയിട്ടില്ലെന്ന് അർത്ഥം. പീക്ക് ലെവൽ മാർക്വിസ്റ്റായ ഒരാളെ തോൽപ്പിക്കാനും അയാളെ എതിരിടാനും മാർക്കിനൊരു ബുദ്ധിമുട്ടുമില്ല. പക്ഷെ ഇപ്പോ മാർക്കിന്റെ പുറത്ത് അനുഭവപ്പെടുന്ന പ്രഷർ, ആ പഞ്ചിന്റെ പവർ, അത് ഒരു കാര്യം മാർക്കിനോട് വിളിച്ചു പറയുകയാണ്. ഇപ്പോ ബ്ലാക്കി ഒരു പീക്ക് ലെവൽ മാർക്വിസ് അല്ല, അതിനേക്കാൾ മുകളിലുള്ള ഒരു ലെവലില അവൻ. മാർക്ക് കൺഫ്യൂസ്ഡ് ആയിട്ട് നിൽക്കുമ്പോൾ മീശ ഉറക്കെ മാർക്കിനോട് വിളിച്ചു പറഞ്ഞു, മാർക്ക്, അവൻ മാർഷൽ സെയിന്റ് പവർ നേടിയിരിക്കുകയാണ്. മാർഷൽ സെയിന്റ് പവർ ബ്ലാക്കി നേടിയിരിക്കുന്നു എന്ന് മീശ ഉറക്കെ വിളിച്ചു പറഞ്ഞത് അവിടെയുള്ള ആൾക്കൂട്ടം കേട്ടു. ആളുകൾ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും പറയുകയാണ്, ബ്ലാക്കി മാർഷൽ സെയിന്റ് പവർ നേടിയിരിക്കുന്നു. മാർഷൽ സെയിന്റ് വെപ്പൺ സൃഷ്ടിക്കണമെങ്കിൽ മാർഷൽ സെയിന്റുകൾ ആ ആയുധത്തിലേക്ക് അവരുടെ ശക്തി കൊടുക്കണം. അങ്ങനെയാണ് മാർഷൽ സെയിന്റ് വെപ്പൺ സൃഷ്ടിക്കുന്നത്. ഒരു മാർഷൽ സെയിന്റ് അയാളുടെ ശരീരത്തിൽ നിന്ന് സ്പിരിച്വൽ എനർജി ഒരു വെപ്പണിനകത്തേക്ക് പതുക്കെ കയറ്റി
അതിന് മാർഷൽ സെയിന്റിന്റെ പവർ ഉണ്ടാക്കും. ആ പവർ അധിക നേരം ഉണ്ടാവില്ല. ആ പവർ ഉപയോഗിക്കുന്നതനുസരിച്ച് കുറഞ്ഞു തുടങ്ങും. ആ പവർ പൂർണ്ണമായി തീരുമ്പോൾ വീണ്ടും ആ മാർഷൽ സെയിന്റ് അതിനകത്തേക്ക് അയാളുടെ ഇന്റർണൽ എനർജി കയറ്റി വിട്ടാലേ വീണ്ടും ആ മാർഷൽ സെയിന്റ് വെപ്പണിന് പവർ ഉണ്ടാവും. ജിങ്ഡു മാർഷൽ ആർട്സ് അസോസിയേഷന്റെ കൈവശമുള്ള ആ പ്രജന റൂളർ അങ്ങനെയുള്ള ഒരെണ്ണമാണ്. അതിനകത്തേക്ക് മാർഷൽ സെയിന്റുകൾ പവർ കയറ്റി വിടുന്നതാണ്. ജിങ്ഡു മാർഷൽ ആർട്സ് അസോസിയേഷനകത്ത് പല മാർഷൽ സെയിന്റ് ആയുധങ്ങളുമുണ്ട്. ഏതോ കാലഘട്ടത്തിൽ അന്നുണ്ടായിരുന്ന മാർഷൽ സെയിന്റുകൾ അവരുടെ പവർ ആ വെപ്പണിനകത്തേക്ക് കയറ്റിവിട്ട് അതിനെ പവർഫുൾ ആക്കി വെച്ചതാണ്. അത് ഉപയോഗിക്കുന്നതനുസരിച്ച് അതിന്റെ പവർ പോവുകയും ചെയ്യും. പക്ഷെ ഇവിടെ ബ്ലാക്ക് കീയുടെ കേസിൽ തികച്ചും അമ്പരപ്പിക്കുന്ന ഒരു സംഭവമാണ് നടന്നിരിക്കുന്നത്. വെപ്പണകത്തേക്ക് ആ ഇന്റേണൽ എനർജി കയറ്റി വിടുമ്പോലെ മാർഷൽ സെയിന്റ് കപ്പാസിറ്റിയുള്ള ആരോ ബ്ലാക്ക് കീയുടെ ശരീരത്തിലേക്ക് മാർഷൽ സെയിന്റ് പവർ കയറ്റിയിരിക്കുകയാണ്. മാർഷൽ സെയിന്റ് പവർ ബ്ലാക്ക് കീയുടെ ശരീരത്തിലേക്ക് കയറണമെങ്കിൽ അതിന് രണ്ട് ഓപ്ഷനാണ് ഉള്ളത്. ഒന്ന്, നിലവിലുള്ള ഏതെങ്കിലും മാർഷൽ സെയിന്റ് വെപ്പണിൽ നിന്ന് അതിലെ ഊർജ്ജം മുഴുവൻ ബ്ലാക്ക് കീയുടെ ബോഡിയിലേക്ക് കയറ്റണം. ഇല്ലെങ്കിൽ ഉറപ്പായും മാർഷൽ സെയിന്റുകൾ അവരുടെ ഇന്റേണൽ എനർജി ബ്ലാക്ക് കീയുടെ ബോഡിയിലേക്ക് താൽക്കാലികമായി കയറ്റണം. ഇതിലേതോ ഒന്ന് സംഭവിച്ചിരിക്കുന്നു. മാർഷൽ സെയിന്റുകൾ ഈ ഭൂമിയിൽ ഇല്ല എന്ന് പൊതുവെ എല്ലാവർക്കും അറിയാം. അതുകൊണ്ട് തന്നെ ആയുധത്തിൽ നിന്നും ബ്ലാക്കിന്റെ പുറത്തേക്ക് എനർജി കയറ്റിയതായിരിക്കും. ആൾ പല ശൈലിയിലും ഇത് ഡിസ്കസ് ചെയ്യാണ്. ഒരുപാട് മാർഷൽ സെയിന്റ് വെപ്പണുള്ള ഒരു പ്രസ്ഥാനമാണ് ജിങ്ഡു മാർഷൽ ആർട്സ് അസോസിയേഷൻ. അവർക്ക് ബ്ലാക്ക് കീയുടെ ബോഡിയിലേക്ക് ആ മാർഷൽ സെയിന്റ് വെപ്പണിലുള്ള ആ പവർ കൊണ്ടുവരാൻ വലിയ ബുദ്ധിമുട്ട് വരത്തില്ല. അങ്ങനെ അവർ ചർച്ച ചെയ്യുമ്പോൾ മീശ ഉറക്കെ മാർക്കിനോട് പറഞ്ഞു, മാർക്ക്, നീ ആ ചിത്രമെടുക്കെ. മാർഷൽ സെയിന്റ് ആണ് മറുപുറത്ത് നിൽക്കുന്നെന്ന് കേട്ടപ്പോൾ മാർക്ക് ഫെല്ലർ ശരിക്കും നടുങ്ങിയിട്ടുണ്ട്. ഒരു മാർഷൽ സെയിന്റിന് നേരിടാനുള്ള കപ്പാസിറ്റി തനിക്ക് ഇല്ല എന്ന് മാർക്കിന് നന്നായിട്ട് അറിയാം. എന്താണ് ഇനി ചെയ്യേണ്ടത് എന്നതിനെ കുറിച്ച് മാർക്ക് ആലോചിക്കുമ്പോഴാണ് മീശ ഉറക്കെ ആ ചിത്രം എടുക്കുന്ന വിളിച്ചു പറഞ്ഞത്. ഏത് ചിത്രം? മാർക്ക് അതാണ് ആലോചിക്കുന്നത്. മാർക്കിന് ഒരു പിടിയും കിട്ടുന്നില്ല. മാർക്ക്, ആ ലാൻഡ്സ്കേപ്പ് ചിത്രം എടുക്ക. ലാൻഡ്സ്കേപ്പ് ചിത്രോ? ഏത് ലാൻഡ്സ്കേപ്പ് ചിത്രം? മാർക്ക് ഇങ്ങനെ ആലോചിക്കുമ്പോഴേക്കും ബ്ലാക്കിയിൽ ചില മാറ്റങ്ങളൊക്കെ സംഭവിക്കുകയാണ്. ബ്ലാക്കിയുടെ ബോഡിക്ക് ചുറ്റുമായുള്ള ഓറ അതിശക്തമായി വളരുകയാണ്. ശരിക്കും അതിശക്തമായ ഇന്റേണൽ എനർജി ബ്ലാക്കിയുടെ ബോഡിക്ക് ചുറ്റും ഇങ്ങനെ ഉണ്ടായി വരുമ്പോൾ അത് ഉണ്ടാക്കുന്ന പ്രഷർ ചുറ്റും വ്യാപിക്കുകയാണ്. ഒരു മാർഷൽ സെയിന്റ് യുദ്ധത്തിൽ ഏർപ്പെടുന്നത് ആദ്യമായിട്ടാണ് അവിടെ നിൽക്കുന്ന ആൾക്കൂട്ടം കാണുന്നത്. അവർക്കിതാ അത് അനുഭവവേദ്യമാവുകയാണ്. ഒരു മാർഷൽ സെയിന്റിന്റെ പവർ എന്ന് പറഞ്ഞാൽ അൺബിലീവബിൾ ആയിട്ടുള്ള പവറാണ്. ആ പവർ ആ ബോഡിയിൽ നിന്ന് പുറത്തേക്ക് വരുമ്പോൾ വല്ലാത്തൊരു പ്രഷർ എല്ലാ ഭാഗത്തും അനുഭവപ്പെടുകയാണ്. സ്വാഭാവികമായും ബ്ലാക്കിൽ നിന്ന് ഏകദേശം 20 മീറ്റർ മാറി നിൽക്കുന്ന മാർക്ക് ഫെല്ലറുടെ ബോഡിയിലും ആ പ്രഷർ അനുഭവപ്പെടുകയാണ്. ആ പ്രഷർ അനുഭവപ്പെട്ടതും മാർക്ക് വീണ്ടും ആ സെയിന്റ്ലി ബോഡി ടെക്നിക്ക് ആക്ടിവേറ്റ് ചെയ്തു. തേർഡ് ലെവൽ സെയിന്റ്ലി ബോഡി ടെക്നിക്ക് ആക്ടിവേറ്റ് ചെയ്ത മാർക്ക് പെട്ടെന്ന് കൈയൊന്നുയർത്തി. മാർക്ക് കൈയൊന്നുയർത്തിയതും മാർക്കിന്റെ കയ്യിലേക്ക് ആ ബ്രൗൺ സോഡ് വരികയാണ്. ഇപ്പോ രക്തത്തിന്റെ അതേ കളറിലുള്ള ആ സോഡാണ് മാർക്കിന്റെ കയ്യിൽ വന്നിരിക്കുന്നത്. ആ സോഡ് കയ്യിലേക്ക് വന്നതും അതിൽ നിന്നൊരു സോഡ് എനർജി പുറത്തേക്ക് വന്നു. അതിശക്തമായ പ്രകാശം ആ വാളിന്ന് പുറത്തേക്ക് വരികയാണ്. മാർക്ക് ഫെല്ലർ ആ സോഡുമായി ചാടി ആകാശത്തേക്ക് ഉയർന്നു. 9 സ്ലാഷിംഗ് ടെക്നിക് തേർഡ് ലെവൽ എന്ന് പറഞ്ഞുകൊണ്ട് തേർഡ് ലെവൽ ആക്ടിവേറ്റ് ചെയ്തുകൊണ്ട് മാർക്ക് ഫെല്ലർ ആകാശത്തുനിന്ന് അതിശക്തമായി ബ്ലാക്കിക്ക് നേരെ ആ വാള് വീശി. മാർക്ക് ഫെല്ലറുടെ കയ്യിലുള്ള അവസാന ആയുധം ഉപയോഗിച്ച് മാർക്ക് ഒരു കളി കളിക്കുകയാണ്. ആ വാളിന്റെ പ്രകാശം ശക്തമായി ബ്ലാക്കിക്ക് നേരെ പാഞ്ഞു വന്നതും ബ്ലാക്കി രണ്ട് കൈയും ഒന്ന് ക്രോസിന് പിടിച്ചു. ബ്ലാക്കി രണ്ട് കൈയും ക്രോസ് ചെയ്ത് പിടിച്ചതും ആ കൈയുടെ ആക്ഷൻ ആനുപാതികമായി ബ്ലാക്കിയുടെ ബോഡിയിൽ നിന്ന് ഒരു ചുവന്ന പ്രകാശം പുറത്തേക്ക് ഇങ്ങനെ തെറിക്കുകയാണ്. അതിശക്തമായ ഒരു മറ പെട്ടെന്ന് ബ്ലാക്കിക്ക് മുന്നിലുണ്ടായി. ചുവന്ന പ്രകാശം കൊണ്ടുള്ള ഒരു മറ. ആ മറയിലേക്കാണ് 9 സ്ലാഷിംഗ് ടെക്നിക്കിലെ തേർഡ് ലെവൽ ആക്ടിവേറ്റ് ചെയ്ത മാർക്ക് ഫെല്ലർ ആഞ്ഞു വെട്ടുന്നത്. മാർക്കിന്റെ സോഡ് ലൈറ്റ് ആ പ്രകാശത്തിൽ വീണതും ആ സോഡ് ലൈറ്റ് അങ്ങ് ചിതറി. സോഡ് ലൈറ്റ് ചിതറിയതും മാർക്ക് ഫെല്ലർ താഴേക്ക് ചാടി വീണതും ഒരേ നിമിഷത്തിലാണ്. മാർക്ക് ഫെല്ലർ നോക്കി ബ്ലാക്കി പറഞ്ഞു, മാർക്ക്, അതുകൊണ്ടൊന്നും കാര്യമില്ല. മാർക്ക് ഫെല്ലറുടെ അവസാന ആയുധവും മാർക്ക് എടുത്ത് ഉപയോഗിച്ചു കഴിഞ്ഞു. അപ്പൊ വീണ്ടും മീശ പറയണം, മാർക്ക്, ലാൻഡ്സ്കേപ്പ്. മാർക്കും മീശയും തമ്മിൽ ഏകദേശം ഒരു 10-50 അടി അകലമുണ്ട്. ആ യുദ്ധം നടക്കുന്ന ഇടത്തേക്ക് ആരും കയറുന്നില്ല. എല്ലാവരും ലേശം മാറിയാണ് നിൽക്കുന്നത്.
ഏതായാലും മീശ വിളിച്ചു പറയുന്നത് മാർക്കിനെ കേൾക്കാം. ലാൻഡ്സ്കേപ്പ് ചിത്രവും. ഏത് ലാൻഡ്സ്കേപ്പ്? മാർക്ക് അങ്ങനെ ആലോചിക്കുമ്പോഴേക്കും ബ്ലാക്കി അവന്റെ ബോഡിക്ക് ചുറ്റുമായി ആ ചുവന്ന പ്രകാശം ഒന്നുകൂടി ശക്തമാക്കി. അതിശക്തമായ ഒരു പ്രകാശം ഇപ്പൊ ബ്ലാക്കിക്ക് ചുറ്റും ഉണ്ടായിരിക്കുകയാണ്. ചുവന്ന പ്രകാശത്തിൽ ബ്ലാക്കി അങ്ങനെ ജ്വലിച്ചു നിൽക്കുകയാണ്. ജ്വലിച്ചു നിൽക്കുന്ന ആ ബ്ലാക്കി മാർക്ക് ഫെല്ലറെ ഒന്ന് നോക്കിയതും ഗ്രാനി ക്വിൻ ബ്ലാക്കിയോട് പറഞ്ഞു, ബ്ലാക്കി തീർത്തേക്ക്, ഇനി മാർക്ക് ഫെല്ലർ വേണ്ട. അത് തീരുമാനിച്ചുറച്ചാണ് ഗ്രാനി ക്വിൻ അങ്ങനെ പറഞ്ഞത്. ഓക്കെ ഗ്രാനി ക്വിൻ അങ്ങനെ പറഞ്ഞുകൊണ്ട് ബ്ലാക്കി മുന്നോട്ട് കുതിച്ചു. ബ്ലാക്കി മുന്നോട്ട് കുതിക്കാനായി ഓരോ സ്റ്റെപ്പ് വെക്കുമ്പോഴും ഭൂമി ശരിക്കും കിടുങ്ങുന്നുണ്ട്, വിറയ്ക്കുന്നുണ്ടെന്ന് പറയാം. അത്ര ശക്തമായ പ്രഷറാണ് ബ്ലാക്കി ഉണ്ടാക്കുന്നത്. ബ്ലാക്കി തികച്ച ഒരു മാർഷൽ സെയിന്റായി മാറിയിരിക്കുകയാണ്. മാർഷൽ സെയിന്റ് കമ്പാരിസൺ ഇല്ലാത്ത ഒരു ശക്തിയുടെ ഉടമയാണ്. ആ മാർഷൽ സെയിന്റ് മാർക്ക് ഫെല്ലർക്കെതിരെ കുതിക്കുന്നത് കണ്ടതും മാർക്ക് ഫെല്ലർ ബോഡ്ലി സെയിന്റ്ലി ടെക്നിക്കും ആക്ടിവേറ്റ് ചെയ്ത് വെനറബിൾ ഫിഫ്ത്ത് മോഡൽ വിളിച്ചു വരുത്തി. മാർക്കിന്റെ ബോഡിക്ക് തൊട്ട് മുന്നിലായി വെനറബിൾ ഫിഫ്ത്ത് മൗണ്ടനും എത്തി. അതേ സമയത്ത് തന്നെ മാർക്ക് ആ ഡ്രാഗൺ പവറും ആക്ടിവേറ്റ് ചെയ്തു. മാർക്കിന്റെ കൈവശമുള്ള എല്ലാ സംവിധാനങ്ങളും ആക്ടിവേറ്റ് ചെയ്ത മാർക്കിന്റെ എൻറ്റയർ ബോഡിയും ഒന്ന് ആക്ടിവേറ്റ് ചെയ്ത് ദേഹത്തിന് മുഴുവൻ പവറും മാർക്കിന്റെ വലത് കൈയിലേക്ക് മാർക്ക് കൊണ്ടുവരികയാണ്. മാർക്കിന്റെ വലത് കൈയിലേക്ക് ആ എൻറ്റയർ പവറും വരുമ്പോൾ ആ വലത് കൈ സുവർണ പ്രകാശത്തിൽ അങ്ങനെ തിളക്കുകയാണ്. ഈ നിമിഷത്തിൽ ബ്ലാക്കി ഏതാണ്ട് മാർക്ക് ഫെല്ലർക്ക് അടുത്തെത്തിക്കഴിഞ്ഞു. മാർക്ക് ഫെല്ലറും ബ്ലാക്കിയും തമ്മിൽ അകലം വെറും 5 മീറ്ററാണ്. ആ അകലത്തിലെത്തിയ ബ്ലാക്കി ഒന്ന് ചാടി ഉയർന്നു. മാർക്ക് ഫെല്ലറെ ഒറ്റ ഇടിക്ക് തീർക്കാനുള്ള ഒരു ഉദ്യമത്തിലേക്കാണ് ബ്ലാക്കി കടക്കുന്നത്. ചാടി ഉയർന്ന ബ്ലാക്കി അതിശക്തമായി ആഞ്ഞ് മാർക്കിനെ ഇടിക്കുമ്പോൾ മാർക്ക് ഫെല്ലറുടെ വലത് കൈയിലെ ആ ഗോൾഡൻ പ്രകാശം പെട്ടെന്ന് ഒരു പർപ്പിൾ ഫ്ലെയിമായി മാറി. മാർക്കിന്റെ ശരീരത്തിലെ അവസാന ഊർജവും ആ വലത് കൈയിലേക്ക് കൊണ്ടുവന്നിരിക്കുകയാണ്. മാർക്കിന്റെ കയ്യിൽ സാധാരണഗതിയിൽ ആൽക്കമിസ്റ്റുകളുടെ കയ്യിൽ വരുന്ന പോലെ ഒരു ഫ്ലെയിം വന്നിരിക്കുകയാണ്. ആ ഫ്ലെയിം പെട്ടെന്ന് ആ കൈ മുഴുവൻ വ്യാപിച്ചു. ഇപ്പൊ മാർക്കിന്റെ ആ വലത് കൈ പൂർണ്ണമായും പർപ്പിൾ ഫ്ലെയിമാണ്. ആ പർപ്പിൾ ഫ്ലെയിം മാർക്കിന്റെ കൈ മുഴുവൻ നിറഞ്ഞ അതേ സമയത്തിൽ ബ്ലാക്കി താഴേക്ക് കുതിച്ചിരുന്നു. ബ്ലാക്കിയുടെ അതിശക്തമായ ആ ഇടി ഒരു ചുവന്ന പ്രകാശമായി താഴേക്ക് വരികയാണ്. ആ നിമിഷത്തിലാണ് പർപ്പിൾ പ്രകാശവുമായി മാർക്ക് ഫെല്ലറുടെ കൈ ബ്ലാക്കിയുടെ കൈക്ക് തെരെ ഇടിക്കുന്നത്. ആ രണ്ട് കൈയും കൂട്ടിമുട്ടിയപ്പോ ഒരു ഭീകര ശബ്ദവും ഒരു തരംഗവും പൊടിപടലങ്ങളും പ്രകാശത്തിന്റെ വിസ്ഫോടനവും എല്ലാം ഒരുമിച്ച് സംഭവിച്ചു. ശരിക്കും കണ്ണഞ്ചിക്കുന്ന പ്രകാശം. ആ മലമുകളിൽ ആ പ്രകാശമല്ലാതെ വേറെ ഒന്നും കാണാനില്ല. സകലരുടെയും കണ്ണങ്ങ് മഞ്ഞു പോവുകയാണ്. അത്ര പ്രകാശമാണ് അവിടെ ഉണ്ടായത്. അതിശക്തമായി ഒരു മിന്നലടിക്കുമ്പോൾ കണ്ണ് മഞ്ഞു പോവുമല്ലോ, അതുപോലെ സകല ആളുകളുടെയും കണ്ണ് മഞ്ഞിരിക്കുകയാണ്. തല തിരിച്ചുപോയ ആളുകൾ ഒരു നിമിഷം കഴിഞ്ഞ് തിരിഞ്ഞ് ആ മലയുടെ മുകളിലേക്ക് നോക്കി. അവിടെ എന്തെങ്കിലും കാണാനുണ്ടോ എന്നാണ് അവർ നോക്കുന്നത്. മാർക്ക് ഫെല്ലറെ തീർക്കാൻ വേണ്ടിയാണ് ബ്ലാക്കി പൂർണ്ണ എനർജിയും അവന്റെ കയ്യിലേക്ക് കേന്ദ്രീകരിച്ചുകൊണ്ട് മാർക്ക് ഫെല്ലറെ ആഞ്ഞിടിച്ചത്. ആ ഇടിയിൽ അവൻ കേന്ദ്രീകരിച്ചത് ഒരു മാർഷൽ സെയിന്റിന്റെ പവറാണ്. വെറും മാർക്കിസ്റ്റ് മാത്രമായ മാർക്ക് ഫെല്ലർക്ക് ഒരു മാർഷൽ സെയിന്റിന്റെ പവറിനെ ഓവർടേക്ക് ചെയ്യാൻ കഴിയില്ല എന്ന യാഥാർത്ഥ്യം എല്ലാവർക്കും അറിയാം. അതുകൊണ്ട് തന്നെ ജിന്യാവോയും വിൽമൗണ്ടും ഒക്കെ ആ സ്പോട്ടിലേക്ക് നോക്കുമ്പോൾ അവരുടെ മുഖത്ത് ശരിക്കും ചിരി അങ്ങനെ തെളിഞ്ഞു നിൽക്കുകയാണ്. മാർക്ക് ഫെല്ലർ അവസാനിച്ചു. ആ ഒരു ചിന്തയോടുകൂടി അവർ ആ സ്പോട്ടിലേക്ക് നോക്കുമ്പോൾ അവിടെ അവർ കാണുന്നത് സാക്ഷാൽ മാർക്ക് ഫെല്ലറെയാണ്. അവർ ആ സ്പോട്ടിലേക്ക് നോക്കുമ്പോൾ അവരൊരു ശബ്ദം കേട്ടു. ഹേയ് ബ്ലാക്കി, ഒരു മാർഷൽ സെയിന്റ് ഇത്രയേ ഉള്ളൂ. ശബ്ദം കേട്ട് ആളുകൾ അമ്പരപ്പോടെ ആ പ്രകാശം തെളിഞ്ഞു വരുന്ന ഭാഗത്ത് സൂക്ഷിച്ചു നോക്കുമ്പോൾ അവർ കാണുന്നത് മാർക്ക് ഫെല്ലറെയാണ്. മാർക്ക് ഫെല്ലറുടെ ആ ഡ്രസ്സ് നേരത്തെ എങ്ങനെ ഉണ്ടായിരുന്നു അതുപോലെ തന്നെയുണ്ട്. മാർക്കിന്റെ ബോഡിയിൽ ഒന്നും സംഭവിച്ചിട്ടില്ല. മാർക്കിൽ നിന്ന് ഏകദേശം 7 അടി പുറകോട്ട് മാറിയിരിക്കുകയാണ് ബ്ലാക്കി. മാർഷൽ സെയിന്റ് കപ്പാസിറ്റി ഉള്ള ബ്ലാക്കിയുടെ അതിശക്തമായ ആ പഞ്ചിനെ മാർക്ക് ഫെല്ലർ തടുത്തിരിക്കുന്നു. ശരിക്കും ഇപ്പോ പൂർണ്ണ നിശബ്ദതയാണ് എല്ലായിടത്തും. മാർഷൽ സെയിന്റ് കമ്പാരിസൺ ഇല്ലാത്ത ഒരു അവതാരമാണ്. മാർഷൽ സെയിന്റ് കപ്പാസിറ്റിയുള്ള ബ്ലാക്കി അതിശക്തമായി മാർക്ക് ഫെല്ലറെ പഞ്ച് ചെയ്ത് അവരെല്ലാം കണ്ടതാണ്. ആ പഞ്ചിനെതിരെ പിടിച്ചു നിൽക്കാൻ സാധാരണഗതിയിലുള്ള ഒരു മനുഷ്യനും പറ്റില്ല. പക്ഷെ മാർക്ക് ഫെല്ലർ ഇതാ പിടിച്ചു നിൽക്കുകയാണ്. മീശ അറിയാതെ പറഞ്ഞു പോവുകയാണ്.
ഈ മാർക്ക് ഫെല്ലർ ശരിക്കും ഒരു ജീനിയസ്. ജിന്യാവോയും വെൽമൗണ്ടും സഹോദരന്മാരും ഒക്കെ എന്നിട്ട് വാ പൊളിച്ച് നിൽക്കുകയാണ്. അമ്പരപ്പോടെ ആണെങ്കിലും യാവയുടെ മുഖത്ത് ഒരു പുഞ്ചിരിയുണ്ട്. അവൾക്ക് ഒരു വല്ലാത്ത സന്തോഷം. പല ശൈലിയിലുള്ള ആളുകൾ പല രീതിയിലാണ് ഈ കാഴ്ച നോക്കിക്കാണുന്നത്. വാ പൊളിച്ച് നിൽക്കുന്ന ഒരാൾ സാക്ഷൽ ഗ്രാനി ക്വിന്നാണ്. ഗ്രാനി ക്വിൻ വിശ്വസിക്കാനാവാതെ മാർക്ക് ഫെല്ലറിനെ സൂക്ഷിച്ചു നോക്കുകയാണ്. ഒരു മാർഷൽ സെയിന്റിന്റെ കപ്പാസിറ്റി എന്താണെന്ന് ഗ്രാനി ക്വിൻ ആരും പറഞ്ഞു കൊടുക്കേണ്ട കാര്യമില്ല. ആ കപ്പാസിറ്റിയിലുള്ള ഇടിയാണ് യഥാർത്ഥത്തിൽ മാർക്ക് ഫെല്ലർ തടുത്തിരിക്കുന്നത്. സകലരും ഒരക്ഷരം പോലും മിണ്ടാതെ ആ മലയിലെ ആ സംഘടന നടക്കുന്ന ഭാഗത്തേക്ക് തന്നെ അങ്ങനെ സൂക്ഷിച്ച് നോക്കി നിൽക്കുമ്പോൾ ബ്ലാക്കി മാർക്കിനോട് പറഞ്ഞു, മാർക്ക്, നീ ഈ മാർഷൽ സെയിന്റ് പഞ്ച് തടുക്കുമെന്ന് ഞാൻ തീരെ കരുതിയിരുന്നില്ല. ഓക്കെ, ഞാൻ നിന്നെ സമ്മതിക്കുന്നു. മാർക്ക്, നീ എൻ്റെ ഒരു പഞ്ച് തടുത്തു, അപ്പോ സെക്കൻഡ് പഞ്ചോ? അതൊരു ചോദ്യമാണ്. മാർക്ക് ഫെല്ലർ തന്റെ കഴിവിന്റെ പരമാവധി എടുത്ത് ഉപയോഗിച്ചിട്ടാണ് ആദ്യത്തെ ആ പഞ്ചിനെ തടുത്തത്. ശരിക്കും ആ പഞ്ചിനെ മാർക്ക് തടുക്കുമ്പോൾ മാർക്കിന്റെ ബോഡിയിൽ ഉണ്ടായിരുന്ന ആ വെനറബിൾ മൗണ്ടൻ ശരിക്കും നന്നായി മാർക്കിനെ സംരക്ഷിച്ചു എന്നുള്ളതാണ് സത്യം. ആ മൗണ്ടന്റെ ശക്തിയിലാണ് യഥാർത്ഥത്തിൽ മാർക്കിന്റെ ബോഡിക്ക് ക്ഷതമേക്കാതെ പോയത്. അതേ സമയത്ത് മാർക്കിന്റെ ബോഡിയിലെ അവസാന ഊർജവും മാർക്ക് ആ പവർഫുൾ ഫ്ലെയിമായി കൺവേർട്ട് ചെയ്തിരുന്നു. ആ പവർഫുൾ ഫ്ലെയിമിന്റെ പവറിലാണ് ബ്ലാക്ക് യഥാർത്ഥത്തിൽ പുറകോട്ട് തള്ളപ്പെട്ടത്. വീണ്ടും ഒരിക്കൽ കൂടി ആ പവർഫുൾ ഫ്ലെയിം സൃഷ്ടിക്കാൻ ഈ സാഹചര്യത്തിൽ മാർക്കിന് പറ്റില്ല. മാർക്കിന്റെ ഊർജം ഏതാണ്ട് തീർന്നു എന്ന് പറയാം. ബ്ലാക്ക് ചോദിച്ച ചോദ്യം മാർക്കിനും മനസ്സിലായി. താനിത അവസാനിക്കാൻ പോവുകയാണ്. ബ്ലാക്കിയുടെ ആ ഒന്നാമത്തെ പഞ്ച് തടുക്കാനായി ആ വെനറബിൾ ഫിഫ്ത്ത് മോഡൽ ഉപയോഗിച്ച മാർക്ക് ഫെല്ലർ സകല ഊർജവും ആ പർപ്പിൾ എനർജിയിലേക്ക് കൊണ്ടുവന്നത് ബ്ലാക്കി തകർക്കാനാണ്. ബ്ലാക്കി തകർന്നില്ല. മാർഷൽ സെയിന്റിന്റെ കപ്പാസിറ്റിയാണ് അവിടെ കാണുന്നത്. ഇനി ഒന്നും ചെയ്യാനായി മാർക്കിന്റെ കയ്യിൽ ബാലൻസ് ഇല്ല. മീശ ആ സമയത്ത് വീണ്ടും മാർക്കിനോട് വിളിച്ചു പറഞ്ഞു, മാർക്ക്, ലാൻഡ്സ്കേപ്പ്. മീശ പറയുന്നത് മാർക്ക് കേട്ടു. ഒരു ലാൻഡ്സ്കേപ്പിനെ കുറിച്ചാണ് മീശ വിളിച്ചു പറയുന്നത്. മീശ എന്താണ് പറയുന്നതെന്ന് ഇപ്പോൾ മാർക്കിന് അറിയാം. മാർക്കിന്റെ കയ്യിൽ ഒരു ചിത്രമുണ്ട്. ആ ചിത്രത്തെയാണ് മീശ ഉദ്ദേശിക്കുന്നത്. പക്ഷെ ആ ചിത്രത്തിന് ഈ മാർഷൽ സെയിന്റിനെ എങ്ങനെ തടയാൻ പറ്റും? അതാണ് മാർക്കിന് മനസ്സിലാവാത്തത്. അതുകൊണ്ടാണ് ഇതുവരെയും മാർക്ക് ആ ചിത്രം പുറത്തെടുക്കാത്തത്. മാർക്ക് നിശ്ചലനായി അങ്ങ് നിൽക്കുകയാണ്. ശരിക്കും മാർക്ക് നിസ്സഹായനാണ്. മാർക്കിൽ നിന്ന് ഏകദേശം ഒരു 10 അടി മാത്രം അകലെയാണ് ഇപ്പോൾ ബ്ലാക്കി. ബ്ലാക്കി അവന്റെ ബോഡിയിലേക്ക് അവന്റെ ഊർജം കേന്ദ്രീകരിക്കുകയാണ്. അവന്റെ മാർഷൽ സെയിന്റ് ശക്തി മുഴുവൻ അവന്റെ ബോഡിയിലേക്ക് കേന്ദ്രീകരിക്കുകയാണ്. അവന്റെ കയ്യിലേക്ക് ആ ഊർജം മുഴുവൻ കേന്ദ്രീകരിച്ചു കഴിഞ്ഞാൽ അവൻ ചാടി ഉയരും, മാർക്ക് ഫെല്ലറെ പഞ്ച് ചെയ്യും. അത് മാർക്കിന് അറിയാം. ഇപ്പോ പൂർണ്ണ നിശബ്ദതയാണ് എല്ലായിടത്തും. ഗ്രാനി ക്വിന് പോലും നിശബ്ദയായി നിൽക്കുകയാണ്. അവർക്കറിയാം മാർഷൽ സെയിന്റ് ബ്ലാക്കി ഇതാ ഫൈനൽ പഞ്ചിന് തയ്യാറെടുക്കുകയാണ്. ഇനി ബ്ലാക്കിയോട് പറയേണ്ട കാര്യമില്ല, ബ്ലാക്കി ചെയ്യേണ്ടത് ചെയ്തോളും. ഗ്രാനി ക്വിൻ നിശബ്ദയായി അങ്ങനെ ബ്ലാക്കി നോക്കി നിൽക്കുമ്പോൾ ബ്ലാക്കിയുടെ ശരീരം മുഴുവൻ വീണ്ടും ചുവന്ന പ്രകാശത്തിലായി. ആ ചുവന്ന പ്രകാശം അവന്റെ ശരീരത്തിൽ നിന്ന് പതുക്കെ പതുക്കെ അവന്റെ വലത് കൈയിലേക്ക് കേന്ദ്രീകരിക്കുകയാണ്. ശരിക്കും ആ കൈയിലേക്ക് കേന്ദ്രീകരിക്കുന്ന പ്രകാശം നമ്മൾ ശരിക്കും അത്ഭുതപ്പെടുത്തും. ആ പ്രകാശം അവന്റെ കൈയിലേക്ക് വരുമ്പോൾ ആ കൈ ഉയർത്തിപ്പിടിച്ചിരിക്കുന്ന ഭാഗം എല്ലാം വിറയ്ക്കുകയാണ്. ശരിക്കും ആ കൈക്ക് ചുറ്റുമുള്ള അന്തരീക്ഷം പോലും വിറയ്ക്കുകയാണ്. അത്ര പവർ ആ കൈക്ക് ചുറ്റുമുണ്ട്. ആ കൈ എവിടെയെങ്കിലും എടുത്തിട്ടാൽ ആ ഭാഗം പൊട്ടിപ്പുളരും. അത്ര പവർഫുൾ ആയിട്ടുള്ള ആ കൈ അങ്ങനെ നിന്ന് വിറയ്ക്കുന്നത് മാർക്ക് ഫെല്ലർക്ക് കാണാം. മാർക്ക് ബ്ലാക്കി തന്നെ അങ്ങനെ നോക്കി നിൽക്കുമ്പോൾ ബ്ലാക്കി മുന്നോട്ട് കുതിച്ചു. ബ്ലാക്കി മുന്നോട്ട് കുതിച്ച അതേ നിമിഷത്തിൽ മാർക്ക് ഫെല്ലർ മീശ പറഞ്ഞ ആ ചിത്രമെടുത്ത് ബ്ലാക്കിയുടെ നേരെ ഒരൊറ്റ ഏറി. മുന്നോട്ട് കുതിക്കുന്ന ബ്ലാക്കിക്ക് മാർക്ക് ഒരു ചിത്രം മുന്നോട്ട് എറിഞ്ഞത് കാണാം. ഒരു ചിത്രം മാർക്കിന്റെ തൊട്ടു മുന്നിൽ അന്തരീക്ഷത്തിൽ അങ്ങനെ വന്ന് നിൽക്കുകയാണ്. ആ മാസ്ക് വെച്ച സ്ത്രീയുടെ ആ ശവപ്പെട്ടിക്ക് അകത്ത് നിന്ന് മാർക്ക് ഫെല്ലർക്ക് കിട്ടിയ ആ ചിത്രമാണ് മാർക്ക് എടുത്തിപ്പോ എറിഞ്ഞത്. ആ ചിത്രം മാർക്കിന്റെ മുന്നിൽ വരുന്ന കണ്ടതും ഗ്രാനി ക്വിൻ ഉറക്കെ ചിരിച്ചു. മാർക്ക്, നീ എന്താ മാജിക് കാണിക്കാൻ പോവുകയാണോ? മാർക്ക്, നീ അവസാനിച്ചതാ. ശരിക്കും ജിന്യാവയ്ക്കും വെൽമൗണ്ടിനും ഒക്കെ
പറഞ്ഞറിയിക്കാനാവാത്ത സന്തോഷം വരികയാണ്. മാർക്ക് ഫെല്ലർക്ക് ഇതാ വട്ടായിരിക്കുന്നു. ബ്ലാക്കിയുടെ അടുത്ത ഇടി തടുക്കാൻ മാർക്ക് ഫെല്ലർക്ക് പറ്റില്ല. ആ കാര്യം അവർക്ക് രണ്ടുപേർക്കും ഉറപ്പാണ്. സകല ആളുകളും ശ്വാസം അടക്കി പിടിച്ച് ആ കാഴ്ച അങ്ങനെ കാണുമ്പോൾ മുന്നോട്ട് കുതിച്ച ബ്ലാക്കി അതിശക്തമായി ഒന്ന് പഞ്ച് ചെയ്യുകയാണ്. ആ പഞ്ച് ചെയ്ത ബ്ലാക്കിക്കും മാർക്കിനും ഇടയിൽ ഇപ്പോൾ ആ അന്തരീക്ഷത്തിൽ ആ പേപ്പറുണ്ട്, ഒരു ചിത്രം. ആ ചിത്രത്തിന് നേരെയാണ് ഇപ്പോൾ ആ പഞ്ച് വന്നിരിക്കുന്നത്. പെട്ടെന്ന് ആ ചിത്രം ഒന്ന് തിളങ്ങി. ആ ചിത്രം ഒന്ന് തിളങ്ങിയതും ആ ചിത്രത്തിൽ അതിശക്തമായ ശൈലിയിൽ ഊർജം പുറത്തേക്ക് ഇങ്ങനെ വ്യാപിച്ചു തുടങ്ങി. ബ്ലാക്കിയുടെ അതിശക്തമായ പഞ്ച് മുന്നോട്ട് വന്നതും ആ ചിത്രം മുന്നോട്ട് തള്ളിയ ഊർജത്തിൽ ബ്ലാക്കിയുടെ ആ പഞ്ച് ന്യൂട്രലൈസ് പെട്ടു എന്ന് മാത്രമല്ല, ബ്ലാക്കി ഫുട്ബോൾ തെറിക്കും പോലെ നിന്ന സ്ഥലത്ത് നിന്ന് തെറിച്ച് ഒത്തിരി പുറകോട്ട് വന്ന് വീണു. ഏകദേശം 20-25 അടി പുറകിലേക്കാണ് ബ്ലാക്കി തെറിച്ചു വീണത്. ശരിക്കും അവിശ്വസനീയമായ ഒരു കാഴ്ചയാണ് സകലരും കണ്ടത്. മാർക്ക് ഫെല്ലർക്ക് നേരെ അതിശക്തമായി പഞ്ച് ചെയ്ത ബ്ലാക്കി ഇത് തെറിച്ച് ദൂരെ പോയി വീണിരിക്കുന്നു. ദൂരേക്ക് തെറിച്ചു വീണ ബ്ലാക്കി ഒരു നിമിഷത്തെ അമ്പരപ്പിന് ശേഷം ചാടി എണീറ്റു. അവൻ പിന്നെയും മുന്നോട്ട് കുതിക്കുമ്പോൾ വീണ്ടും അവൻ പുറകോട്ട് തെറിച്ചു. ഈ കാഴ്ച കണ്ട ഗ്രാനിക്കുൻ ദേഷ്യത്തോടെ ചാടി എണീക്കുമ്പോൾ മാർക്ക് ഫെല്ലറുടെ ദേഹത്തു നിന്ന് ഒരു ശബ്ദം, ടപ്പ് എന്നൊരു ശബ്ദമാണ് കേട്ടത്. ശബ്ദം കേട്ട എല്ലാ ആളുകളും മാർക്ക് ഫെല്ലറുടെ ഭാഗത്തേക്ക് നോക്കുമ്പോൾ വീണ്ടും മാർക്കിന്റെ ബോഡിയിൽ നിന്ന് ശബ്ദം കേൾക്കുകയാണ്. ടപ്പ് ടപ്പ് ടപ്പ്. വെടി പൊട്ടും പോലെ 3-4 തവണ ആ ശബ്ദം ഇങ്ങനെ കേൾക്കുമ്പോൾ മാർക്കും ആകെ ഞെട്ടിത്തെറിച്ചിരിക്കുകയാണ്. പെട്ടെന്നാണ് മാർക്ക് ആ കാഴ്ച ശ്രദ്ധിച്ചത്. മാർക്കിന്റെ കയ്യിലുണ്ടായിരുന്ന ആ ബ്രേസ്ലെറ്റ് കഷ്ണം കഷ്ണമായി പൊട്ടിച്ചിതറി താഴെ വീഴുകയാണ്. അതേ നിമിഷത്തിൽ ആ ബ്രേസ്ലെറ്റിനകത്തുനിന്ന് പല സാധനങ്ങളും താഴേക്ക് വീണു തുടങ്ങി. ആ സാധനങ്ങൾ താഴേക്ക് വീഴുന്ന കണ്ടതും മാർക്ക് ഉറക്കെ മീശ വിളിച്ചു, മീശ പ്ലീസ്. മാർക്ക് പേടിക്കണ്ട, ഞാൻ നോക്കിക്കോളാം. താഴെ വീഴുന്ന കാര്യങ്ങളൊക്കെ മീശയുടെ നിലവറയിലേക്ക് മാറ്റാനാണ് മാർക്ക് ആവശ്യപ്പെട്ടതെന്ന് അർത്ഥം. മാർക്കിന്റെ ആ മാന്ത്രിക നിലവറ തകർന്നിരിക്കുകയാണ്. എങ്ങനെയാണ് ആ മാന്ത്രിക നിലവറ തകർന്നതെന്നുള്ളതായിരുന്നു മാർക്കിന് അറിയത്തില്ല. മാർക്ക് മീശയോട് അങ്ങനെ പറഞ്ഞ ആ നിമിഷത്തിൽ അമ്പരപ്പിക്കുന്ന ഒരു കാഴ്ച മാർക്ക് കണ്ടു. മാർക്കിന്റെ ആ നിലവറയിൽ നിന്ന് താഴെ വീണ 2 ആ ഡെഡ് ബോഡികൾ എണീക്കുന്നതാണ് മാർക്ക് കാണുന്നത്. ആ ഡെഡ് ബോഡികൾ ഇതാ കൂളായി എണീക്കുകയാണ്. മാർക്ക് ഫെല്ലർക്ക് തൊട്ടു മുന്നിലായി ആ 2 ഡെഡ് ബോഡികളും അങ്ങനെ എണീറ്റ് നിൽക്കുമ്പോൾ ബ്ലാക്കി മുന്നോട്ട് കുതിച്ചു വരികയാണ്. മുന്നോട്ട് കുതിച്ചു വരുന്ന ബ്ലാക്കി പെട്ടെന്നൊന്ന് നിന്നു. മാർക്കിന്റെ മുന്നിൽ 2 ആളുകൾ. ആ ആളുകളെ കണ്ടതും ഗ്രാനിക്കുൻ ഉറക്കെ ബ്ലാക്കിയോട് പറഞ്ഞു, ബ്ലാക്കി അത് വെറും ഡെഡ് ബോഡിയാണ്, തകർത്തുകളെ അതിനെ. കേൾക്കേണ്ട താമസം ബ്ലാക്കി മുന്നോട്ട് കുതിക്കുകയും ചെയ്തു. മുന്നോട്ട് കുതിച്ചു വന്ന ബ്ലാക്കി ഒന്ന് ചാടി ഉയർന്ന ഒരക്ഷയ ഇടി മുന്നിൽ നിന്ന ആ ഡെഡ് ബോഡിയുടെ നെഞ്ചിലേക്കാണ് ആഞ്ഞിടിച്ചത്. ഡെഡ് ബോഡിയുടെ നെഞ്ചിലേക്ക് ആഞ്ഞിടിച്ച ബ്ലാക്കി ആ നിമിഷത്തിൽ ഒരു വല്ലാത്ത അലർച്ചയോടുകൂടി പുറകോട്ട് തെറിക്കുന്ന കാഴ്ചയാണ് ആളുകൾ കാണുന്നത്. എന്താണ് സംഭവിക്കുന്നത് ചോദിച്ചാൽ ആർക്കും ഒരു പിടിയില്ല. മാർക്കിന് മുന്നിൽ 2 ആളുകൾ പ്രത്യക്ഷപ്പെട്ടത് ആളുകൾ കണ്ടു. ദൂരെ നിൽക്കുന്ന ആളുകൾക്ക് അത് ഡെഡ് ബോഡിയാണോ ജീവനുള്ള ബോഡിയാണോ എന്നൊന്നും അറിയത്തില്ല. ആ ബോഡിയുടെ പുറത്ത് ആഞ്ഞിടിച്ച ബ്ലാക്കി ദൂരേക്ക് ആന്ന് വിളിച്ചുകൊണ്ട് തെറിച്ചതും അവർ കണ്ടു. ദൂരേക്ക് തെറിച്ച ആ ബ്ലാക്കി ഒരു നിമിഷം നോക്കിയിട്ട് ഗ്രാനിക്കുൻ ചാടി എണീറ്റു. മാർക്ക് ഫെല്ലർ, നിന്റെ ഈ മാന്ത്രിക ഡെഡ് ബോഡികൾ ഉപയോഗിച്ച് നീ എന്റെ ബ്ലാക്കിയെ തകർക്കാൻ ശ്രമിക്കുകയാണല്ലേ? അങ്ങനെ ചോദിച്ചുകൊണ്ട് അവർ കൈ ഒന്ന് അനക്കിയതും ശക്തമായ ഒരു പ്രകാശം ആ ഡെഡ് ബോഡിക്ക് നേരെ വന്നു. ഡെഡ് ബോഡിക്ക് നേരെ അതിശക്തമായ പ്രകാശം വരുന്ന കണ്ടതും ആ ഡെഡ് ബോഡി കൈ ഒന്ന് കാഷ്വലായിട്ട് അനക്കി. ആ ഡെഡ് ബോഡി കാഷ്വലായിട്ടൊന്ന് അനക്കിയതും ഗ്രാനിക്കുൻ ഒത്തിരി ദൂരേക്ക് തെറിച്ചു. അവരുടെ വായിക്കൂടി രക്തം പതുക്കെ വരുന്നുണ്ട്. പക്ഷേ വിട്ടുകൊടുക്കാൻ അവർ സന്നദ്ധയല്ല. അവർ ചാടി എണീറ്റു. ഈ കാഴ്ച കണ്ട മാർക്ക് ഫെല്ലർ ഉറക്കെ ആളുകളോട് പറഞ്ഞു, എല്ലാവരും മാറിക്കോ, എല്ലാവരും മാറിക്കോ. മാർക്ക് അങ്ങനെ പറയാനുള്ള കാരണം അവന്റെ മുന്നിലുള്ള ആ 2 ഡെഡ് ബോഡിയും നടക്കുന്നത് കണ്ടതാണ്. 2 ഡെഡ് ബോഡിയും ഗ്രാനിക്കുനിന് നേരെ നടക്കുകയാണ്. അതിന്റെ അർത്ഥം ആ ഡെഡ് ബോഡികൾ ആക്ടിവേറ്റ് ചെയ്യപ്പെട്ടു എന്നാണ്. ആ ഡെഡ് ബോഡിയെ മാർക്ക് ഫെല്ലറോ മീശയോ ആക്ടിവേറ്റ് ചെയ്തിട്ടില്ല. എന്നിട്ടും അവയ്ക്ക് ആക്ടിവേഷൻ ഉണ്ടായെങ്കിൽ അതിന്റെ അർത്ഥം അവക്ക് സ്വബോധം സ്വയം വീണ്ടു കിട്ടിയെന്നാണ്. സ്വബോധം വീണ്ടു കിട്ടുന്ന ആ ഡെഡ് ബോഡികളുടെ ശക്തി സങ്കല്പങ്ങൾക്കും അപ്പുറമാണ്.
അക്കാര്യം മാർക്ക് നേരിട്ട് കണ്ടിട്ടുള്ളതാണ്. മാർക്ക് വിളിച്ചു പറയുന്നത് കേട്ടതും ആ കൂടി നിൽക്കുന്ന ആളുകളിൽ ഇടയിൽ നിന്ന് ജിന്യാവോ ഉറക്കെ പറഞ്ഞു, മാർക്ക്, നീ തോൽക്കുന്നത് കാണാതിരിക്കാനല്ലേ ഞങ്ങളോട് പോകാൻ പറഞ്ഞത്? അത് നടക്കത്തില്ല. അങ്ങനെ ജിന്യാവോ പറയുമ്പോൾ ജിന്യാവോയുടെ ആ അഭിപ്രായത്തെ പിന്താക്കിക്കൊണ്ട് വിൽമൗണ്ട് ഉറക്കെ വിളിച്ചു പറഞ്ഞു, മാർക്ക്, നിന്നെ ബ്ലാക്ക് കൊല്ലുന്നത് കാണാതെ ഞങ്ങൾ വന്നത്. നീ എന്താ ഞങ്ങളെ പറഞ്ഞയക്കാൻ പോവുകയാണോ? അങ്ങനെ വിൽമൗണ്ട് ചോദിക്കുമ്പോഴേക്കും സാക്ഷാൽ ഗ്രാനി ക്വീനും എണീറ്റു, ബ്ലാക്കിയും എണീറ്റു. അവർ രണ്ടുപേരും ഒന്നിച്ച് ആ ഡെഡ് ബോഡികളെ അറ്റാക്ക് ചെയ്യാനായി മുന്നോട്ട് കുതിച്ചു. ആദ്യം മുന്നിലെത്തിയത് ബ്ലാക്കിയാണ്. മുന്നോട്ട് കുതിക്കുന്ന ബ്ലാക്കി ഇപ്പൊ പൂർണ്ണമായ ഒരു മാർഷൽ സെയിന്റ് ആണ്. അവന്റെ പൂർണ്ണമായ ആ മാർഷൽ സെയിന്റ് പവറും അവൻ വലത് കൈയിലേക്ക് കൊണ്ടുവന്നുകൊണ്ട് ആ മുന്നോട്ട് നടന്നു വരുന്ന ആ ഡെഡ് ബോഡിക്ക് നേരെ ആഞ്ഞിടിച്ചതും ആ ഡെഡ് ബോഡി കൈ വെറുതെ ഒന്ന് അനക്ക് മാത്രം ചെയ്തു. ശരിക്കും ഒരു കുഞ്ഞു കാറ്റ് ആ കൈയുടെ അനക്കത്തിൽ ആ അന്തരീക്ഷത്തിൽ സൃഷ്ടിക്കപ്പെട്ടു. പക്ഷെ ആ കാറ്റ് മുന്നോട്ട് കുതിക്കുകയായിരുന്ന ബ്ലാക്കിയെ ഏതാണ്ട് ആകാശത്തേക്ക് ഇങ്ങനെ എടുത്തുയർത്തുകയായിരുന്നു. ചുറ്റും കൂടിയിരിക്കുന്ന ആളുകൾ അറിയാതെ ആകാശത്തേക്ക് നോക്കി പോവുകയാണ്. കാരണം ബ്ലാക്ക് ഇങ്ങനെ പൊങ്ങി പോവുകയാണ്. അന്തരീക്ഷത്തിലേക്ക് ഒരു പന്ത് എടുത്ത് ഉയർത്തി എറിയും പോലെ ആ കാറ്റ് ബ്ലാക്കിയെ എടുത്ത് മുകളിലേക്ക് ഉയർത്തി. മുകളിലേക്ക് ഉയർന്ന ബ്ലാക്കിയുടെ ബോഡി പൊട്ടി പൊളിയുന്നത് താഴെ നിൽക്കുന്ന ആളുകൾക്ക് കാണാം. ശരിക്കും ഒരു അമ്പരപ്പ് താഴെ നിൽക്കുന്ന ആളുകൾക്ക് ആ കാഴ്ച ഉണ്ടാക്കുന്നുണ്ട്. മുകളിലേക്ക് പോയ ബ്ലാക്കിയുടെ ബോഡി പൊട്ടി പൊളിയുമ്പോൾ അമ്പരപ്പിക്കുന്ന ഒരു ചേഞ്ച് ആ ബോഡി കാണുകയാണ്. ബ്ലാക്കിയുടെ ബോഡിക്കകത്ത് ശൽക്കങ്ങൾ ഇതാ തെളിഞ്ഞു തുടങ്ങി. മുകളിലേക്ക് മനുഷ്യരൂപത്തിലേക്ക് പോയ ബ്ലാക്കി താഴെ തപോന്ന് വന്ന് വീണതും ആളുകൾ ആ കാഴ്ച കണ്ടു. ഒരു കൂറ്റൻ പെരുമ്പാമ്പായി ബ്ലാക്കി അങ്ങ് മാറി. ബ്ലാക്കിയുടെ ട്രാൻസ്മോഷൻ പില്ലിന്റെ കപ്പാസിറ്റി അവിടെ ഇതാ അവസാനിച്ചിരിക്കുന്നു. പെരുമ്പാമ്പിനെ മനുഷ്യരൂപത്തിലേക്ക് കൺവെർട്ട് ചെയ്യാനായിട്ട് ട്രാൻസ്മോഷൻ പില്ലാണ് യഥാർത്ഥത്തിൽ ഗ്രാനി ക്വീൻ ഉപയോഗിച്ചത്. ആ പില്ലിന്റെ കപ്പാസിറ്റി അവസാനിച്ചിരിക്കുന്നു. ആ പില്ലിന്റെ കപ്പാസിറ്റിയെ മറികടന്ന ഒരു പവറാണ് യഥാർത്ഥത്തിൽ ആ ഡെഡ് ബോഡി ഉപയോഗിച്ചിരിക്കുന്നത്. താഴെ വീണ് ബ്ലാക്കിയെ കണ്ട് ഗ്രാനി ക്വീൻ അലറി കരഞ്ഞു പോവുകയാണ്. ബ്ലാക്കിയുടെ ബോഡി മനുഷ്യരൂപത്തിൽ നിന്ന് പെരുമ്പാമ്പ് രൂപത്തിലേക്ക് മാറിയെന്ന് മാത്രമല്ല, ആ ബോഡി തലങ്ങും വിലങ്ങും നുറുങ്ങിയിട്ടുണ്ട്. അതീവ ദയനീയമായ ഒരു രംഗം. ആ പാമ്പിന്റെ വായിക്കൂടെയും ദേഹത്തെ പല ഭാഗത്തൂടെയും രക്തം ചീറ്റിത്തെറിക്കുകയാണ്. ഏകദേശം ഒരു 50 അടി പൊക്കത്തു നിന്നാണ് ബ്ലാക്കി താഴെ വന്ന് വീണത്. ആ വീഴ്ചയിൽ അതിന്റെ ബോഡിയിൽ ഉണ്ടായിരുന്ന എല്ലുകൾ ഏതാണ്ട് നിശേഷം നറുങ്ങിയെന്ന് പറയാം. അലറി കരഞ്ഞുപോയ ഗ്രാനി ക്വീൻ പെട്ടെന്ന് ചാടി എണീറ്റ് ഒരു വടിയുമായി മുന്നോട്ട് ഓടി വരികയാണ്. ഗ്രാനി ക്വീന്റെ കയ്യിലിരിക്കുന്ന വടി കണ്ടതും ആളുകൾ ഉറക്കെ പറഞ്ഞു, ഗ്രാനി ക്വീൻ പ്രിപ്പയർഡ് ആണ്, അവരിത് മാർഷൽ സെയിന്റ് വെപ്പണുമായിട്ടാണ് വന്നിരിക്കുന്നത്. ആ വടിയുമായി മുന്നോട്ട് വരുന്ന ഗ്രാനി ക്വീൻ ഉറക്കെ മാർക്ക് ഫെല്ലോട് പറഞ്ഞു, മാർക്ക്, നിന്നെ ഞാൻ ഇന്ന് അവസാനിപ്പിക്കൂടാ. അങ്ങനെ പറഞ്ഞുകൊണ്ട് മുന്നോട്ട് കുതിച്ച അവർ ആ മാർഷൽ സെയിന്റ് വെപ്പൺ ഒന്ന് ആക്ടിവേറ്റ് ചെയ്ത് മുന്നേ കാണുന്ന ഡെഡ് ബോഡിക്ക് നേരെ തിരിച്ചു. ആ ഡെഡ് ബോഡി ആ സമയത്ത് ഗ്രാനി ക്വീന് നേരെ നടക്കുകയാണ്. തന്നെ നേരെ നടന്നു വരുന്ന ആ ഡെഡ് ബോഡിക്ക് നേരെയാണ് ഗ്രാനി ക്വീൻ ആ മാർഷൽ സെയിന്റ് വെപ്പൺ ആക്ടിവേറ്റ് ചെയ്തത്. ആ ഡെഡ് ബോഡിക്ക് നേരെ ശക്തമായ പ്രകാശം പാഞ്ഞു വരുന്ന ഘട്ടത്തും ആ ഡെഡ് ബോഡി വിരലൊന്ന് അനക്കി. ശരിക്കും ഒരു ചെറിയ ചലനം മാത്രമാണ് അതിന്റെ കയ്യിൽ നിന്നുണ്ടായത്. ആ ചെറിയ ചലനം ഉണ്ടായതും ഒരു റേ പെട്ടെന്ന് ആ വെപ്പണ് നേരെ പാഞ്ഞു വന്നു. ആ നിമിഷത്തിൽ ആ വെപ്പൺ കഷ്ണമായി ചിതറി. അതേ സമയത്തിൽ ഗ്രാനി ക്വീൻ ദൂരേക്ക് തെറിക്കുകയും ചെയ്തു. ദൂരേക്ക് തെറിച്ച് വീണ ഗ്രാനി ക്വീനിന്റെ വായിക്കൂടെയും മൂക്കിക്കൂടെയൊക്കെ രക്തം ഒലിക്കുകയാണ്. അവിടെ എല്ലുകൾ പല സ്ഥലത്ത് പൊട്ടിയിട്ടുണ്ട്. ജനം ഏതാണ്ട് സ്ട്രക്കായി നിൽക്കുകയാണ്. ഒരു അക്ഷരം പോലും മിണ്ടാതെ അവരെ ഈ കാഴ്ച കാണുകയാണ്. ഗ്രാനി ക്വീനും ബ്ലാക്കിയും ഏതാണ്ട് മരണത്തെ മുഖാമുഖം കാണുകയാണ്. ആളുകൾ ശ്വാസം അടക്കി പിടിച്ച് നിൽക്കുമ്പോൾ ജിങ്ദു മാർഷൽ ആർട്സ് അസോസിയേഷനിലെ ഒരു പർപ്പിൾ വേഷധാരി പെട്ടെന്ന് ആ ഡെഡ് ബോഡിക്ക് നേരെ കുതിച്ചു. നിങ്ങൾ ആരെ തൊട്ടാന്നറിയാവോ? അങ്ങനെ ആ ആള് ചോദിച്ചതും ആ ഡെഡ് ബോഡി കൈ ഒന്നുകൂടെ നനക്കി. ആ നിമിഷത്തിൽ ആ പർപ്പിൾ വേഷധാരിയുടെ തല ചിങ്ങന്നങ്ങ് ചിതറി. ആ ആൾക്ക് അയാൾ പറഞ്ഞ വാചകം മുഴുവിപ്പിക്കാൻ കഴിയുന്നതിന് മുമ്പേ അയാളുടെ തല അങ്ങ് ചിതറി തെറിച്ചു പോവുകയായിരുന്നു. അയാളുടെ തല കഴിഞ്ഞു ബാക്കിയുള്ള ഭാഗം ഒരു നിമിഷം നിശ്ചലമായി നിന്നതിന് ശേഷം താഴേക്ക് വീണു. ഇത് കണ്ടതും മാർക്ക് ഫെല്ലർ ആളുകളോട് പറഞ്ഞു, ഓടി രക്ഷപ്പെടേ. മാർക്ക് വീണ്ടും പറഞ്ഞപ്പോഴാണ് ജിന്യാവോയ്ക്കും വിൽമൗണ്ടിനും ഉൾപ്പെടെ സകലർക്കും എന്തോ ഒരു പ്രശ്നമുണ്ടെന്ന് മനസ്സിലായത്. സകലരും പെട്ടെന്ന് നിന്ന സ്ഥലത്ത് നിന്ന് പുറകോട്ട് ഓടി തുടങ്ങി. ഓടുമ്പോഴും അവർ തിരിഞ്ഞു നോക്കുകയാണ്. മേശയും മാർക്കും
അമ്പരപ്പോടെ ആ ഡെഡ് ബോഡിയിലേക്ക് നോക്കുമ്പോൾ മാർക്ക് മീശയോട് വെച്ചു, മീശ എന്തെങ്കിലും മാർഗമുണ്ടോ? മാർക്ക്, അതാ ഞാനും ആലോചിക്കുന്നത്. ആ 2 ഡെഡ് ബോഡികളെയും പിടിച്ചു നിർത്താനായി എന്താണ് മാർഗം? അതാണ് മീശ ആലോചിക്കുന്നത്. മീശ മാർക്കിനോട് പറഞ്ഞു, മാർക്ക്, നീ ആ ചിത്രമെടുത്ത് അവരെ കാണിക്കേ. കേൾക്കേണ്ട താമസം തറയിൽ വീണ് കിടന്ന ആ ലാൻഡ്സ്കേപ്പ് ചിത്രമെടുത്ത് മാർക്ക് ആ ഡെഡ് ബോഡികൾക്ക് നേരെ കാണിച്ചു. ആ ചിത്രം കണ്ടിട്ടും അവർക്ക് ഒരു കുലുക്കവുമില്ല. 2 പേരും ആ സ്റ്റേജൊക്കെ കടന്നു എന്ന് വ്യക്തം. സകല ആളുകളും ദൂരേക്ക് ഓടുമ്പോൾ തിരിഞ്ഞിരിഞ്ഞ് നോക്കിയാണ്. ആ നിമിഷത്തിൽ ആ ഡെഡ് ബോഡികൾ 2ഉം പതുക്കെ ചുറ്റും ഒന്ന് സ്കാൻ ചെയ്തു തുടങ്ങി. അവിടെ കണ്ണുകളിൽ ഓടിപ്പോകുന്ന ആളുകളിലേക്ക് ഇങ്ങനെ പരതുകയാണ്. അങ്ങനെ ആ കണ്ണ് കറങ്ങി 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 അവസാനം അവരുടെ കണ്ണുകൾ ഷിയാവൂവിൽ വന്ന് തറച്ചു. ഷിയാവൂവിന്റെ മുഖത്തേക്ക് ആ 2 ഡെഡ് ബോഡികളും നോക്കിയ നിമിഷത്തിൽ ഒരു പേടി ആ 2 പേരുടെയും മുഖത്ത് ഓടിക്കയറുന്നത് മാർക്ക് ഫെല്ലറും മീശയും കണ്ടു. തിരിഞ്ഞു ഓടുകയായിരുന്ന പലരും ആ കാഴ്ച കണ്ടു. എന്താണ് സംഭവിക്കുന്നത് അവർക്കൊരു പിടിയില്ല. ആ 2 ഡെഡ് ബോഡി പെട്ടെന്ന് നിന്നു. ഒരു നിമിഷമേ അവർ നിന്നുള്ളൂ. അടുത്ത നിമിഷം ആ 2 ഡെഡ് ബോഡി നേരെ നടന്ന് ഷിയാവുവിന്റെ മുന്നിൽ വന്നു. ഷിയ നിശ്ചലയായി അവർ തന്നെ നോക്കി നിൽക്കുകയാണ്. ഷിയുടെ മുന്നിലെത്തിയ ആ 2 ഡെഡ് ബോഡിയും പെട്ടെന്ന് മുട്ട് കുത്തി ഷിയുടെ മുന്നിൽ സാഷ്ടാംഗം നമസ്കരിക്കുകയാണ്. ഷിയുടെ മുന്നിലെത്തിയ ആ 2 ഡെഡ് ബോഡിയും മുട്ട് തറയിൽ കുത്തി തല തറയിൽ തൊട്ട് വന്നിച്ചതിന് ശേഷം കൈ 2ഉം വയറ്റിൽ കുത്തി മുട്ടുകുത്തി ഷിയെ തന്നെ അങ്ങനെ നോക്കി നിൽക്കുകയാണ്. ഷിയ നിശ്ചലയായി നിൽക്കുകയാണ്. മാർക്ക് ഫെല്ലറും മീശയും അല്പം മാറി നിന്ന് ഈ കാഴ്ച കാണുന്നുണ്ട്. എന്താണ് സംഭവിക്കാൻ പോകുന്നതെന്ന് അവർക്ക് ഒരു പിടിയില്ല. ഒരു നിമിഷം തന്റെ മുന്നിൽ മുട്ടുകുത്തി നിൽക്കുന്ന ആ 2 ഡെഡ് ബോഡിയും ഒന്ന് നോക്കിയ ഷിയ സാവധാനം അവളുടെ കൈ ഉയർത്തി. അവൾ ആ 2 കൈ ഉയർത്തി 2 പേരുടെയും തലയിൽ വെച്ചു. അവൾ ആ കൈ തലയിൽ വെച്ചിട്ട് തള്ളവരിൽ ആ 2 ഡെഡ് ബോഡിയുടെയും നെറ്റിലേക്ക് കൊണ്ടുപോകും. ഇതൊക്കെ താൻ എത്രയോ തവണ ചെയ്തിരിക്കുന്നു എന്ന് തോന്നിപ്പിക്കുന്ന ശൈലിയിൽ തലയിൽ വെച്ച കയ്യിൽ നിന്ന് ആ 2 തള്ളവരിലും നെറ്റിയിൽ കൊണ്ടുവന്ന് വെച്ച് അവളൊന്ന് അനക്കിയതും ആ 2 ഡെഡ് ബോഡിയും സാവധാനം താഴേക്കങ്ങ് വീണു. അവര് പെട്ടെന്നങ്ങ് നിശ്ചലമായി. ഓടിപ്പോകുന്ന ആളുകൾ പലരും പല ഭാഗത്തും നിൽക്കുകയാണ്. അവർ പലരും ആ കാഴ്ച കണ്ടു. ആ ഡെഡ് ബോഡികൾ താഴേക്ക് വീഴുന്നത്. ആ കാഴ്ച കണ്ട ആളുകൾ വിശ്വസിക്കാൻ കഴിയാത്തൊരു കാഴ്ച കണ്ട ഫീലിംഗിലാണ്. എന്താണ് സംഭവിക്കുന്നതെന്ന് ആർക്കും ഒരു പിടിയില്ല. ഷിയ നിശബ്ദയായി അങ്ങ് നിൽക്കുകയാണ്. ഏതാനും സെക്കൻഡ് നേരത്തെ പൂർണ്ണ നിശബ്ദതയ്ക്ക് ശേഷം മാർക്ക് ഫെല്ലർ ഓടി ഷിയുടെ അടുത്തെത്തി. മാർക്ക് ഓടി വന്ന് ഷിയുടെ തട്ടി വിളിച്ചു, ഷിയ ഷിയ. ഷിയെ മാർക്ക് തട്ടി വിളിക്കുമ്പോൾ ഷിയെ കണ്ടു തുറക്കും പോലെ മാർക്കിന് നോക്കി. മാർക്ക്, എന്താ ഷിയ, എന്താ സംഭവിച്ചത്? മാർക്ക്, എനിക്കും അറിയില്ല. കുറച്ചു നേരം എന്റെ ബോധം പോയതുപോലെ തോന്നി. ഷീക്ക് ആകെ ഓർമ്മയുള്ളത് അത് മാത്രമാണ്. മാർക്ക് ഫെല്ലർ പെട്ടെന്ന് തന്നെ ആ ഡെഡ് ബോഡികൾ മീശയുടെ മാന്ത്രിക നിലവറിലേക്ക് മാറ്റി. മാർക്കിന്റെ നിലവറ തകർന്നു വീടിയിരിക്കുകയാണല്ലോ. മീശ മാർക്കിനോട് പറഞ്ഞു, മാർക്ക്, നമുക്ക് വേഗം പോവാം, ഇനി ഇവിടെ നിന്നാൽ ശരിയാവില്ല. മീശ അത് പറഞ്ഞതും മാർക്കിന്റെ വീണുപോയ എല്ലാ സാധനങ്ങളും മീശയുടെ നിലവറിലേക്ക് മാറ്റിയിട്ട് മാർക്കും മീശയും ഷിയുമായി അതിവേഗം അവിടെ സ്ഥലം വിട്ടു. ഇത് അതിവേഗത്തിലാണ് സംഭവിക്കുന്നത്. ഓടിപ്പോയ ആളുകൾ പലരും ആ മലയുടെ മുകളിലേക്ക് ഓടിയെത്തുമ്പോഴേക്കും മാർക്ക് ഫെല്ലറും മീശയും ഷിയും സ്ഥലം വിട്ടു കഴിഞ്ഞു. ഓടിയെത്തിയ ജിങ്ദു മാർഷൽ ആർട്സ് അസോസിയേഷൻ ആളുകൾ ഗ്രാനി ക്വിന്നിന്റെ അടുത്ത് ഓടിയെത്തി. ആ സമയത്ത് അവരുടെ വായിക്കൂടി രക്തം ഇങ്ങനെ ഒലിച്ചിറങ്ങുന്നുണ്ട്. രക്തം ഒലിച്ചിറങ്ങുന്ന അവരെ പരിശോധിച്ച ജിങ്ദു മാർഷൽ ആർട്സ് അസോസിയേഷൻ ആളുകൾ പറഞ്ഞു, ഗ്രാനി ക്വിന്നിന് ജീവനുണ്ട്, അതുപോലെ തന്നെ ആ പെരിപ്പാബിനും ജീവനുണ്ട്. 2 പേരെയും ഉടൻ തന്നെ ജിങ്ദു മാർഷൽ ആർട്സ് അസോസിയേഷനിലേക്ക് ഷിഫ്റ്റ് ചെയ്തു. ആ 2 പേരെയും അതിവേഗം അവിടുന്ന് ഷിഫ്റ്റ് ചെയ്യുമ്പോൾ എന്താണ് സംഭവിച്ചതെന്ന് ഒരു പിടിയുമില്ലാത്ത അവസ്ഥയിലാണ് ഭൂരിപക്ഷം ആളുകളും. മാർക്കിനെ എതിരിട്ട ബ്ലാക്കി എങ്ങനെ പെട്ടെന്ന് പെരുമ്പാമ്പായി മാറി? ഉത്തരം കിട്ടാത്തൊരു ചോദ്യമാണ് അവരുടെ മനസ്സിലുള്ളത്. അതുപോലെ മാർക്ക് ഫെല്ലറുടെ മുന്നിൽ പെട്ടെന്ന് 2 ആളുകൾ പ്രത്യക്ഷപ്പെട്ടു. ആ ആളുകൾ നിഷ്പ്രയാസമാണ് ബ്ലാക്കിയും ഗ്രാനി ക്വിന്നിനെയും തോൽപ്പിച്ചത്. അൺബിലീവബിൾ ആയിട്ടുള്ള പവറുള്ള 2 ആളുകൾ. പക്ഷെ ആ ആളുകൾ വെട്ടിയിട്ട വാഴത്തട പോലെ പിന്നീട് വീഴുന്നതും കണ്ടു. ഇനി അവര് ഡെഡ് ബോഡി വല്ലതും ആണോ? മാർക്ക് ഫെല്ലർക്ക് എവിടെ നിന്നായി ഈ ഡെഡ് ബോഡി കിട്ടിയത്? ഒരുപാട് ചോദ്യങ്ങൾ ആളുകളുടെ മനസ്സിലുണ്ട്. മാർക്ക് ഫെല്ലറും മേശയും ഷിയാവുവും അവരുടെ വീട്ടിലേക്ക് ഓടിയെത്തുമ്പോഴേക്കും മാർഷൽ ആർട്സ് ഫോറത്തിൽ ഈ സംഭവം പോസ്റ്റുകളായി രൂപം കൊണ്ട് കഴിഞ്ഞു. പല തരത്തിലുള്ള ചോദ്യങ്ങൾ വരികയാണ്. മാർക്ക് ഫെല്ലറുടെ കൈയാൽ ബ്ലാക്കി പരാജയപ്പെടാത്തത് കൊണ്ട് തന്നെ ആ കരാറ് റദ്ദായിട്ടില്ല. ആരും തോറ്റിട്ടില്ല. ബ്ലാക്കിയെ മാർക്ക് തോൽപ്പിച്ചാൽ മാത്രമേ ആ കരാറ് അനുസരിച്ച് ഗ്രാനി ക്വിൻ മാർക്കിനെ, എമിലി ബ്ലാക്കിനെ അടുത്ത് കൊണ്ടുപോകും. മാർക്കിന് ബ്ലാക്കിയെ തോൽപ്പിക്കാൻ പറ്റിയിട്ടില്ല. അത്
പച്ച പരമാർത്ഥമാണ്. അതേസമയത്ത് ബ്ലാക്കും ഗ്രാനിക്വിനും അവിടെ വെച്ച് ദയനീയമായി പരാജയപ്പെടുകയും ചെയ്തിട്ടുണ്ട്. അവരെ പരാജയപ്പെടുത്തുന്നത് മാർക്കിനോടൊപ്പമുള്ള ആളുകളാണ്. ഒരുപാട് കാര്യങ്ങളാണ് ചർച്ചയ്ക്ക് വരുന്നത്. ഈ സമയത്ത് മാർക്കിന്റെ അടുത്തേക്ക് വന്ന ഷിയാവു മാർക്കിനോട് പറഞ്ഞു, മാർക്ക് ഫെല്ലർ, ഞാൻ ഒരു കാര്യം പറഞ്ഞാൽ എന്നെ അനുവദിക്കണം. മാർക്കിനോട് ഷിയ അങ്ങനെ പറയുമ്പോൾ മീശ അടുത്ത് നിൽക്കുകയാണ്. എന്താ ഷിയ, പറഞ്ഞു. മാർക്ക്, ഞാൻ ഇനി ഇവിടെ നിൽക്കുന്നില്ല, ഞാൻ ഒന്ന് ചുറ്റി അടിച്ചിട്ട് വരാം. ഷിയ, നീ എന്താ ഉദ്ദേശിക്കുന്നത്? മാർക്ക്, ഞാൻ പറഞ്ഞല്ലോ എന്നെ ആരോ വിളിക്കുന്നെന്ന്. ആ വിളി ഇനി എനിക്ക് കണ്ടില്ലെന്ന് വെക്കാൻ പറ്റില്ല. ഞാൻ ആ വിളിക്കനുസരിച്ച് ഒന്ന് കറങ്ങിയിട്ട് വരാം. അവൾ കറങ്ങാന്ന് പറയുന്നത് ലോകത്ത് എവിടെയെങ്കിലും ഒക്കെ പോകാന്നാണ്. മാർക്കിനത് മനസ്സിലായി. മാർക്ക് ഷിയോട് പറഞ്ഞു, ഷിയ, നീ പറഞ്ഞ കാര്യം എനിക്ക് മനസ്സിലായി, നിന്നെ ഞാൻ തടുക്കുന്നുമില്ല. പക്ഷെ നീ എനിക്ക് 2 ദിവസം സമയം തരണം. 2 ദിവസം കഴിഞ്ഞാൽ നിന്നെ ഞാൻ പോകാൻ അനുവദിക്കാം. മാർക്ക് ഫെല്ലർ അങ്ങനെ പറഞ്ഞതും ഷിയും സമ്മതിച്ചു. ഷിയ മാർക്കിനോട് യാത്ര പറഞ്ഞ് അവിടെ മുറിയിലേക്ക് നീങ്ങിയപ്പോൾ മീശ മാർക്കിന്റെ അടുത്തേക്ക് വന്നു. മാർക്ക്, നീ എന്തായി ചെയ്തത്? നീ ഷീ ഇവിടുന്ന് പോകാൻ അനുവദിക്കുകയാണോ? നിന്റെ സാന്നിധ്യമില്ലെങ്കിൽ ഷീക്ക് എന്ത് സംഭവിക്കുമെന്ന് നിനക്കറിയാവോ? മാർക്ക്, ഷിയ ആ മാസ്ക് വെച്ച സ്ത്രീയായി മാറിക്കൊണ്ടിരിക്കുകയാണ്. നിനക്ക് മാത്രമേ അവളെ പിടിച്ചു നിർത്താൻ പറ്റൂ. ഏയ് മീശ, ഞാൻ അത് ആലോചിക്കഞ്ഞിട്ടല്ല. പക്ഷേ മീശ പറഞ്ഞല്ലോ, ഞാൻ വിചാരിച്ചാൽ അവളെ പിടിച്ചു നിർത്താൻ പറ്റുമെന്ന്. അങ്ങനെ എനിക്കിപ്പോൾ തോന്നുന്നില്ല. നമ്മളെ കൂടെ നിൽക്കുമ്പോഴും ഷിയ മാറുകയാണ്. ഷിയ ഉറപ്പായും മാറും. അവളെ ഇനിയും പിടിച്ചു നിർത്തുന്നത് ശരിയാകില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. അത് മാത്രമല്ല, അവളെ നമ്മളെ കൂടെ കണ്ട അനവധി ആളുകളുണ്ട്. അവര് അവളെ നോട്ടമിടാൻ സാധ്യതയുണ്ട്. അത് നമുക്ക് പ്രശ്നമുണ്ടാക്കും. മാർക്ക് ഫെല്ലറും ബ്ലാക്കും തമ്മിൽ ആ ഫൈറ്റിനിടയിൽ ഷിയാവോവിന്റെ അടുത്ത് ആ ഡെഡ് ബോഡികൾ വന്ന് മുട്ടുകുത്തി നമസ്കരിക്കുന്ന കാഴ്ച ഒരുപാട് ആളുകൾ കണ്ടിട്ടുണ്ട്. സ്വാഭാവികമായി ആ കാഴ്ചയുമായി ബന്ധിപ്പിച്ച് ഇപ്പൊ തന്നെ മാർഷൽ ആർട്സ് ഫോറത്തിനകത്ത് ചർച്ച തുടങ്ങിയിട്ടുണ്ടാവും. അക്കാര്യം മാർക്കിന് അറിയാം. മാർക്ക് അത് മീശയോട് സൂചിപ്പിച്ചപ്പോൾ മീശ പറഞ്ഞു, മാർക്ക് പറയുന്നത് എനിക്ക് മനസ്സിലാകുന്നുണ്ട്, പക്ഷേ ഈ മാസ്ക് വെച്ച സ്ത്രീ നമുക്ക് ആർക്കും സങ്കല്പിക്കാനാവാത്ത വിധം ശക്തിയാണ്. ഷിയ ആ മാസ്ക് വെച്ച സ്ത്രീയായി മാറിയാൽ പിന്നെ ഈ ഭൂമിയിൽ ആർക്കും അവളെ ഒന്നും ചെയ്യാൻ പറ്റില്ല, നിനക്ക് പോലും. മാർക്ക് മീശ പറയുന്നത് ശ്രദ്ധിച്ച് കേട്ടിരിക്കുകയാണ്. മീശ പറഞ്ഞു കഴിഞ്ഞതും മാർക്ക് ചിരിച്ചിട്ട് മീശയോട് പറഞ്ഞു, മീശ, വിധി തീരുമാനിക്കപ്പെട്ട പല കാര്യങ്ങളുമുണ്ട്, നമുക്ക് അതിനെ മാറ്റാനൊന്നും പറ്റില്ല. എന്താണോ വിധിച്ചിട്ടുള്ളത് അത് നടക്കുക ചെയ്യും. കഥയുടെ ഈ ഭാഗം ഞാനിവിടെ അവസാനിപ്പിച്ചു. അടുത്ത ഭാഗവുമായി അടുത്ത ദിവസം നമുക്ക് വീണ്ടും കാണാം. ഇതുവരെ മാർക്ക് ഫെല്ലറുടെ കഥ നിങ്ങളോട് പറഞ്ഞത് എം ലൈഫിൽ നിന്ന് BS ചന്ദ്രമോഹൻ. കമന്റിൽ ചെയ്യുക. താങ്ക് യു.